അപ്പൊ നമ്മുടെ വെബിനാർ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. വാക്ക് വിത്ത് വിസിയുടെ ആഴ്ചതോറുമുള്ള വെബിനാറുകളിൽ 36ാമത്തെ വെബിനാറാണ് ഇന്ന് നടക്കുന്നത്. ഈ വെബിനാറിന്റെ വിഷയം മനം മയക്കും കാട്ടുകാശിത്തുമ്പുകൾ എന്നാണ്. വൈൽഡ് ബാൾസംസ് ഓഫ് ദി വെസ്റ്റേൺ ഗട്ട്സ്. നമുക്കറിയാം, വെസ്റ്റേൺ ഗട്ട്സ് ഒരുപാട് എൻഡമിക് സ്പീഷീസുകളുടെ ഒരു മേഖലയാണ്. അതോടൊപ്പം തന്നെ കാശിത്തുമ്പുകൾ പൊതുവെ ഓണം സീസണിൽ അല്ലെ മഴക്കാലത്ത് മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഹ്രസ്വകാലികങ്ങളായ ഔഷധികളാണെന്ന് പറയാൻ പറ്റും. ഇപ്പൊ ഓണവുമായി ബന്ധപ്പെട്ട് സാധാരണ നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന കാശിത്തുമ്പുകൾ പൊതുവെ ഓണപ്പൂവ് എന്നറിയപ്പെടുന്നുണ്ട്. ഓണപ്പൂവ് എന്ന് അറിയപ്പെടുന്ന 2-3 ചെറു ഔഷധികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കാശിത്തുമ്പുകൾ. കാശിത്തുമ്പുകളുടെ ജനുസിന്റെ പേര് അല്ലെ ജനറിക് നെയിം എന്ന് പറയുന്നത് നമുക്കറിയാം ഇംപേഷ്യൻസ് എന്നാണ്. നമ്മളെപ്പോലെ ക്ഷമയില്ലാതെ പൊട്ടിത്തെറിക്കുന്ന വിത്തുകളാണ് അവയ്ക്കുള്ളത് എന്ന ഒരു കാര്യവും നമ്മൾ ഓർമ്മിക്കേണ്ടത്. ഏതായാലും എല്ലാവർക്കും ഈ വെബിനാറിലേക്ക് സ്വാഗതം. അതോടൊപ്പം തന്നെ ഇന്നത്തെ വെബിനാർ അവതരിപ്പിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ രേഷ്മ രാജുവാണ്. രേഷ്മ രാജു ഈ വിഷയത്തിൽ ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥിയാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബോട്ടണി, സെന്റ് തോമസ് കോളേജ് പാല, അവിടെയാണ് അത് റിസർച്ച് ആസ്ഥാനം എന്ന് പറയുന്നത് ഈ കോളേജാണ്. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് ഔപചാരികമായി രേഷ്മയെ പരിചയപ്പെടുത്തുന്നതിന് അരുൺ രാജിനെ ക്ഷണിക്കുക. നന്ദി ബിസി മാഷെ. ഇന്ന് നമ്മുടെ വിഷയം വൈൽഡ് ബാൽസംസ് ആണ്. വാക്ക് വിത്ത് വിസി കൂട്ടായ്മയുടെ വെബിനാറിലെ 36ാമത്തെ വെബിനാറാണ്. വൈൽഡ് ബാൽസം എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗട്ട് എന്ന് പറയുന്നത് വൈൽഡ് ബാൽസത്തിന്റെ ഒരു സെൻട്രങ്ങിനെ പറയാം. അതിൽ ഒരുപാട് സ്പീഷീസുകളുണ്ട്, ഒരുപാട് സ്പീഷീസ് കോംപ്ലക്സുകളുണ്ട്. ഇവയെക്കുറിച്ചുള്ള പഠനം വെല്ലുവിളി നിറഞ്ഞതാണ്. ഒരുപാട് കാടിൻ്റെ ഉൾഭാഗത്തേക്കും ഒരുപാട് റിസ്ക്കുള്ള യാത്രകൾ ചെയ്ത് വേണം ഇവയുടെ സ്പെസിമെൻ കളക്ട് ചെയ്യാനും അവയെക്കുറിച്ച് പഠിക്കാനുമെല്ലാം. ഏകദേശം ഒരു 6-7 വർഷത്തോളമായി ഇംപേഷ്യൻസിൽ ഗവേഷണം ചെയ്യുന്ന ആളാണ് രേഷ്മ. പാല സെന്റ് തോമസ് കോളേജിൽ ഡോക്ടർ ജോമി അഗസ്റ്റസ് സാറിന്റെ കീഴിൽ PhD ഗവേഷണം ചെയ്യുകയാണ്. തെക്കൻ പശ്ചിമഘട്ടത്തിലെ ഇംപേഷ്യൻസ് ആണ് രേഷ്മയുടെ പഠന വിഷയം. അവയുടെ വൈവിധ്യവും അവയുടെ എങ്ങനെയാണ് വളരുന്നതിനുള്ളെല്ലാം കുറിച്ച് ആഴത്തിലുള്ള ഒരു പഠനമാണ് രേഷ്മ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ്. അതിൽ ഇപ്പം ഒരുപാട് ന്യൂ സ്പീഷീസുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് വളരെ ഫാസ്റ്റ് ഗ്രോത്ത് ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. അപ്പം അവയെക്കുറിച്ചുള്ള പഠനം തീർച്ചയായും ടാക്സോണമിക്കലി നോക്കുകയാണെങ്കിൽ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു വിഷയം. ആ വിഷയം രേഷ്മ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോട്ടയം സ്വദേശിയാണ് രേഷ്മ. ബസീലസ് കോളേജിൽ BSc പൂർത്തിയാക്കി, വായൂർ NSS കോളേജിൽ MSc പഠനം പൂർത്തിയാക്കി. അതിനുശേഷം നെറ്റ് JRF ക്വാളിഫൈ ചെയ്ത് സെന്റ് തോമസ് കോളേജ് PhDക്ക് ജോയിൻ ചെയ്ത് ഏകദേശം ഒരു 6-7 വർഷത്തോളമായി PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു വിഷയത്തിൽ നമുക്ക് പശ്ചിമഘട്ടത്തിലെ ബാൽസത്തിനെ കുറിച്ച് ആധികാരികമായി പറഞ്ഞു തരാനും അവയുടെ വൈവിധ്യത്തെക്കുറിച്ചും അവയുടെ വ്യത്യസ്തമായുള്ള ജീവിത രീതികളെ കുറിച്ചും എല്ലാം നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി രേഷ്മയെ ക്ഷണിക്കുകയാണ്. കേൾക്കാമോ? ഓക്കെ, ആദ്യം തന്നെ ഞാൻ ഒരു നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, എനിക്കിങ്ങനെ ഒരു വേദി, എനിക്കൊരു പ്ലാറ്റ്ഫോം ഇങ്ങനെ ഒരുക്കി തന്ന വാക്ക് വിത്ത് വിസി കൂട്ടായ്മയോട് ഞാൻ നന്ദി പറയുന്നു. രണ്ടാമത് ഞാൻ നന്ദി പറയേണ്ടത് ഡോക്ടർ ജോമി അഗസ്റ്റിന്റെ ഗൈഡായിട്ടുള്ള ഡോക്ടർ ജോമി അഗസ്റ്റിനോടാണ്. സാറ് ഇല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ നിന്ന് ഇവിടെ സംസാരിക്കാൻ പറ്റില്ല. അരുൺ പറഞ്ഞ പോലെ എനിക്കിങ്ങനെ ഫീൽഡ് പോകാൻ പറ്റില്ല. ഈ ഇംപേഷ്യൻസിനെ പറ്റി
പറയാൻ പറ്റില്ല, പഠിക്കാൻ പറ്റില്ല. അപ്പം സാറ് എന്ത് പകർന്നു തന്നോ അതാണ് ഞാൻ ഇവിടെ പറയാൻ പോണത്. സാറിലൂടെയാണ് ഞാൻ ഈ പേഷ്യൻസിനെ കണ്ടത്, സാറിലൂടെയാണ് ഞാൻ ഇതെല്ലാം പഠിച്ചത്. അപ്പം സാറിന്റെ അനുഗ്രഹം ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോവുകയാണ്. പിന്നീട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ പ്രസന്റേഷനിൽ കൂടുതലും ഐനാറ്റിലെ ഫോട്ടോസ് ആണ് കൂടുതലും എടുത്തിരിക്കുന്നത്. ഐനാച്ചുറലിസ്റ്റ് ആപ്പിലെ ഫോട്ടോസ് ആണ് കൂടുതലും എടുത്തിരിക്കുന്നത്. കാരണം എൻ്റെ കയ്യിൽ ഇനഫ് ഫോട്ടോസ് ഇല്ലാത്തത് കൊണ്ടല്ല, സിറ്റിസൺ സയൻസ് അല്ലെങ്കിൽ സാധാരണക്കാരായ വ്യക്തികൾ എടുക്കുന്ന ഫോട്ടോ എങ്ങനെ ഒരു റിസർച്ചിലേക്കും എങ്ങനെ ഒരു അക്കാദമിക് പർപ്പസിലേക്കും നമുക്ക് യൂസ് ആകുന്നു, അല്ലെങ്കിൽ അതിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഐനാറ്റ് ആപ്പിലെ ഫോട്ടോസ് ആണ് കൂടുതലും ഈ പ്രസന്റേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ റോബിൻസും ജോർജിയേട്ടനും ഒക്കെ എടുത്തിരിക്കുന്ന ഫോട്ടോസ് ഞാൻ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇത് തുടങ്ങുന്നതിന് മുന്നേ പറയാനുള്ളത്. ഇനി നമുക്ക് മനം മയക്കും കാട്ടുകാശി തുമ്പകളെ കുറിച്ച് സംസാരിക്കാം. നമ്മുടെ മനം, തീർച്ചയായും എനിക്ക് ഉറപ്പാണ് നമ്മളുടെ എല്ലാം മനം കവരുന്ന ഒരു ജനസ് തന്നെയാണ് കാട്ടുകാശിത്തുമ്പകള്. അപ്പം നമ്മള് ഒരാളെ പറ്റി നമ്മൾ അറിയുമ്പോൾ ആദ്യം എന്താണ്, പേര്, കുടുംബം, അങ്ങനെയാണ്. അപ്പൊ അല്ലെ, ഇത് നമ്മുടെ കാട്ടുകാശിത്തുമ്പകൾ എന്ന് പറയുമ്പോൾ അതൊരു മലയാള പേരാണ് അല്ലെ. അപ്പം മലയാള പേര് നമുക്കിത് ലോകം മുഴുവനുള്ള അല്ലെങ്കിൽ ലോകത്തിലെമ്പാടുമുള്ള ഒരു ജനസാണ്. അപ്പം ഒരു മലയാള പേര് വെച്ച് പറയാതെ നമുക്ക് കുറച്ചും കൂടെ നമുക്കൊക്കെ വീട്ടിലൊരു പേരുണ്ടാവും, ഒഫീഷ്യൽ ഒരു നെയിം ഉണ്ടാവും അല്ലെ, നമുക്കൊരു ചെല്ലപ്പേരുണ്ടാവും. അപ്പൊ അതാണ് കാശിത്തുമ്പ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിന്റെ ഒഫീഷ്യൽ നെയിമാണ് ഈ പറഞ്ഞതുപോലെ ഇംപേഷ്യൻസ്. ബാൽസാമിനേസി എന്ന കുടുംബത്തിൽ ഇംപേഷ്യൻസ് എന്ന ജനുസിലാണ് ഇവർ പെടുന്നത്. അപ്പൊ നമ്മൾ അവരുടെ പേര് പറഞ്ഞു, ഇംപേഷ്യൻസ്. ഓക്കെ, എങ്ങനെയാണ് ഇംപേഷ്യൻസ് എന്ന പേര് വന്നത്? അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇങ്ങനെയാണ്. അതായത് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ചെയ്തിട്ടുണ്ടാവും, ഈ നമ്മുടെ വീട്ടിലെ പൂന്തോട്ടത്തിൽ ഉണ്ടാകുന്ന ബാൽസം ചെടികൾ ഉണ്ടല്ലോ, ഈ ബാൽസം ചെടികളുടെ നല്ല മൂത്ത് പാകമായിട്ടുള്ള ഫ്രൂട്ടില് പോയൊന്ന് തൊട്ടാൽ മതി, തൊടണ്ട, ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാറ്റ് തട്ടിയാൽ തന്നെ ഏറ്റവും നന്നായി മൂത്ത ഫ്രൂട്ട് ആണെങ്കിൽ അത് പൊട്ടും, ടപ്പേന്നങ്ങ് പൊട്ടും. പൊട്ടിയിട്ട് സീഡ് ഇങ്ങ് തെറിച്ചും പോകും. അതിന്റെ ബാക്കിയുള്ള ആ പച്ച ഒരു കവർ എന്ന് പറയുന്നത് അങ്ങ് ചുരുങ്ങിയിരിക്കും. ശരിക്കും ഒരു വിനോദം തന്നെയായിരുന്നു കേട്ടോ അത്, ചെറുപ്പത്തിൽ ഇത് പോയി പൊട്ടിക്കുന്ന. പക്ഷെ അന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല, കറങ്ങി തിരിഞ്ഞ് ഞാൻ ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി പോകുന്ന അന്ന് ഓർത്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് നിങ്ങളിൽ പലരും ചെയ്തിട്ടുണ്ടാവും ഈ ചൈനീസ് ബോൾസത്തിന്റെ ഈ കുരു ഇങ്ങനെ ഫ്രൂട്ട് ഇങ്ങനെ പൊട്ടിക്കുന്ന പരിപാടി. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ഒരു പ്രഷർ കൊണ്ട് പൊട്ടിത്തെറിച്ച് എക്സ്പ്ലോഡ് ചെയ്യുന്ന ആ ഒരു രീതി കൊണ്ടാണ് ഇവയ്ക്കിങ്ങനെ ഇംപേഷ്യൻസ്, ക്ഷമയില്ലാത്തവൻ എന്നുള്ള രീതിയിൽ ഇംപേഷ്യൻസ് എന്ന പേര് വന്നിരിക്കുന്നത്. ഇത് അങ്ങനെ ഒരു നല്ല മൂത്തുപാകമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. ഇപ്പൊ എനിക്ക് ഈ ഫ്രൂട്ട് കാണുമ്പോഴും എനിക്ക് തോന്നുന്നുണ്ടൊന്ന് തൊട്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്തത് നമ്മുടെ വീടുകളിൽ, നമ്മുടെ പൂന്തോട്ടങ്ങളിലൊക്കെ അലങ്കരിക്കാൻ വേണ്ടി നമ്മൾക്ക് സുപരിചിതമായിട്ടുള്ള കുറച്ച് കാശിത്തുമ്പകളാണ് അല്ലെ, നമ്മുടെ നാട്ടിൽ കാണുന്ന കുറച്ച് കാശിത്തുമ്പകളാണ്. അതില് ആദ്യത്തേതാണ് ഇംപേഷ്യൻസ് വള്ളേരിയാന. ഇത് ഇംപേഷ്യൻസ് റെപ്പൻസ്. ഇത് കുറച്ചും കൂടി ഗാർഡൻ അങ്ങനെയുള്ള കുറച്ചും കൂടി നമ്മുടെ നാട്ടിൽ അങ്ങനെ കോമൺ അല്ല, ഇപ്പൊ കോമൺ ആയി വരുന്നുണ്ട്. ഇത് ഇംപേഷ്യൻസ് ബാൽസാമിന. ഇപ്പൊ ഈ വള്ളേരിയാന എടുത്താലും ബാൽസാമിന എടുത്താലും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിന്റെ വെറൈറ്റി കളർ, റെഡ്, ഓറഞ്ച്, വൈറ്റ്, അങ്ങനെ പല കളറിൽ. അതുപോലെ തന്നെ ബാൽസാമിനെ ആണെങ്കിൽ ഡബിൾ ലെയർ ആയിട്ടൊക്കെ വരും, 2 തട്ട് 3 തട്ടൊക്കെ ആയിട്ട് നല്ല നല്ല ഭംഗിയുള്ള പൂക്കളായിട്ട് വരുന്നതാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, നാട്ടുകാശിത്തുമ്പകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ നമ്മൾ അറിയാൻ പോകുന്നത് കാട്ടിലെ കാശിത്തുമ്പകളെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ എന്താണ് കാട്ടിലെ കാശിത്തുമ്പകളുടെ ഒരു ഡൈവേഴ്സിറ്റി ഒറ്റ നോട്ടത്തിൽ ഈ ഒരു സ്ലൈഡിൽ നിന്ന് തന്നെ ഇനി എന്തുകൊണ്ട് മനം മയക്കും എന്ന് പറയേണ്ട ആവശ്യം ഇനി ഞാൻ കൂടുതലായിട്ടില്ല അല്ലെ. ഈ ഒരു ഇമേജ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നിറഭേദങ്ങളാണ്, എത്രത്തോളം രൂപഭേദങ്ങളാണ് ഇവയ്ക്കുള്ളത്. കാര്യം ഓരോ പൂക്കളും എത്ര വ്യത്യസ്തമാണ്, ഒന്നിൽ നിന്ന് ഒന്ന് എത്ര വ്യത്യസ്തമാണ്. എന്ത് മനോഹരമായിട്ടുള്ള കളറുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത്രയും ഒരു ഡൈവേഴ്സിറ്റി നിറഞ്ഞ ഇവരാണ് കാട്ടുകാശിത്തുമ്പകൾ അഥവാ വൈൽഡ് ബാൽസംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പോ പേര് ഇംപേഷ്യൻസ് ആണെന്ന് പഠിച്ചു. അതിനുശേഷം ഇനി നമ്മൾ ഒരാളെ പറ്റി അറിയുന്നത് എന്താണ്, അയാളുടെ അഡ്രസ് എവിടെയാണ്, വീട് എവിടെയാണ് നമ്മൾ ചോദിക്കും. അതുപോലെ ഇവരെവിടെയാണ് കാണുന്നത്,
ലോകത്തിലെ 1187 അക്സെപ്റ്റഡ് സ്പീഷീസ് ആണ് ഇംപേഷ്യൻസിന്റെ ഉള്ളത്. 1187. ആഫ്രിക്ക, മഡഗാസ്കർ, ചൈന, ഇന്ത്യ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കൂടുതലായും ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഇന്ത്യയിലേക്ക് വരാം. ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം 350ഓളം സ്പീഷീസ് ആണ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ഇത് മെയിൻ ആയിട്ടും 2 ഭാഗങ്ങളിലായിട്ടാണ് ഇതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഇത് വ്യാപിച്ചു കിടക്കുന്നത്. 2 മേഖലകളിലായിട്ടാണ്. ഒന്ന് നമ്മുടെ ഹിമാലയൻ മേഖലയും ഒന്ന് നമ്മുടെ സ്വന്തം വെസ്റ്റേൺ ഗട്ട്സ് അഥവാ നമ്മുടെ പശ്ചിമഘട്ട മേഖലയുമാണ്. ഇത് രണ്ടുമാണ് ഇന്ത്യയിൽ മെയിൻ സെന്റേഴ്സ് ആയിട്ട്, ഹോട്ട്സ്പോട്ട് ആയിട്ടുള്ള ഇംപേഷ്യൻസിന്റെ മെയിൻ 2 സെന്റേഴ്സ് ആണ് ഈ ഹിമാലയ റീജിയണും അതുപോലെ നമ്മുടെ വെസ്റ്റേൺ ഘട്ടും. ഇനി വെസ്റ്റേൺ ഘട്ട് എടുക്കുമ്പോൾ നമുക്കറിയാം ഗുജറാത്തിന്റെ തപ്തി നദി തൊട്ട് കന്യാകുമാരി വരെ ഒറ്റ ഒരു സ്ട്രെച്ചായി കിടക്കുന്ന മലനിരകളാണ് അല്ലെ. പശ്ചിമഘട്ടം എന്ന് പറയുന്നത് മലനിരകളാണ്. ഈ മലനിരകളാണ് ഇംപേഷ്യൻസിന് വളരാൻ അവയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരിടം. അവിടെ ഏതെങ്കിലുമൊക്കെ മലയിൽ ഏതെങ്കിലുമൊക്കെ ആരും കാണാതെ ആരാലും കാണപ്പെടാതെ ഇങ്ങനെ ഒരുപാട് ഈ മലനിരകളെ സുന്ദരിയാക്കുന്ന കൊച്ചു സുന്ദരികളാണ് നമ്മുടെ കാട്ടുകാശിത്തുമ്പകൾ. ഓക്കെ, നമ്മൾ വെസ്റ്റേൺ ഗട്ട്സിനെ നോക്കുവാണെങ്കിൽ നമുക്കൊരു 3 പാർട്ടായിട്ട് ഇതിനെ പറയാൻ പറ്റും. ഇതിന്റെ ഒരു ബൗണ്ടറിയെ പറ്റി പലർക്കും പല കൺസെപ്റ്റ് ആണെങ്കിലും നമ്മൾ മെയിൻ ആയിട്ടും ഒരു സദേൺ വെസ്റ്റേൺ ഗട്ട് എന്നൊരു പാർട്ട് നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ ഒരു കൂർഗ് തൊട്ട് താഴേക്ക് വരുന്ന സൗത്തിലേക്ക് വരുന്ന ഒരു ഭാഗം നമുക്കൊരു സദേൺ വെസ്റ്റേൺ ഗട്ട് എന്ന് പറയാൻ പറ്റും. അതുപോലെ നമ്മുടെ കർണാടകയുടെ ബാക്കി റീജിയൺ ഒക്കെ വെച്ചിട്ട് നമുക്കൊരു സെൻട്രൽ വെസ്റ്റ്, ചിക്കമംഗ്ലൂരു ഒക്കെ ഉൾപ്പെടുന്ന ഒരു സെൻട്രൽ വെസ്റ്റേൺ ഘട്ട് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ മഹാരാഷ്ട്രയുടെ ഭൂരിഭാഗം വരുന്ന ഒരു നോർത്തേൺ വെസ്റ്റേൺ ഘട്ട് എന്നൊരു റീജിയണും പറയാൻ പറ്റും. ഇതിലെ ഇംപേഷ്യൻസിന്റെ ഡൈവേഴ്സിറ്റി അതിന്റെ മാക്സിമത്തിൽ നിൽക്കുന്നത് നമ്മുടെ സദേൺ വെസ്റ്റേൺ ഘട്ടിലും അതുപോലെ സെൻട്രൽ വെസ്റ്റേൺ ഘട്ട്സിലാണ്. അതിലും സദേൺ വെസ്റ്റേൺ ഘട്ട്സിലാണ് അതിന്റെ ഡൈവേഴ്സിറ്റി ഭയങ്കരമായിട്ട് ഉള്ളത്. അപ്പൊ നമ്മുടെ വെസ്റ്റേൺ ഘട്ട് മൊത്തം എടുത്താൽ ഒരു 151 സ്പീഷീസും 14 വെറൈറ്റിയുമാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ 95% എൻഡമിസം കാണിക്കുന്നുണ്ട്. ഓക്കെ, എന്താണ് എൻഡമിസം? എൻഡമിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചെടി ഈ ലോകത്ത് ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് മാത്രം ഒതുങ്ങുകയാണ്. ഓക്കെ, അവിടെ മാത്രമാണ് അതിന്റെ കംഫോർട്ട് സോൺ ആണ്. അത് അവിടെ മാത്രം ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ വേറെ എവിടെയും അതില്ല, അത് എങ്ങോട്ടും പോകുന്ന ഇഷ്ടമല്ല. അത് വളരുന്ന ആ സ്ഥലത്തേക്ക് മാത്രം ഒതുങ്ങിക്കൂടി ഇരിക്കുകയാണ്. അപ്പൊ ആ എൻഡമിസത്തിന് അപ്പൊ എന്താന്ന് വെച്ചാൽ ആ സ്ഥലത്തിന് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ആ ചെടി അവിടെ ഉണ്ടാവില്ല, അല്ലെ, ആ ചെടിയോടെ നശിക്കുകയാണ്. അപ്പൊ അങ്ങനെ അത്രയും പ്രൊട്ടക്ട് ചെയ്തപ്പോ വെക്കേണ്ട ഒരു കാര്യമാണ് വെസ്റ്റേൺ ഘട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു എൻഡമിസം കാണിക്കുന്ന ഒരു മേഖലയാണ്. അതിൽ ഏറ്റവും അധികം എൻഡമിക് സ്പീഷീസുകൾ ഉള്ളത് ഇംപേഷ്യൻസിലാണ്. അതായത് അവ വളരുന്ന ആ ഒരു സ്ഥലം വിട്ട് അവയ്ക്ക് പോവാൻ താല്പര്യമേ ഇല്ല, അവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇംപേഷ്യൻസ് തേടി നമ്മൾ കാട്ടിപ്പോയത് കൊണ്ട് അത് കിട്ടണമെന്നില്ല. അവർ ഒളിച്ചിരിക്കുന്ന സ്ഥലം നമ്മുടെ കണ്ണിൽ പെട്ടാൽ നമ്മൾ കാണും. ഓക്കെ, എല്ലാ സ്പീഷീസിന്റെ കാര്യമല്ല, നമുക്ക് റോഡ് സൈഡിലൊക്കെ കാണാൻ പറ്റുന്നവരുണ്ട്. പക്ഷെ ചില സ്ഥലത്ത് ഒളിച്ചിരിക്കാറുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ കണ്ണിൽ പെടണമെങ്കിൽ നമുക്ക് കുറച്ച് ഭാഗ്യം കൂടെ ഒക്കെ വേണം. ഓക്കെ, ഇനി ഇത് കുറച്ച് വരകളാണ് അല്ലെ. അപ്പം 1800 കാലഘട്ടങ്ങളില് 1800 കാലഘട്ടങ്ങളില് ഈ ഒരു ചെടി കിട്ടിയാല് അത് ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ ആ രീതിയിൽ അതിനെ നോക്കുക എന്നുള്ളത് ചിന്തിക്കുന്നതിലുപരി ഈ കിട്ടുന്ന അല്ലെങ്കിൽ കാണുന്ന ഈ ചെടിയെ എന്താ പറയാ കണ്ണിലേക്ക് പതിപ്പിച്ച്, ക്യാമറ എന്ന് പറയുന്നത് അന്ന് അവരുടെ കണ്ണായിട്ട് തന്നെയാ ഉള്ളത്. ആ കണ്ണിലേക്ക് പതിപ്പിച്ച് അത് മനസ്സിൽ നിന്ന് പേപ്പറിലേക്ക് വരയ്ക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഈ ഇമേജസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ യഥാർത്ഥ ഫോട്ടോ നമ്മൾ എടുത്താൽ നമുക്ക് കിട്ടാത്ത ക്യാരക്ടേഴ്സ് നമുക്ക് ഈ ഒരു ഇമേജിൽ കിട്ടും. അതായത് ഈ ഒരു ലീഫിന്റെ ഈ അറ്റത്തൊക്കെയുള്ള ഈ ഹെയർസ്, അതുപോലെ ഈ ഓരോ പെറ്റലും സെപ്പലിലും ഒക്കെയുള്ള ചുളിവുകൾ ഉൾപ്പെടെ വരച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ അത്രയും ബെഡ്ഡോം ആയാലും നമ്മുടെ വൈറ്റ് ആയാലും അങ്ങനെ ഒരുപാട് പ്രസിദ്ധമായ ആളുകളുണ്ട് ഇങ്ങനെ വരകളുള്ള. അപ്പൊ നിങ്ങളെ ഈ വരകൾ കാണിക്കാൻ വേണ്ടി ഞാൻ വെച്ചതാണ്. ഓക്കെ, ഇനി നമ്മൾ ഇംപേഷ്യൻസിന്റെ നമ്മൾ മുമ്പേ ആ ഡൈവേഴ്സിറ്റി കണ്ടു അല്ലെ. ഫ്ലവർ ഒരു പ്രത്യേക രീതിയാ. നമ്മുടെ ചെമ്പരത്തിയോ നമ്മുടെ മുല്ലയോ അല്ലെങ്കിൽ ചെത്തിയോ ഒക്കെ ഉള്ളതുപോലെ അല്ല, എന്തോ ഒരു വ്യത്യസ്തതയുണ്ട് ഇംപേഷ്യൻസിന്റെ. ഈ കാശിത്തുമ്പയുടെ ഫ്ലവർ നോക്കുമ്പോ, പൂക്കൾ നോക്കുമ്പോ അല്ലെ, സാധാരണ ഉള്ള ഒരു സ്ട്രക്ചർ അല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷെ എന്ന് കരുതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റായികയൊന്നുമില്ല. നമുക്ക് നോക്കാം. അതായത് ഇതൊരു ഇംപേഷ്യൻസ് ചൈനൻസിസ് എന്ന് പറഞ്ഞ സ്പീഷീസിന്റെ ഒരു ഫ്രണ്ട് വ്യൂ ആണ് ഇത്. അതിന്റെ ഒരു സൈഡ് വ്യൂ ആണിത്. ഓക്കെ,
അപ്പൊ ഈ ഫ്രണ്ട് വ്യൂ നമ്മൾ നോക്കി കഴിയുമ്പോൾ നമുക്ക് ആദ്യം കാണാം ഒരു കാര്യം കൂടിയുണ്ട്. ഇതൊരു സൈഗോമോർഫിക്, അതായത് ഇതിങ്ങനെ ഒറ്റ പ്ലെയിനിൽ ഇങ്ങനെ വെട്ടിയാൽ മാത്രമേ ഉള്ളൂ നമുക്കിതിനെ രണ്ട് തുല്യ ഹാഫ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ബാക്കി ഏത് പ്ലെയിനിൽ കൂടെ നമ്മൾ കട്ട് ചെയ്താലും നമുക്ക് തുല്യമായിട്ട് കിട്ടത്തില്ല. ഓക്കെ, സൈഗോമോർഫിക് ആയിട്ടൊരു ഫ്ലവർ ആണ്. അതാണ് നമുക്ക് ഫസ്റ്റ് കാണുമ്പോൾ തോന്നുന്നത്. ഓക്കെ, പിന്നെ ഇനി നമ്മൾ ഇതിന്റെ ഫ്ലോറൽ പാർട്സ്, എന്തൊക്കെ ഭാഗങ്ങളാണ് ഈ ഫ്ലവറിനുള്ളത്, എങ്ങനെ നമ്മൾ ഇംപേഷ്യൻസിന്റെ ഫ്ലവറിനെ തിരിച്ചറിയും, അതൊക്കെയാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം ഇതിനകത്ത് കാണുന്ന ഒരു കിരീടം പോലെ ഒരു ഭാഗം കണ്ടോ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാൻഡേർഡ് പെറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാൻഡേർഡ് പെറ്റൽ, അതായത് ഇത് കണ്ടോ, ഈ കാണുന്ന ഫ്ലവറിനെ ഡിസെക്ട് ചെയ്ത്, അതായത് ഓരോ ഇതളുകളാക്കി അടർത്തി മാറ്റി വെച്ചിരിക്കുന്ന പിക്ചറാണ് ഈ നടുക്ക് കാണുന്നത്. അപ്പൊ ഈ സ്റ്റാൻഡേർഡിനെ ഇവിടെ നിന്ന് അടർത്തിയെടുത്താണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് സ്റ്റാൻഡേർഡ്, ഈ കിരീടം പോലെ നിന്ന ഭാഗം. ഇപ്പുറത്തെ സൈഡ് വ്യൂ നോക്കിയാൽ ഈ ഭാഗമാണ് സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ ഡോർസൽ പെറ്റൽ എന്നും ചിലപ്പോൾ മുൻഭാഗത്തെ പെറ്റൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഇത് കണ്ടോ, രണ്ട് കൊമ്പ് പോലത്തെ രണ്ട് ഭാഗങ്ങൾ കാണാം. അതിനുശേഷം ഇങ്ങനെ താഴോട്ട് വന്നിട്ട് നല്ല വീതിയുള്ള വിഷറി പോലെ, ഫാൻ പോലെ, അല്ലെങ്കിൽ ചിത്രശലഭത്തിന്റെ ചിറക് പോലെ ഒരു ഭാഗം കാണാം അല്ലെ. അതിനെ നമ്മൾ ചിത്രശലഭത്തിന്റെ ചിറകിനോട് നമ്മൾ ഉപമിക്കുന്ന വിങ് പെറ്റൽ എന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, ഈ വിങ് പെറ്റൽ നമ്മൾ ഡിസെക്ട് ചെയ്ത് വെക്കുമ്പോൾ ഈ കൊമ്പ് പോലെ ചെറുതായിട്ട് കാണുന്ന ഇത് കുറച്ചുകൂടി വലുതായിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിന് രണ്ട് ലോബ്സ് ആയിട്ട് നമുക്ക് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ആദ്യം കാണുന്ന, അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ് പെറ്റൽ ഇതാണ്. ഇതിന്റെ ബേസിനോട് ചേർന്നിട്ടാണ് അടുത്ത പെറ്റൽ ഉണ്ടാവുന്നത്, അല്ലെ, അടുത്ത ദളം ഉണ്ടാവുന്നത്. അപ്പൊ ആ ബേസിനോട് ചേർന്നത് കൊണ്ട് ഇത് ബേസൽ ലോബ് എന്നും, അതിനോട് മാറി കുറച്ച് ദൂരെ ഡിസ്റ്റന്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഇത് ഡിസ്റ്റൽ ലോബ് എന്നും പറയാം. ഓക്കെ, അപ്പൊ ചിറക് പോലെ ഇരിക്കുന്ന വിങ് പെറ്റൽ ഉണ്ട്. വിങ് പെറ്റലിന് ലോബിങ്ങുകൾ, കൂടുതൽ ലോബിങ്ങുകൾ വരുന്നുണ്ട്. അത് ബേസൽ ലോബ് എന്നും ഡിസ്റ്റൽ ലോബ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ സൈഡ് വ്യൂ നോക്കുമ്പോൾ നമ്മൾ ഇതുവരെ കാണാത്തൊരു സാധനം കൂടി ഉണ്ട്, അല്ലെ, ഒരു വാലൊക്കെ ഉള്ള ഒരു സാധനം അതല്ലേ. അപ്പം പിന്നീട് അതുപോലെ തന്നെയുള്ളതാണ് ഈ സൈഡ് വ്യൂ നോക്കുമ്പോൾ ഒരു കൊമ്പ്, ഒരു താഴേക്കൊരു യക്ഷിയുടെ ഒക്കെ പല്ല് പോലെ എന്തോ ഒരു സാധനം താഴേക്കുന്ന ഒരു പ്രൊജക്ഷൻ നിങ്ങൾ കണ്ടോ, അതാണ് ഇവിടെ അടർത്തി വെച്ചിരിക്കുന്നത്. ഇത് ലാറ്ററൽ സെപ്പലാണ് കേട്ടോ. അതായത് നമ്മുടെ ചെമ്പരത്തിയുടെ ഒക്കെ നമ്മൾ പൂക്കൾ കഴിഞ്ഞിട്ട് താഴേക്ക് നോക്കുമ്പോഴത്തേക്ക് ഒരു പച്ച കളർ ഉണ്ടല്ലോ, നമ്മൾ എന്താ വിതളം എന്ന് പറയുന്നത്, ആ ഒരു പച്ച കളർ, ആ ഒരു വിതളത്തിന് പകരം ഇവിടെ ഉള്ളതാണ് ഈ ലാറ്ററൽ സെപ്പൽ കേട്ടോ. അത് മോഡിഫൈ ചെയ്ത് വന്നിരിക്കുന്ന സെപ്പൽ. ഓക്കെ, അതാണ് ഈ ലാറ്ററൽ സെപ്പൽ. അതുപോലെ തന്നെ ഇപ്പൊ രണ്ട് ലാറ്ററൽ, ഒരു പൂവിന്റെ ഇടതും വലതുമായിട്ട് രണ്ട് ലാറ്ററൽ സെപ്പൽ കാണും. ഇനി അതിനുശേഷം നമ്മൾ നോക്കിയാൽ ഈ പൂവിന്റെ പുറകുവശത്ത് വേറൊരു ഭാഗമുണ്ട് അല്ലെ, അത് ശരിക്കും ഒരു ലോവർ സെപ്പൽ, അതായത് രണ്ട് ലാറ്ററൽ സെപ്പൽ ഉണ്ട്, മറ്റൊരു സെപ്പലും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ മറ്റൊരു സെപ്പലിന് അവരെ പോലെ തന്നെ, ലാറ്ററൽ സെപ്പലിനെ പോലെ തന്നെ ഇരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് കുറച്ച് മോഡിഫൈ ചെയ്തു, കുറച്ച് ഞാൻ വലിയ ആളാണെന്നുള്ള രീതിയിൽ മോഡിഫൈ ചെയ്ത് ഒരു ബോട്ട് ഷേപ്പോ അല്ലെങ്കിൽ ഒരു കപ്പ് ഷേപ്പോ ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. അതിനെ നമ്മൾ ലിപ്പ് എന്നൊരു ആയിട്ട് പറയും. ഓക്കെ, ഇതാണ് ഇവിടെ ഡിസെക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാം. ഇതാണ് ലിപ്പ്, നമ്മുടെ ലോവർ സെപ്പല് മോഡിഫൈ ചെയ്തിട്ട് ഫോം ചെയ്തിരിക്കുന്നതാണ് ലിപ്പ്. ഇനി ഈ ലിപ്പിനോട് ചേർന്ന് ലിപ്പിന്റെ കൂടെ വരുന്ന മറ്റൊരു സ്ട്രക്ചറാണ് സ്പർ എന്ന് പറയും. വാല് പോലെ ഒരു അപ്പൻഡേജ് ആണ് സ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ഭാഗങ്ങൾ കൂടി ചേരുമ്പോഴാണ് ഇംപേഷ്യൻസിന്റെ ഒരു ഫ്ലോറൽ സ്ട്രക്ചർ ആവുന്നത്. സ്റ്റാൻഡേർഡ് പെറ്റലും വിങ് പെറ്റലും ലാറ്ററൽ സെപ്പലും പിന്നെ അതുപോലെ തന്നെ ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ലിപ്പും സ്പറും എല്ലാം കൂടി ചേരുമ്പോൾ അത് ഒരു നല്ല സുന്ദരിയായിട്ടുള്ള ഇംപേഷ്യൻസ് അഥവാ കാശിത്തുമ്പയായി മാറും. ഓക്കെ, അടുത്തത് നമ്മൾ സ്പറിനെ കുറിച്ച് കുറച്ചും കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇത് ഇംപേഷ്യൻസ് സ്കാപ്പിഫ്ലോറയാണ്. ഇതിന്റെ സ്പർ മനസ്സിലാക്കാൻ വേണ്ടി കണ്ടോ, ഡോർസൽ പെറ്റല് കഴിഞ്ഞിട്ട് ലോവർ പെറ്റൽ അല്ലെങ്കിൽ ലിപ്പ് കഴിഞ്ഞിട്ട് വലിയ ഒരു വാലാണുള്ളത് അല്ലെ, വളരെ ട്യൂബുലർ ആയിട്ടുള്ള ഒരു വാലാണ് ഇതിനുള്ളത്. എന്നാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം, ഇതാണ് ആ സ്പർ. ഓക്കെ, ഇനി ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇംപേഷ്യൻസ് ട്രാവൻകൂറിക്കാണ്. ഇതിന് നമ്മുടെ എന്താണ് ലോവർ സെപ്പൽ ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ ലിപ്പ് ഉണ്ട് ഇവിടെ. പക്ഷെ ആ ലിപ്പിൽ നിന്ന് പ്രത്യേകിച്ച് വാലുകളൊന്നും വരുന്നില്ല. അപ്പൊ ഇംപേഷ്യൻസിൽ വാലുകളുള്ള സ്പീഷീസുകളുമുണ്ട്, ചെടികളുമുണ്ട്, വാലുകൾ ഇല്ലാത്തവയുമുണ്ട്. ഓക്കെ, അപ്പൊ സ്പർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഓരോ സ്പീഷീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, ഒരു സ്വഭാവമാണ് സ്പർ എന്ന് പറയുന്നത്. അടുത്ത ഒരു ഭാഗമാണ് നമുക്ക് ഡോർസൽ ഓർക്കൽ. ഓക്കെ, നമ്മൾ ഇതൊരു പിക്ചർ, ഈ ഒരു പിക്ചർ നമ്മൾ നോക്കിയാൽ ഇതൊരു ഇംപേഷ്യൻസ് വിസ്കോസ എന്ന് പറഞ്ഞൊരു ചെടിയാണ്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ നമ്മൾ നേരത്തെ പഠിച്ചു, ഇപ്പൊ നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഉണ്ട് അല്ലെ, നല്ല വലിയ വീതി കൂടിയ ഒരു വിങ് പെറ്റൽ ഉണ്ട്, നമുക്ക് സ്പർ ചെറുതായിട്ട് കാണാം,
ഒരു വൈറ്റും ഒരു യെല്ലോ പാച്ചൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, എന്താണ് ഇതിന് കുഴപ്പം? ഒന്നുമില്ല. പക്ഷേ ഇത് ഡിസെക്ട് ചെയ്യണം എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. ഇത് ഡിസെക്ട് ചെയ്താൽ മാത്രമേ ഇവിടെ ഒളിച്ചിരിക്കുന്ന മറ്റൊരാളെ കാണാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ഇതാണ് ഡോർസൽ ഓറിക്കിൾ. ഓക്കെ, അതായത് നമ്മുടെ ചില സ്പീഷീസുകളിൽ സ്പറിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഇതുപോലത്തെ നേർത്ത നൂലുകൾ, അത് പല ഷേപ്പിലുണ്ടാവാം. സ്ട്രാപ്പ് പോലെ ഉണ്ടാവാം, കൊളുത്ത് പോലെ ഉണ്ടാവാം, പല രൂപത്തില്, പല വലുപ്പത്തില്, സൈസില്, അല്ലെങ്കിൽ ലെങ്തില് ഇങ്ങനെ ഡോർസൽ ഓറിക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു പാർട്ട് ഇതിനുണ്ടാവും. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ നമ്മൾ ഫോട്ടോ ചോദിക്കുമ്പോൾ നമ്മൾ ഒരു ഫോട്ടോ നമുക്ക് ID-ക്ക് വേണ്ടി തരുമ്പോൾ നമ്മൾ പറയും, ഒന്ന് ഡിസെക്ട് ചെയ്ത് തരാമോ, ഒന്ന് ഡിസെക്ട് ചെയ്തിട്ട് ഫോട്ടോ തരാമോ എന്ന് നമ്മൾ പറയും. അപ്പം ചിലരെങ്കിലും ഓർക്കും, ഈ 5-6 വർഷമായിട്ട് ഇംപേഷ്യൻസ് ചെയ്യുക, ഇപ്പോഴും ഒരു ഫോട്ടോ കണ്ടിട്ട് ഏതാ സ്പീഷീസ് എന്ന് പറയാൻ അറിയത്തില്ലെന്ന് ചിലരെങ്കിലും വിചാരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള ചില സ്പെഷ്യാലിറ്റീസ് ഉള്ള ഒരു ജീനസ് ആണ് നമ്മുടെ ഇംപേഷ്യൻസ്. അവളിങ്ങനെ പല കാര്യങ്ങളും നമ്മളോട് ഒളിപ്പിച്ചു വെക്കും. അപ്പൊ നമ്മൾക്ക് കൃത്യമായി കണ്ടാൽ മാത്രമേ അത് ഏത് സ്പീഷീസ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഡോർസൽ ഓറിക്കിൾ. ഇതുണ്ടോ, ഇതെല്ലാ സ്പീഷീസിനും ഇല്ല കേട്ടോ, ഇതുണ്ടോ ഇതില്ലയോ, അല്ലെങ്കിൽ ഇതിന്റെ ലെങ്ത്, ഇതൊക്കെ ഇംപേഷ്യൻസിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് ഈ ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ, ഏത് ടാക്സോണമിസ്റ്റിനോട് കണ്ടു കഴിഞ്ഞാലും ഇതെന്താ ഒരു പ്ലാന്റ് അല്ല, ഒരു ഫോട്ടോ ആണ്, ഇംപേഷ്യൻസിന്റെ ഒരു ഫോട്ടോ ആണ്. ഇത് 2 ആണോ 1 ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം ഇത് പ്രത്യേകിച്ച് ഇതിന്റെ ഫ്രണ്ട് വ്യൂ നമുക്കുണ്ട്. ഓക്കെ, ഇത് ഫ്രണ്ട് വ്യൂ ഉണ്ട്, സ്റ്റാൻഡേർഡ് നന്നായിട്ട് കാണാം. ഓക്കെ, നമുക്ക് വിങ് പെറ്റിൽ കാണാം, അതുപോലെ തന്നെ ഇതിനും സ്റ്റാൻഡേർഡ് കാണാം, വിങ് പെറ്റിൽ കാണാം. ആ പാച്ചസ് പോലും കൃത്യമായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലെ. പക്ഷേ എങ്കിൽ നമ്മൾ എപ്പോഴും ഇംപേഷ്യൻസിന്റെ കേസിൽ നമ്മൾ പറയും, ഒരു സൈഡ് വ്യൂ നമുക്ക് വേണം. ഒരു സൈഡ് വ്യൂ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു ആദ്യത്തെ ഇരിക്കുന്ന ഇമേജ് സൈഡ് വ്യൂ വെച്ചപ്പോഴാണ് ഒളിഞ്ഞിരുന്ന സ്പറിനെ നമ്മൾ കണ്ടത് അല്ലെ. ആ ഒളിഞ്ഞിരുന്ന സ്പർ ഉള്ളത് കൊണ്ട് ഈ സ്പീഷീസ് ഇംപേഷ്യൻസ് കോർഡേറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്പീഷീസ് ഇത് നമ്മൾ തിരിച്ചു വെച്ച് ഫോട്ടോ എടുത്തപ്പോൾ നമുക്ക് എന്തില്ല, നമുക്ക് ഒരു സ്പർ അവിടെ ഇല്ല. ലോവർ സെപ്പലിന്ന് അല്ലെങ്കിൽ ലിപ്പിൽ നിന്ന് ഒരു അപ്പൻഡേജോ ഒരു വാലോ ഒന്നുമില്ല. അപ്പൊ അത് ഇംപേഷ്യൻസ് എലഗൻസ് ആയി മാറി. ഓക്കെ, അതുകൊണ്ടാണ് നമ്മുടെ ഇംപേഷ്യൻസിന്റെ പല ആംഗിളിലുള്ള ഫോട്ടോസ് നമ്മൾ ചോദിക്കുക അല്ലെങ്കിൽ എടുക്കണം എന്ന് പറയും. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ആയാലും ID ചെയ്യണമെങ്കിൽ പല ആംഗിളിലുള്ള ഫോട്ടോസ്, അല്ലെങ്കിൽ പല ആംഗിളിൽ നമ്മൾ അതിനെ നോക്കിയാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിരുന്നു ഇപ്പൊ നമ്മൾ കണ്ട ഈ കോർഡേറ്റും എലഗൻസും. അപ്പൊ നമുക്ക് അതിനകത്ത് നിന്ന് സ്പറിന്റെ ഇമ്പോർട്ടൻസും മനസ്സിലായി, ഫോട്ടോ എടുക്കുമ്പോൾ സൈഡ് വ്യൂ വെക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസും മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ഇംപേഷ്യൻസിനെ പറ്റി നമ്മൾ കൂടുതൽ നോക്കുകയാണെങ്കിൽ ലോകത്തിൽ 1800-കൾ തൊട്ട് ഇംപേഷ്യൻസിനെ കുറിച്ച് പഠനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം നമുക്കിപ്പോ തന്നെ ഇതിന്റെ ഫ്ലോറൽ സ്ട്രക്ചറും രൂപവും ഭാവവും ഒക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് എങ്ങനെ നമ്മൾ പഠിക്കും, ഇതെങ്ങനെ നമ്മൾ ഇതിനെ ഓരോ സ്ഥലത്താക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും അല്ലെ. അപ്പോ ഈ പഠിച്ചുകൊണ്ടിരുന്ന എല്ലാ ലോകമെമ്പാടുമുള്ള ഇംപേഷ്യൻസ് പഠിച്ച എല്ലാവർക്കും ഇതുപോലെയുള്ള കൺഫ്യൂഷൻസ് വന്നിട്ടുണ്ട്. അത്ര പെട്ടെന്ന് പിടിതരുന്ന ഒരാളല്ല നമ്മുടെ ഇംപേഷ്യൻസ്. ഓക്കെ, അപ്പം ഇവരെല്ലാം ചെയ്ത് എല്ലാ സ്ഥലത്തും പല സ്ഥലത്തിരുന്ന് അവർ ചെയ്ത കാര്യം, അവരുടെ സ്റ്റഡി ഏരിയയിലുള്ള ആ ഒരു സ്പീഷീസുകളെ, ആ ചെടികളെ അവരെന്ത് ചെയ്തു, ഓരോ സെക്ഷനാക്കി ഗ്രൂപ്പായിട്ടൊക്കെ തിരിക്കാൻ തുടങ്ങി അല്ലെ. അതായത് ഇപ്പൊ ഒരു 7ാം ക്ലാസ്സിലെ കുട്ടികൾ ഒരു സ്കൂളിലോട്ട് അഡ്മിഷന് വന്നു കഴിയുമ്പോഴത്തേക്ക് 100 പിള്ളേരുണ്ടെന്ന് വെക്കുക. ഈ 100 പിള്ളേരെയും കൂടെ 7ാം ക്ലാസ് എന്ന് പറഞ്ഞ ഒരു ക്ലാസ്സിലോട്ട് നമ്മൾ വിടുവല്ല ചെയ്യുന്നത് അല്ലെ. ഒരു ക്ലാസ് ടീച്ചർ ഉണ്ടാവും. ആ ക്ലാസ് ടീച്ചർക്ക് എത്ര കുട്ടികളെ ശ്രദ്ധിക്കാൻ പറ്റും എന്നുള്ള ഒരു തോതുണ്ടാവും അല്ലെ. ആ തോതിനനുസരിച്ച് ചിലപ്പോൾ 25-ഓ 30-ഓ കുട്ടികളെ ആയിരിക്കും ഒരു ക്ലാസ്സിൽ അവർ ചേർക്കുന്നത് അല്ലെ. എന്നിട്ട് അടുത്തൊരു ഡിവിഷൻ, A ഡിവിഷൻ, B ഡിവിഷൻ, C ഡിവിഷൻ, അങ്ങനെ ഡിവിഷൻ തിരിക്കും അല്ലെ. അപ്പോഴേ നമുക്ക് ഓരോ കുട്ടികളെ മനസ്സിലാക്കാനും ഓരോ കുട്ടികളുടെ കഴിവുകൾ മനസ്സിലാക്കാനും ഒക്കെ പറ്റുള്ളൂ അല്ലെ. അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയത്തിൽ നമുക്ക് 7ാം ക്ലാസ് വരെ മൊത്തം ഇരുത്തി പഠിപ്പിക്കാം. പക്ഷെ അങ്ങനെ ചെയ്യാതെ ഓരോ കുട്ടിയിലേക്കും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണമെങ്കിൽ അവരെ കുറച്ചുകൂടെ ചെറിയ ഗ്രൂപ്പുകളാക്കണം അല്ലെ. അപ്പൊ അങ്ങനെ ഈ ഇംപേഷ്യൻസിനെ പറ്റി പഠിച്ച എല്ലാവരും ചെയ്തത് അതിനെ അങ്ങനെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കി, സെക്ഷനുകളാക്കി തിരിച്ചു എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഹുക്കർ തൊട്ട് 1800-ൽ ഹുക്കർ തൊട്ട് ഇങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻസ് സെക്ഷൻ വൈസ് തിരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ തിരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് വി ഭാസ്കർ. ഇംപേഷ്യൻസിനെ പറ്റി പറയുമ്പോൾ വി ഭാസ്കർ സാറിനെ പറ്റി പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അദ്ദേഹം ഒരു മോണോഗ്രാഫ് ചെയ്തിട്ടുണ്ട്. ഇംപേഷ്യൻസ് ഓഫ് വെസ്റ്റേൺ ഗട്ട് സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു ടാക്സോണമിക് മോണോഗ്രാഫ് ചെയ്തിരിക്കുന്ന വ്യക്തിയാണ്. 1975
കാലഘട്ടം തൊട്ട് ഒരു 40-45 വർഷം അദ്ദേഹം ഇംപേഷ്യൻസിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച് ഇംപേഷ്യൻസിന് വേണ്ടി അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്നിട്ടുള്ള ഒരാളാണ് വി ഭാസ്കർ. അപ്പം അദ്ദേഹം ഫോളോ ചെയ്ത അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പഠനത്തിന്റെ ഭാഗമായിട്ട് 2012 അദ്ദേഹം കുറച്ച് മറ്റുള്ള ഹുക്കറൊക്കെ ചെയ്തതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ഏറ്റവും കൺവിൻസിംഗ് ആയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന എളുപ്പമുള്ള രീതിയിൽ അദ്ദേഹം കുറച്ച് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. ഓരോ സെക്ഷൻ ആക്കി തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു 7 സെക്ഷനാണ്. അപ്പം ഇനി നമ്മൾ ഈ കാണുന്ന അതായത് ഈ 150 സ്പീഷീസ് ഉണ്ട് അല്ലെ നമ്മുടെ വെസ്റ്റേൺ ഘട്ടില്, ആ 150നെ നമുക്കൊരു 7 സെക്ഷൻ ആക്കി തിരിച്ചിരിക്കുകയാണ്. അപ്പൊ കുറച്ചുകൂടെ എളുപ്പത്തിന് നമുക്ക് ഓരോ സെക്ഷനെ നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, അപ്പം ആദ്യത്തെ ഒരെണ്ണമാണ് സ്കാപ്പിജറെ, സെക്ഷൻ സ്കാപ്പിജറെ എന്ന് പറയുന്നത്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് എന്താണെന്ന് അറിയാമോ, ഒരു പാറകളിലും മറ്റുമൊക്കെ കാണപ്പെടുന്നതാണ്. അവയ്ക്ക് തണ്ടുകൾ ഉണ്ടാവില്ല. ഓക്കെ, സ്കാപ്പിജർ തണ്ടുകൾ ഉണ്ടാവില്ല. നേരെ ഒരു ട്യൂബർ പോലെയുള്ള അല്ലെങ്കിൽ ഒരു കിഴങ്ങ് പോലെയുള്ള ഒരു ബേസ് കാണും. അവിടുന്ന് ഡയറക്റ്റ് ലീഫാണ് വരുന്നത്. ഇലകൾ വരിക, ഇലകൾക്കിടയിലൂടെ വലിയ ഒരു പൂങ്കുല വരുന്നു. ആ പൂങ്കുലയിൽ നിറച്ചും മനോഹരമായ പൂക്കൾ ഉണ്ടാവും. അതാണ് സ്കാപ്പിജറേനെ ഒറ്റ വാക്കിൽ പറഞ്ഞാലുള്ളത്. ഓക്കെ, ഇനി അടുത്തത് എപ്പിഫൈറ്റിക് സെക്ഷൻ. എപ്പിഫൈറ്റിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ആ പേരിൽ തന്നെയുണ്ട് എപ്പിഫൈറ്റ് അല്ലെ, മരത്തിന്റെ മുകളിൽ വളരാൻ ഇഷ്ടപ്പെടുന്നവരെ ഒരുമിച്ചൊരു കൂട്ടമാക്കി എപ്പിഫൈറ്റിക്. ഓക്കെ, ഇനി സെക്ഷൻ ആനുവൽ. കൂട്ടത്തിൽ ഏറ്റവും കുസൃതി കൊടുക്കുകയാണ് ആനുവൽ എന്ന് ഞാൻ പറയും, പിടിതരത്തേയില്ല. അപ്പം ആനുവൽ പേര് വന്നിരിക്കുന്ന വെച്ചാൽ ആനുവൽ ആയിട്ട്, അതായത് ഒരു വർഷം കൊണ്ട് ലൈഫ് സ്റ്റൈൽ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഗ്രാസ് ലാൻഡിൽ കാണുന്ന മെയിൻ ആയിട്ടുള്ള ആളുകളാണ് ഈ ആനുവൽ വരുന്നത്. ഓപ്പോസിറ്റ് ലീഫ് ആയിരിക്കും ഇവയ്ക്ക്, അതുപോലെ തന്നെ വളരെ ചെറിയ ഫ്ലവേഴ്സ് ആയിരിക്കും. അങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെയാണ് ആനുവലുള്ള. അതുപോലെ ഇവരുടെ വിത്തുകൾക്ക് നല്ല ഷൈനി ആയിട്ടുള്ള ബ്ലാക്ക് കളർ സീഡുകളായിരിക്കും ഇവർക്കുള്ളത്. ഓക്കെ, അടുത്ത ഒരെണ്ണമാണ് ടൊമൻഡോസ്. പേര് ടൊമൻഡോസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഹെയർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നാരുകൾ, രോമങ്ങൾ എന്ന രീതിയിലാണ് ടൊമൻഡോസ് എന്ന് പറഞ്ഞ പേര് മീൻ ചെയ്യുന്നത്. അപ്പൊ വേറെ പല സ്പീഷീസുകൾക്കും ടൊമൻഡോസ് നേച്ചർ ഉണ്ട് അല്ലെങ്കിൽ ഹെയർ ഉണ്ട്. പക്ഷെ ഇവരുടെ അങ്ങനെയല്ല. ഇവരുടെ തണ്ടിലും ഇലയിലും പീറ്റിയോളിലും ഫ്ലോറൽ പാർട്സിലും എല്ലാം നല്ല ഹെയർ നമുക്ക് കാണാൻ പറ്റും. തിക്ക് ഹെയർ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള സ്പീഷീസുകളെ എല്ലാം കൂടി ഒരു കൂട്ടമാക്കിയാണ് ടൊമൻഡോസെ എന്ന സെക്ഷൻ ആക്കിയിരിക്കുന്നത്. സബ് അമ്പല്ലേറ്റ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. ഓക്കെ, നമുക്ക് അമ്പല്ലേറ്റ് എന്ന് പറഞ്ഞ ഒരു ഇൻഫ്ലോറസൻസ് പൂങ്കുലയെ അടിസ്ഥാനമാക്കിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ പൂങ്കുല എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പോയിന്റിൽ നിന്നും ഒരേ ലെങ്ത് ഉള്ള പെഡിസൽ വന്നിട്ട് അല്ലെങ്കിൽ ഒരേ ലെങ്ത് ഉള്ള തണ്ടുകളിൽ ഉണ്ടാവുന്ന പൂക്കള് നല്ല മനോഹരമായ പൂങ്കുലകളാണ്. അങ്ങനെ വരുന്ന സബ് അമ്പല്ലേറ്റ്, അങ്ങനെ വരുന്ന പൂങ്കുലകൾ വരുന്ന ചെടികളെല്ലാം കൂടി ഒന്നിച്ചിട്ട് സെക്ഷൻ സബ് അമ്പല്ലേറ്റയിൽ അദ്ദേഹം പ്ലേസ് ചെയ്തു. ഓക്കെ, ഇനിയാണ് മൈക്രോസെപ്പാലെ. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ലാറ്ററൽ സെപ്പലിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ. ലാറ്ററൽ സെപ്പൽ നമ്മൾ കണ്ടു. പക്ഷെ ഈ സെക്ഷനിൽ വരുന്ന ഈ മൈക്രോസെപ്പാലെ എന്ന് പറഞ്ഞ സെക്ഷനിൽ വരുന്ന സ്പീഷീസുകൾക്കെല്ലാം ഈ സെപ്പൽ എന്ന് പറഞ്ഞാൽ കണ്ണിലിട്ട കുരുകുരുക്കുന്ന, അതായത് അത്രയും സ്മോൾ ആയിരിക്കും കേട്ടോ. നമുക്ക് അളവൊക്കെ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും, കാണാൻ പറ്റത്തില്ല, ചെറുതായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് മൈക്രോസെപ്പാലെ എന്ന സെക്ഷനിൽ അവരെ കൊണ്ട് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു സെക്ഷനാണ് റെസിമോസെ എന്ന് പറയുന്നത്. റെസിമോസെ എന്ന് പറഞ്ഞാലും റസീം എന്ന് പറയുന്ന ഒരു പൂങ്കുലയെ സംബന്ധിക്കുന്നത് തന്നെയാണ്. പൂങ്കുല എന്ന് പറയുമ്പോൾ നീളത്തിലൊരു പൂങ്കുല ഉണ്ടാവും. ആ പൂങ്കുലയുടെ താഴെ വിരിഞ്ഞ ഫ്ലവേഴ്സും മേളി വിരിയാനുള്ള മുട്ടുകളുമായിട്ടുള്ള റെസിമോസെ എന്ന സെക്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ 7 സെക്ഷനെ നോക്കി. ഇനി ഈ സെക്ഷൻ വൈസ് നമുക്ക് കാണാൻ സാധ്യതയുള്ള, നമുക്ക് പരിചയമുള്ള അല്ലെങ്കിൽ നമ്മൾ കാണാൻ സാധ്യതയുള്ള കുറച്ച് ബാലസന്മനെ നമ്മൾ അല്ലെങ്കിൽ ഇംപേഷ്യൻസിനെ നമ്മൾ നോക്കുകയാണ്. കാര്യം എല്ലാവരെയും കൂടി ഉൾപ്പെടുത്താൻ നമുക്ക് സമയപരിമിതി ഉണ്ട്. അതുപോലെ തന്നെ ഇതൊരു കടല് പോലത്തെ ഒരു സബ്ജക്റ്റ് ആണ്. അതിൽ എന്റെ കയ്യിൽ കോരാവുന്ന അത്ര അറിവുകൾ മാത്രമേ എനിക്ക് ഇതിനകത്തുനിന്ന് കോരിയെടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു സെക്ഷൻ സ്കാപ്പിജറയിലേക്ക് പോവാം. 35 സ്പീഷീസും ഒരു വെറൈറ്റിയുമാണ് ഈ ഒരു ഇംപേഷ്യൻസ് സെക്ഷൻ സ്കാപ്പിജറയിൽ കാണുന്നത്. 35 സ്പീഷീസ് നമ്മുടെ വെസ്റ്റേൺ ഘട്ടിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ 90% എൻഡമിസമാണ്. സദേൺ വെസ്റ്റേൺ ഘട്ടിലേക്ക് തന്നെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന കംഫർട്ട് സോൺ ആയിട്ടുള്ള ഒരു സ്പീഷീസുകളാണ് ഈ സ്കാപ്പിജറയിലുള്ളത് കൂടുതലായിട്ടും. അതിൽ നമ്മുടെ ഇംപേഷ്യൻ സ്കാപ്പിഫ്ലോറ മാത്രം ശ്രീലങ്കയിലോട്ടും കൂടെ അവര് അങ്ങോട്ടും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ അക്കൗളിസ് എന്ന് പറഞ്ഞ ഒരു സ്പീഷീസ് സെൻട്രൽ വെസ്റ്റേൺ ഘട്ടിൽ ഭാഗത്തേക്കും കൂടെ ഒന്ന് പോകുന്നുണ്ട്. ബാക്കി എല്ലാവരും തന്നെ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് സദേൺ വെസ്റ്റേൺ ഘട്ട് തന്നെയാണ്. അതിൽ വരുന്ന ഒരു മെയിൻ ഏറ്റവും
അതായത് സ്കാപ്പിജെറേ എന്ന സെക്ഷൻ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന, നമ്മളെല്ലാവരും കാണാൻ സാധ്യതയുള്ള ഹൈ റേഞ്ചസിൽ, വാഗമണിലേക്കായാലും കുമളി ആയാലും പരുന്തുംപാറ ആയാലും പൈതൽ മലയിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മളെ ആദ്യം വെൽക്കം ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളെ ആദ്യം കാണുന്ന, നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പോലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്പീഷീസ് ആണ് ഇംപേഷ്യൻ സ്കാപ്പിഫ്ലോറ. നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പാറക്കെട്ടുകൾ, മഴക്കാലത്ത് പാറക്കെട്ടുകൾ ഫുൾ ഇങ്ങനെ അലങ്കരിച്ച് നിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സുന്ദരിയാണ് ഇംപേഷ്യൻ സ്കാപ്പിഫ്ലോറ എന്ന് പറയുന്നത്. ഈ സ്കാപ്പിഫ്ലോറയെ നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് വെച്ചിട്ട് ഇതിനൊരു സ്റ്റാൻഡേർഡ് പെറ്റലുണ്ട്, പിന്നെ നമുക്ക് ലോബുണ്ട്. പക്ഷെ ഇവിടെ ഒരു ഇതുണ്ട്, നമുക്ക് ബേസൽ ലോബുണ്ട്, ഡിസ്റ്റൽ ലോബുണ്ട്. വേറൊരു ലോബും കൂടെ വന്നിരിക്കുന്നു അല്ലെ. ഇതിന് നമുക്കിപ്പം ബേസലും ഡിസ്റ്റലും പറഞ്ഞ സ്ഥിതിക്ക് നടുക്കുള്ളതിനെ മിഡിൽ ലോബ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ഇംപേഷ്യൻസിന്റെ വിങ് പെറ്റലിന്റെ ലോബിങ് ഓരോ സ്പീഷീസ് ടു സ്പീഷീസ് വ്യത്യാസപ്പെട്ടിരിക്കും. എപ്പോഴും 2 ലോബ് ആയിരിക്കത്തില്ല, 3 ലോബ് ഉള്ളതും 4 ലോബ് ഉള്ളതും ഒക്കെ കണ്ടീഷൻസ് വരും. ഓക്കെ, അപ്പൊ ലോബിങ് നിങ്ങൾ ഓർത്തിരിക്കുക. ഇംപേഷ്യൻസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമ്പം വിങ് പെറ്റലിന്റെ ലോബിങ്ങിന് വളരെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ അതിന്റെ ഇലയുടെ ക്യാരക്ടേഴ്സ് ഒന്നും ഒരിക്കലും നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. ഇലയുടെ ഷേപ്പ് എന്ന് പറയുന്നത് വട്ടമാകാം, അല്ലെങ്കിൽ അത് നീണ്ടു വരാം, അല്ലെങ്കിൽ ഹൃദയാകൃതിയാകാം. അതുപോലെ തന്നെ ഇലയുടെ കളർ പച്ചയാവാം, ചെറുതായിട്ടൊരു ബ്രൗണിഷ് കളർ പോലെ നമുക്ക് കാണിക്കാം. പൂവിന്റെ തണ്ട് ഇതുപോലെ തന്നെ പച്ച, ഒരു വൈറ്റ് ഷെയ്ഡ് വരാം, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള രീതി വരാം, ഒരു ബ്രൗണിഷ് കളർ കയറി വരാം. ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതൊന്നും കൊണ്ട് ഇംപേഷ്യൻ സ്കാപ്പിഫ്ലോറ അല്ലാതാവുന്നില്ല. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഈ കാണുന്ന പിങ്കിനേക്കാൾ കുറച്ചുകൂടെ കടുത്ത പിങ്കും നമ്മൾ കാണുന്നുണ്ട്. വളരെ ലൈറ്റ് ആയിട്ടുള്ള വൈറ്റ് ഫ്ലവേഴ്സും നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, വൈറ്റ് ടു ഡാർക്ക് പിങ്കിലേക്ക് ഒരു കളർ ഗ്രഡേഷൻ കൂടി നമ്മുടെ സ്കാപ്പിഫ്ലോറ കാണിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സ്കാപ്പിജെറയിലെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് നമുക്ക് ഇംപേഷ്യൻ സ്കാപ്പിഫ്ലോറനെ വെക്കാം. അതുപോലെ നമുക്ക് മറ്റൊരു സ്പീഷീസ് ആണ് ഇംപേഷ്യസ് അക്കോളിസ് അല്ലെ. ഇംപേഷ്യസ് സ്കാപ്പിഫ്ലോറയും അക്കോളിസും നമ്മളൊരു ബസ്സിൽ പോകുന്ന സമയത്ത് കാണുകയാണെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻ വരും, രണ്ടും ഒന്നല്ലേ എന്നൊരു കൺഫ്യൂഷൻ വരും. പക്ഷെ സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. ഇംപേഷ്യൻ സ്കാപ്പിഫ്ലോറയ്ക്ക് നമ്മൾ പറഞ്ഞ പോലെ ബേസൽ ലോബും ഡിസ്റ്റൽ ലോബും മിഡിൽ ലോബും ഉണ്ട് അല്ലെ. പക്ഷെ അക്കോളിസിന് എന്താണ്, ബേസൽ ലോബും ഡിസ്റ്റൽ ലോബും മാത്രമേ ഉള്ളൂ. അപ്പൊ അത് നല്ലൊരു ക്യാരക്ടറായി നമുക്ക് പിന്നെ അത് കൺഫ്യൂഷൻ വരാൻ വേണ്ടി ഒന്നുമില്ല. 2 ലോബുള്ളത് അക്കൗളീസ് ആണ്, 3 ലോബ് വരുന്നത് സ്കാപ്പിഫ്ലോറയാണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് വരെ കൺഫ്യൂഷൻസ് ഒന്നും നമുക്ക് വരാനില്ല. അപ്പൊ ലോബിങ് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി കുറച്ച് ചിത്രങ്ങൾ. ഇത് ഇംപേഷ്യൻസ് ബാർബറി ആണ് കേട്ടോ. ഇത് കർണാടക ഘട്ട്, നമ്മുടെ ബിസിലെ ഘട്ട്, അഗുംബെ അവിടെയൊക്കെ കാണുന്ന ഒരു ചെടിയാണ് ഇംപേഷ്യൻസ് ബാർബറി എന്ന് പറയുന്നത്. ഈ ബാർബറി നോക്കും, ഇപ്പൊ തന്നെ നിങ്ങൾ ഇംപേഷ്യൻസ് സ്കാപ്പിഫ്ലോറയും അക്കോളിസും കണ്ടാൽ നിങ്ങൾക്കറിയാം ഇതിനൊരു 3 ലോബ് രീതിയിലേക്ക് ഇതിന് വരുന്നുണ്ടെങ്കിലും ഇത് ഇംപേഷ്യൻസ് അക്കോളിസ് അല്ല, ഇംപേഷ്യൻസ് സ്കാപ്പിഫ്ലോറ അല്ല എന്ന് നിങ്ങൾക്ക് തന്നെ ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് അല്ലെ. കുറച്ചും കൂടെ ചെറിയ ഫ്ലവർ ആണ്, കുറച്ചും കൂടെ ലോബിങ്ങിന് വ്യത്യാസമുണ്ട്, ഒരു വൈറ്റ് ത്രോട്ടിൽ ഒരു യെല്ലോ പാച്ച് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ പല വ്യത്യാസങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സൈഡ് വ്യൂ വെച്ചിട്ടില്ല, സൈഡ് വ്യൂ സ്പർ വളരെ ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെ ഇതിനെ ഡിഫക്ട് ചെയ്താൽ നമുക്ക് നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഡോർസലോറിക്കിൾ, ഹുക്ക് പോലത്തെ ഡോർസലോറിക്കിൾ ഉണ്ടാവും. അപ്പം ഇത് ഈ 2 എണ്ണത്തിനേക്കാളും ഇത്ര അധികം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അടുത്തതാണ് ഇംപേഷ്യസ് ഡെൻഡ്രിക്കോള. നമ്മുടെ പൈതൽമല ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നിറയെ കാണാൻ പറ്റും. ശരിക്കും അതൊരു ഭയങ്കര ഫീലാണ്. നല്ല മഞ്ഞായിരിക്കും പൈതൽമലയിൽ. ആ സമയത്ത് നമ്മളിങ്ങനെ കയറി പോകുമ്പോഴേക്കും മഞ്ഞു മൂടിയ ആ ഒരു അന്തരീക്ഷത്തില് മരങ്ങളിൽ, ഈ ഡെൻഡ്രിക്കോളയ്ക്ക് മരങ്ങളിൽ ഇങ്ങനെ വളരാനാണ് ഇഷ്ടം കേട്ടോ. എപ്പിഫൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. മരങ്ങളുടെ മേളിൽ ഇങ്ങനെ ഫുൾ മോസസ്, ഫുൾ പച്ചപ്പില് ഇതിങ്ങനെ വളർന്നു നിൽക്കുന്നത്. എന്നിട്ട് വെള്ള ഫ്ലവർ, നല്ല ഭംഗിയുള്ള സ്പറുമാണ് ഇതിന്. അത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. അതിനുശേഷം ഇത് ഇംപേഷ്യൻസ് ലെവിഞ്ചി ശരിക്കും പറഞ്ഞാൽ കൂണൂർ, നമ്മുടെ നീൽഗിരീസിൽ കൂണൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കാണുന്ന ഒരു സ്പീഷീസ് ആണ്. അവിടെ മാത്രം ആ ഒരു സ്ഥലത്തേക്ക് മാത്രം കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ. അതുമല്ല, ഇത് നമുക്ക് നോക്കിയാൽ അറിയാം 3 ലോബിങ് വരുന്നുണ്ട് അല്ലെ. 3 ലോബ് വരുന്നുണ്ടെങ്കിലും അതിന്റെ സ്റ്റാൻഡേർഡ് കൊണ്ടും അതുപോലെ അതിന്റെ സ്പറിന്റെ ഒരു ആകൃതി കണ്ടോ, വളരെ ഡിഫറെന്റ് ആണ്. 3 ലോബ് ഉള്ളത് കൊണ്ട് നമുക്ക് ഒരിക്കലും ഇത് സ്കാപ്പിഫ്ലോറ ആണെന്നോ അല്ലെങ്കിൽ ബാർബറി ആണെന്നോ ഒന്നും തോന്നുന്നില്ല അല്ലെ. നമുക്ക് തന്നെ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഈ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും അല്ലെ, സ്കാപ്പിഫ്ലോറയും ഇതും തമ്മിൽ ഡിഫറെന്റ് ആണെന്ന്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ അതിന്റെ സ്പർ നല്ല ഡിഫറെന്റ് ആണ്, ലോബിങ് ഭയങ്കര ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ 35 അല്ലെങ്കിൽ 30
സ്പീഷീസുകൾ ഉൾപ്പെടുന്നതാണ് സ്കാപ്പിജെറ എന്ന് പറയുന്ന സെക്ഷൻ. പക്ഷെ നമുക്ക് എല്ലാ സെക്ഷനിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും പറയണമെങ്കിൽ നമുക്ക് ഈ 1 മണിക്കൂർ പോരാ. അതുകൊണ്ട് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ സ്ലൈഡിൽ ഞാൻ വെച്ചിട്ടുള്ളൂ. അടുത്തത് നമ്മൾ ഇംപേഷ്യൻസ് എപ്പിഫൈറ്റിക്കയിലേക്ക് പോവാണ്. എപ്പിഫൈറ്റിലേക്ക് പോകുമ്പോഴത്തേക്കും 8 സ്പീഷീസ് ആണ് കാണുന്നത്. 100% നമ്മുടെ സദേൺ വെസ്റ്റേൺ ഘട്ടിൽ മാത്രം കാണുന്നത്, എങ്ങോട്ടും പോകത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സ്പീഷീസുകളാണ് എപ്പിഫൈറ്റിക്കയിൽ ഉള്ളത്. ഓക്കെ, അതിലെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരാളാണ് ഇംപേഷ്യൻസ് പാരസൈറ്റിക്ക. ഓക്കെ, ഈ പേര് പുള്ളിക്ക് കിട്ടിയത്, പുള്ളി എപ്പിഫൈറ്റിക് ആണല്ലോ, എപ്പിഫൈറ്റ് ആണല്ലോ. അപ്പൊ മരത്തിന്റെ മേളിൽ ഇങ്ങനെ നല്ല ഫ്ലവർ ഒക്കെ ആയിട്ട് നിൽക്കുന്ന കണ്ടപ്പോ പാരസൈറ്റ് ആവാം എന്ന് വിചാരിച്ചിട്ടതാണ്. പക്ഷെ ആളൊരു ശുദ്ധഭാവമാണ്, ഒരു ജീവിക്കാൻ ഒരു ഇടം മാത്രം മതി. അപ്പൊ ഇതുപോലെ കാടിനുള്ളിലേക്ക് നമുക്ക് പോകുമ്പോൾ നമുക്ക് ഇത്രയും സന്തോഷം തരുന്ന ഒരു പ്ലാന്റ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്. കാര്യം ഇത് പൂത്ത് നിൽക്കുന്നതാണ് ഭയങ്കര സന്തോഷമാണ്. കാര്യം സ്വർണമോ അല്ലെങ്കിൽ വജ്രമോ വൈഡൂര്യോ ഒന്നും അല്ല. ഇതിങ്ങനെ ചുമന്ന കളറിൽ ഇങ്ങനെ ഈ മരം മൊത്തം ഇങ്ങനെ പച്ച മോസിനകത്ത് ഈ മരം മൊത്തം ഇങ്ങനെ പൂത്ത് കൊലകളായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ നമുക്ക് പഠിക്കാൻ വേണ്ടി പോലും അതിനകത്തുനിന്ന് ഒരു ട്വിഗ് ഒടിച്ചെടുക്കാൻ നമുക്ക് സങ്കടം വരും. നമുക്ക് പഠിക്കണമെങ്കിൽ അതിനകത്തുനിന്ന് ഒരു പൂവോ ഒരു തണ്ടോ ഒക്കെ ഒടിക്കണം. പക്ഷെ അതിന് പോലും നമുക്ക് തോന്നത്തില്ല. അങ്ങനെ ഒരു സ്പീഷീസ് ആണ് ഇംപേഷ്യൻസ് പാരസൈറ്റിക്ക. ഓക്കെ, പാരസൈറ്റിക്ക നോക്കുമ്പോൾ അതിന്റെ ഒരു ഫ്ലോറൽ സ്ട്രക്ചർ നമ്മൾ മുമ്പേ പറഞ്ഞതിനേക്കാളും കുറച്ചും കൂടെ ഒരു ഡിഫറെന്റ് ആണല്ലേ. ഒരു ഗ്രീനിഷ് കളറിൽ ഒരു സ്റ്റാൻഡേർഡ് വരുന്നത്. അതിനുശേഷം കണ്ടത് നമ്മുടെ യക്ഷിയുടെ പല്ല് പോലെ നല്ല ഒരു കട്ടിയുള്ള ഒരു ലോവർ സെപ്പലാണുള്ളത്. വിങ് പെറ്റൽ വളരെ ഒതുങ്ങിപ്പോയിരിക്കുകയാണ് കേട്ടോ. വിങ് പെറ്റൽ വളരെ കുഞ്ഞായിട്ട് ഗ്രീനിഷ് കളറിൽ ഇരിക്കുകയാണ്. ഇവിടുത്തെ മൊത്തം പവർ എന്ന് പറയുന്നത് സ്പറിനാണ് കേട്ടോ. നല്ല കളർഫുൾ ആയിട്ടുള്ള സ്പർ, നല്ല മെലിഞ്ഞിട്ട് നല്ല കളർഫുൾ, നല്ല റെഡ് കളറിൽ നിൽക്കുന്ന സ്പറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇംപേഷ്യൻസ് പാരസൈറ്റിക്ക നമുക്കറിയാം, നമ്മളിപ്പോ പറഞ്ഞു വളരെ നേർത്ത് ഇത് കണ്ടോ, ആ സ്പറിന്റെ അറ്റം എന്ന് പറഞ്ഞ് ഇങ്ങനെ വളഞ്ഞ് കേർവ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഇംപേഷ്യൻസ് പാരസൈറ്റിക്ക. ഓക്കെ, ഇനി മൂന്നാറൊക്കെ ഭാഗത്ത് ഇതിനെ ജെ ഫ്ലവർ എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. നമ്മൾ ഇതിനെ അന്വേഷിച്ച് പോകുമ്പോൾ അവരിനെ നമ്മൾ ഇംഗ്ലീഷ് ലെറ്റർ ജെ പോലെ ഇരിക്കുന്നതുകൊണ്ട് ജെ ഫ്ലവർ എന്നാണ് അവർ കോമൺ ആയിട്ട് ലോക്കലായിട്ട് അവർ. അടുത്ത ഒരു സ്പീഷീസ് ആണ് ഇംപേഷ്യൻസ് ജെറുഡോണി. ഓക്കെ, ജെറുഡോണി നമ്മുടെ പാരസൈറ്റിക്കിനെയും ഒറ്റ നോട്ടത്തിൽ കണ്ട അങ്ങനെ സംശയിക്കത്തില്ല. കാര്യം കൃത്യമായിട്ട് ജെറുഡോണി എന്ന് പറഞ്ഞ നല്ലൊരു കുടുക്കയാണ് അല്ലെ. ജോമി സാർ ഇതിനെ കുടുക്ക ബാൽസം എന്ന് പറയാറുണ്ട്. ശരിയാണ്, ആ പേര് അതിന് കറക്റ്റ് ആണ്. കാര്യം എന്തൊരു കുടുക്കയാണിത്. കാര്യം അതിന്റെ കണ്ടോ ആ മിഡിൽ പോർഷനിൽ നല്ല വീർത്ത് ഇൻഫ്ലേറ്റഡ് ആയിട്ടാണ് അല്ലെ സ്പർ ഇരിക്കുന്നത്. ബാക്കി ക്യാരക്ടേഴ്സ് ഒക്കെ നമ്മുടെ പാരസൈറ്റിക്കെ പോലെ ഇരുന്നാലും ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള അല്ലെ വീർത്തിരിക്കുന്ന ഒരു സ്പറിന്റെ മിഡിൽ പോർഷൻ അല്ലെ, സ്പറിന്റെ നടുക്ക് ഭാഗം നല്ല വീർത്താണ് ഇരിക്കുന്നത്. എന്നിട്ട് സ്പർ അങ്ങനെ കേർവ് ചെയ്യുന്നില്ല, അല്ലാത്ത രീതിയിൽ ഫേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇതാണ് ഇംപേഷ്യൻസ് ജെറുഡോണി. എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് ഇംപേഷ്യൻസ് പാരസൈറ്റിക്കും ജെറുഡോണിയും ഫീൽഡിൽ വെച്ച് കണ്ടാൽ മാറിപ്പോകാൻ സാധ്യത വളരെ കുറവാണ്. കൃത്യമായിട്ട് അവർക്ക് വ്യത്യാസങ്ങളുണ്ട്. ഒരേ കളറൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് അവർ അതിന്റെ വ്യത്യാസങ്ങൾ കാണിക്കാറുണ്ട്. ഓക്കെ, ഇനി ഒരു സ്പീഷീസ് ആണ് ഇംപേഷ്യൻസ് വയലേഷ്യ. അത് ഭയങ്കര VIP ആയിട്ടുള്ള ഒരാളാണ്. കാര്യം അത് നമുക്ക് ഇതിനെ കാണണമെങ്കിൽ നമ്മൾ ഇടുക്കിയിലെ പെട്ടിമുടിയിൽ ഇടമലക്കുടിയിലേക്കുള്ള ആ ഒരു നടത്തത്തിൽ അല്ല, ആ ഒരു ട്രക്കിങ്ങിൽ മാത്രമേ നമുക്ക് ഇതിനെ കാണാൻ പറ്റുള്ളൂ. വേറെ ഒരു സ്ഥലത്ത് നമ്മൾ കാണത്തില്ല. നമുക്ക് പെട്ടിമുടി പോയി താഴേക്ക് ഇറങ്ങി നടന്നാൽ മാത്രമേ ഇതിനെ കാണാൻ പറ്റുള്ളൂ. വയലേഷ്യ പേര് വന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഇതിന്റെ ഇമേജിൽ നിന്ന് തന്നെ വ്യക്തമാണ്, ഇതിന്റെ ഒരു കളറിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അപ്പം ഇതാണ് ഇംപേഷ്യൻസ് വയലേഷ്യ. ഇനിയും സ്പീഷീസുകൾ ഇതിനകത്തുണ്ട്. പക്ഷെ നമ്മൾ കോമൺ ആയിട്ടും ഇവരുടെ ഒരു ഫ്ലോറൽ സ്ട്രക്ചർ, ഇനിയിപ്പോ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് തീർച്ചയായും ഒരു ഫീൽഡ് പോയാൽ അല്ലെങ്കിൽ ഒരു യാത്ര ചെയ്താൽ എപ്പിഫൈറ്റിക് മെമ്പേഴ്സിനെ കണ്ടാൽ തീർച്ചയായും ഇത് ഇന്ന സെക്ഷൻ ആണ്, ഇംപേഷ്യൻസിൽ ഇന്ന സെക്ഷൻ ആണെന്ന് പറയാൻ നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തത് നമ്മൾ ഇംപേഷ്യൻസ് സെക്ഷൻ ആനുവയിലേക്ക് വരാണ്. ആനുവയിൽ വരുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വളരെയധികം നമ്മുടെ കിളികൾ പറത്തുന്ന ഒരു സെക്ഷനാണ് ആനുവേ എന്ന് പറയുന്നത്. സെക്ഷൻ ആനുവേ 65 സ്പീഷീസ് ആണ് ഉള്ളത്. ചിലപ്പോൾ ഞാനിത് പറഞ്ഞു തീരുമ്പോഴേക്കും ഇത് 70 75 ആയിട്ട് മാറാം. അത്രയധികം ന്യൂ സ്പീഷീസുകൾ വരികയും അത്രയധികം ഇവല്യൂഷൻ സംഭവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെക്ഷനാണ് സെക്ഷൻ ആനുവേ എന്ന് പറയുന്നത്.
അതിലെ ഏറ്റവും ഈ സെക്ഷൻ ആനുവേ ഇത്രയും എന്താ പറയാ നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കും, അല്ലെങ്കിൽ നമ്മളെ ഭയങ്കര കൺഫ്യൂഷൻ ആക്കും എന്ന് പറഞ്ഞല്ലോ. അതിൽ ഏറ്റവും അതിൽ മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് ഇംപേഷ്യൻസ് ഹെർബിക്കോള. ഹെർബുകളുടെ ഇടയ്ക്ക് ഗ്രാസ് ലാൻഡിൽ കാണുന്ന ഒരാളാണ്. ഇപ്പൊ നമ്മൾ വാഗമണ്ണ് പോയാലും പരുന്തുംപാറ പോയാലും അല്ലെങ്കിൽ പൈതൽമല പോയാലും നമ്മൾ എവിടെ ഗ്രാസ് ലാൻഡിൽ പോയാലും മസ്റ്റ് ആയിട്ട് തീർച്ചയായും ഹെർബിക്കോള അവിടെ കാണും, ഉറപ്പാണ്. അതായത് ഗ്രാസ് ലാൻഡുകളിൽ ജീവിക്കാൻ അത്രയേറെ ഇഷ്ടപ്പെടുന്ന ഒരു കുഞ്ഞു ബാൽസമാണ് നമ്മുടെ ഇംപേഷ്യൻസ് ഹെർബിക്കോള. പുള്ളിക്കാരിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വേഷം മാറും. അതായത് ഒരു ഇപ്പൊ നമ്മുടെ സ്റ്റാപ്പിഫ്ലോറ നമ്മൾ പറഞ്ഞു പിങ്ക് ടു വൈറ്റ് ഒരു ഗ്രഡേഷൻ വരും. ഇത് അങ്ങനെയൊന്നും അല്ല. ഇത് പിങ്ക്, ലൈലാക്ക്, അതുപോലെ തന്നെ യെല്ലോ ഷെയ്ഡ്സ്, ക്രീം, എന്തൊക്കെ കളർ ഡിഫറൻസ് കാണിക്കുന്നറിയോ? ഒരു ചെടിയിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് 2 കളർ, ഒരു പോപ്പുലേഷനിൽ തന്നെ പല കളർ മാത്രമല്ല അതിന്റെ ഒരു സൈസ് വ്യത്യാസപ്പെടുന്നുണ്ട്. അതുപോലെ സ്പർ ഇല്ല എന്നാണ് ഹെർബിക്കോളയ്ക്ക് പറയുന്നത്. ചിലപ്പോ ഒക്കെ ചെറിയൊരു സ്പർ പോലെ കാണിക്കും, ചിലപ്പോ ഒക്കെ അത് ചിലപ്പോ ആ ഒരു ചെടിയിൽ തന്നെ സ്പർ ചെറുതായിട്ട് ഉള്ളതും ഉണ്ടാവും, ഇല്ലാത്തതും ഉണ്ടാവും. ഓക്കെ, അത്രയധികം വേരിയേഷൻ കാണിക്കുന്ന, അത്രയധികം എന്താ പറയാ, അത്രയധികം ഇവല്യൂഷൻ കാണിക്കുന്ന ഒരു, അല്ലെങ്കിൽ ഇവോൾവ് ചെയ്യാൻ മറ്റെന്തെങ്കിലുമായി മാറാനോ എന്തിനോ വെമ്പുന്ന ഒരു സ്പീഷീസ് ആണ് ഇംപേഷ്യൻസ് ഹെർബിക്കോള എന്ന് പറയുന്നത്. ഏറ്റവും അധികം നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കും. ഇപ്പോൾ വാഗമണ്ണിൽ നമ്മൾ ഹെർബിക്കോള എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഹെർബിക്കോള പഠിക്കാൻ വേണ്ടി മാത്രം പോയാൽ എനിക്ക് തോന്നുന്നത് ഈ 6 വർഷവും അവിടെ തന്നെ പോയി കളക്ട് ചെയ്യാൻ തക്ക ഹെർബിക്കോളയുടെ വേരിയേഷൻസ് ഉണ്ട്. കളറിനായാലും സൈസിനായാലും. ലീഫ് ഒന്നും നമുക്ക് ഇതിന്റെ ക്യാരക്ടറായിട്ട് എടുക്കാനേ പറ്റത്തില്ല. കാര്യം ലീഫിന്റെ ഒക്കെ സൈസ് ആയാലും ഷേപ്പ് ആയാലും എല്ലാം ഡിഫറെന്റ് ആണ്. ആകെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലീഫ് ആണ് എന്നൊരു കാര്യം മാത്രം നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റും. ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും മാറിക്കൊണ്ടിരിക്കുന്ന, നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഒരു കുസൃതി കുടുക്കയായിട്ടാണ് നമുക്ക്. കുഞ്ഞനാണ് കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായും ഒരു ഗ്രാസ് ലാൻഡിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നിങ്ങൾ നോക്കണം, പുല്ലുകൾക്കിടയിലൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്പീഷീസ് ആണ് ഇംപേഷ്യൻസ് ഹെർബിക്കോള. അടുത്തത് ഇംപേഷ്യൻസ് പല്ലിഡിഫ്ലോറയാണ്. ഇംപേഷ്യൻസ് പല്ലിഡിഫ്ലോറ മൂന്നാർ ഭാഗം, ലക്കം ഭാഗത്തൊക്കെയാണ് കൂടുതലായിട്ടും കാണുന്നത്. ഇവരെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഫ്രണ്ട് വ്യൂ ഒക്കെ കണ്ട നമ്മുടെ ഇംപേഷ്യൻസ് ചൈനൻസിസ് ഒക്കെ പോലെ വേറെ പല സെക്ഷൻ ആനുവയിലെ പല മെമ്പേഴ്സിനെ പോലെ നമുക്ക് തോന്നും. പക്ഷെ നമുക്ക് ഒരു സൈഡ് വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. വളരെ വലിയ ഒരു സ്പർ ഇതിനുണ്ട്. ഒരു യെല്ലോ ഷെയ്ഡ് വരുന്ന ഒരു സ്പറാണ് ഇതിനുള്ളത്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഹെയർ ഉണ്ട് ഇതിന്. നല്ല രീതിയിൽ ഒരു ഹെയർ കാണിക്കുന്ന ആളാണ് പല്ലിഡിഫ്ലോറ. അപ്പൊ തീർച്ചയായും നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനെ സ്പറും ബാക്കിയുള്ള ക്യാരക്ടേഴ്സും കാണും. അപ്പൊ തിരിച്ചറിയാൻ പറ്റും. ഇപ്പൊ ഒരു ഫ്രണ്ട് വ്യൂ കണ്ടാൽ നമുക്ക് ഒരിക്കലും പല്ലിഡിഫ്ലോറ ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഒരു ഫ്രണ്ട് വ്യൂ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഇത് ഏതാണെന്ന് നമുക്ക് തീർച്ചപ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷെ ഒരു സൈഡ് വ്യൂ നമുക്ക് കണ്ടാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പല്ലിഡിഫ്ലോറ ആണെന്ന് ഉറപ്പിക്കാൻ പറ്റും. ഇനി പിന്നെ നമ്മൾ ലക്കത്തു നിന്നൊക്കെ കിട്ടിയതാണെന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ഗസ് ചെയ്യാം പല്ലിഡിഫ്ലോറ ആകുമെന്ന്. പക്ഷെ എങ്കിൽ പോലും നമുക്കൊരു ഫ്രണ്ട് വ്യൂവും ഒരു സൈഡ് വ്യൂവും ഉണ്ടെങ്കിൽ മാത്രമേ പല്ലിഡിഫ്ലോറയെ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്തത് നമ്മുടെ ഇംപേഷ്യൻസ് ചൈനൻസിസ് ആണ് കേട്ടോ. ഇംപേഷ്യൻസ് ചൈനൻസിസ് നമ്മൾ പൈതൽ മലയ്ക്കൊക്കെ പോകുമ്പോഴത്തേക്ക് താഴെയെല്ലാം നന്നായിട്ടുണ്ട്. തിരിച്ച് അതുപോലത്തെ പ്രദേശങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സ്പീഷീസ് ആണ് ഇംപേഷ്യൻസ് ചൈനൻസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഫ്ലവർ ആണ്. നമ്മുടെ റോബിൻസും ജോർജിയേട്ടന്റെ ഒക്കെ സ്ഥിരം വേട്ട മൃഗങ്ങളാണ്. എപ്പോഴും ഫോട്ടോ എടുക്കുന്ന, അവര് പൈതൽമലയിൽ എപ്പോഴും പോവാറുണ്ട്, എപ്പോഴും ഫോട്ടോ എടുക്കുന്ന ആളുകളാണ്. അപ്പം ഈ ഇംപേഷ്യൻസ് ചൈനൻസിസ് ഇവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് ലാറ്ററൽ സെപ്പലൊക്കെ കാണാം കേട്ടോ. ഈ ഇമേജിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ലാറ്ററൽ സെപ്പൽ കൃത്യമായിട്ട് കാണാം. നല്ല ആനക്കൊമ്പ് പോലത്തെ ഒരു സ്പർ കാണാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ലിപ്പിന്റെ ആ ഒരു പോർഷൻ കാണാം. ലിപ്പിൽ നിന്ന് ആ സ്പർ ഇങ്ങനെ വരുന്നത് നമുക്ക് കൃത്യമായിട്ട് കാണാം. ഓക്കെ, ഇതാണ് ഇംപേഷ്യൻസ് ചൈനൻസിസ്. ഓക്കെ, ഇനി നമ്മുടെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സെക്ഷൻ ആനുവയിൽ വരുന്ന ഒരു മെമ്പറാണ് ഇംപേഷ്യൻസ് മൈനർ എന്ന് പറയുന്നത്. ഓക്കെ, മൈനർ എനിക്ക് തോന്നുന്നു കോട്ടയത്ത് അങ്ങനെ സിറ്റിയിലോട്ടില്ല, പക്ഷെ തൃശ്ശൂരൊക്കെ തൊട്ട് നാട്ടിൻ പ്രദേശങ്ങളിലും എല്ലാം, തൃശ്ശൂര് കോഴിക്കോട് ഭാഗത്തൊക്കെ നാട്ടിൻ പ്രദേശങ്ങളിലും കാണുന്ന ഒരു സ്പീഷീസ് ആണ് ഇംപേഷ്യൻസ് മൈനർ എന്ന് പറയുന്നത്. വളരെ ചെറുതാണ് ആള്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതുപോലെ ചെങ്കൽ കുന്നുകളിലും എവിടെയും വളരും. മതിലിന്റെ പുറത്ത് വളരണോ അവിടെ വളരും, ആസ്പെറ്റോസിന്റെ മുകളിൽ വളരണോ അവിടെ വളരും. എവിടെ വേണമെങ്കിലും ഒരിറ്റു സ്ഥലം കിട്ടിയാൽ വളരുന്ന രീതിയിൽ കാണിക്കുന്ന ഒരു സ്പീഷീസ് ആണ് ഇംപേഷ്യൻസ് മൈനർ എന്ന് പറയുന്നത്. പുള്ളിക്കാരിയുടെയും ലീഫ് ഓപ്പോസിറ്റ് ആണെന്നുള്ള ഒരു ഫോം മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം, അതായത് ലീഫിന്റെ ഷേപ്പ് ഒന്നും നമുക്ക് ഒരു കാലത്തും വിശ്വസിക്കാൻ പറ്റത്തില്ല. നിന്ന നിപ്പിൽ മാറ്റിക്കളയും.
അതുപോലെ തന്നെ അവർക്ക് ഇങ്ങനെ ഒരു ഗ്ലാൻഡ് ഉണ്ട്, അവരുടെ ലീഫിന്റെ അറ്റത്ത് ഇങ്ങനെ ഒരു ഗ്ലാൻഡുകളുണ്ട്. ഈ ഗ്ലാൻഡുകളായാലും നമുക്ക് എന്താണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാര്യം അത് അതിന്റെ നമ്പർ കൂടുകയും കുറയുകയും ഇല്ലാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഇംപേഷ്യൻസ് മൈനർ എനിക്ക് തോന്നുന്നു എല്ലാവരും കാണാൻ വളരെയധികം സാധ്യതയുള്ള ഒരു സ്പീഷീസ് ആണ്. നാട്ടിൻപുറങ്ങളിൽ കാണാറുണ്ട്. ഇനി അടുത്ത നമ്മൾ സെക്ഷൻ ആനുവൽ പറയുമ്പോൾ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ്, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, കാണണം എന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അഭിലാഷമാണ്. അതായത് നമ്മുടെ കാസ് പീഠഭൂമി അല്ലെ, മഹാരാഷ്ട്ര സതാര കാസ് പീഠഭൂമിനെ ഇങ്ങനെ മനോഹരമാക്കി. ഇനിയിപ്പോ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറിലേക്ക് പോകുമ്പോൾ ഈ രീതിയിലാണ് ആ പീഠഭൂമി നിറയെ ഇങ്ങനെ ഒരു പിങ്ക് കടലായി മാറുകയാണ് കേട്ടോ. ഈ പിങ്ക് കടലായി മാറുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഇംപേഷ്യൻസ് സ്പീഷീസുകളാണ് കേട്ടോ ഏറ്റവും അധികമാക്കുന്നത്. പിന്നെ ഇരപിടിയൻ ചെടികളും ഉണ്ട്. ഏറ്റവും കൂടുതൽ സിംഹഭാഗവും ഇതിനകത്ത് ഇംപേഷ്യൻസ് ലോവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പീഷീസ് ആണുള്ളത്. ഇംപേഷ്യൻസ് ലോവി ഭയങ്കര സുന്ദരിയാണ്. എനിക്ക് തീർച്ചയായും ഇതിനെ കാണാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്രമേൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടുമെന്നല്ല. അപ്പൊ എന്തായാലും ഞാൻ ഇവിടെ പോകും. കാര്യം ഇത് ആദ്യം ഞാൻ കണ്ടത് ജോമി സാറിന്റെ ഒരു പ്രസന്റേഷനിൽ സാറ് പോയിട്ടുണ്ട്. അപ്പൊ സാർ ഇങ്ങനെ പറഞ്ഞു, ഒരു മനുഷ്യായുസിൽ നമ്മൾ കാണേണ്ട ഒരു കാഴ്ചയാണെന്ന് പറഞ്ഞു സാറ്. അന്നത് ആ പ്രസന്റേഷൻ കേട്ട അന്ന് മുതൽ ഞാൻ ആഗ്രഹിക്കുന്നതാണ് ഇവിടെ പോകണമെന്ന്. ഇതുവരെ പറ്റിയില്ല, പക്ഷെ തീർച്ചയായും ഞാൻ പോകും. എന്റെ ആഗ്രഹം കെട്ടടങ്ങിയിട്ടില്ല. തീർച്ചയായും എനിക്കിത് പോകണം, നേരിട്ട് കാണണം, എന്റെ കണ്ണുകളിൽ ഇതിങ്ങനെ പകർത്തണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. നിങ്ങളും പറ്റുന്നവരൊക്കെ പോകണം. ഇത് ജീവിതത്തിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയായിരിക്കും. ഇങ്ങനെ സുന്ദരിയാക്കുന്നത് ഇംപേഷ്യൻസ് ലോവിയാണ് കേട്ടോ. ലോവിയാണ് ഈ നമ്മുടെ നോർത്തേൺ വെസ്റ്റേൺ ഘട്ടിന്റെ ഈ മനോഹരിതയ്ക്ക് കാരണമായിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്. ഇനി സെക്ഷൻ ആനുവൽ നമുക്കറിയാം കുറെ അധികം പറയാനുണ്ട്. 65 സ്പീഷീസ് ആണ്. അത് മൊത്തം നമുക്ക് പറയാനായിട്ട് ഒരു മണിക്കൂർ കൊണ്ട് പറ്റാത്തത് കൊണ്ട് ഞാൻ അടുത്തതിലേക്ക് പോവാണ്. എനിക്ക് പറയാൻ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ സമയപരിമിതി കൊണ്ടും എല്ലാ സെക്ഷനും നമുക്ക് കവർ ചെയ്യേണ്ടതുകൊണ്ടും ഞാൻ അടുത്തതിലേക്ക് പോവാണ്. ഇംപേഷ്യൻസ് സെക്ഷൻ മൈക്രോസെപ്പാലെ. ഓക്കെ, 16 സ്പീഷീസുകളാണ് ഇതിൽ വരുന്നത്. ഇനി ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ് ഇംപേഷ്യൻസ് ഡാസിസ്പെർമ എന്ന് പറയുന്നത്. ഇംപേഷ്യൻസ് ഡാസിസ്പെർമ എന്ന് പറയുന്നത് നമ്മുടെ കോമൺ ആയിട്ട് ഈ BC മാഷ് തുടക്കത്തിൽ പറഞ്ഞ പോലെ ഓണപ്പൂവെന്ന് പറയാൻ സാധ്യതയുള്ള ഒരു ചെടി തന്നെയാണ്. നാട്ടിൻ പുറങ്ങളിൽ കാണുന്ന ഒരു ചെടി തന്നെയാണ് ഇംപേഷ്യൻസ് ഡാസിസ്പെർമ എന്ന് പറയുന്നത്. നമ്മുടെ ഓണത്തോടനുബന്ധിച്ചാണല്ലോ വരുന്ന. കാര്യം മൺസൂൺ മഴക്കാലത്ത് ആണ് ഇംപേഷ്യൻസ് വരിക. നമുക്കറിയാം മഴക്കാലത്തോടുകൂടി വന്ന മഴക്കാലം തീരുന്നതോടുകൂടി പോകുന്ന മനോഹരമായ കാഴ്ചകൾ ഒരുക്കുന്ന ഇംപേഷ്യൻസ്. അതിലെ നാട്ടിൻപുറങ്ങളിൽ കാണാവുന്ന ഒരു സ്പീഷീസ് ആണ് ഇംപേഷ്യൻസ് ഡാസിസ്പെർമ. ഇവയ്ക്കും നമ്മൾ പറഞ്ഞതുപോലെ ഒരു നല്ല രീതിയിൽ ഒരു സ്റ്റാൻഡേർഡ് പെറ്റൽ ഉണ്ട്, വിങ് പെറ്റൽ ഉണ്ട്. ഇവരുടെ സെപ്പൽ വളരെ ചെറുതായിരിക്കും മൈക്രോസെപ്പാലയിൽ. അതുകൊണ്ടാണ് ഇവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ലോ ഓൾട്ടിറ്റ്യൂഡ് അധികം ഒരു ലോ ഓൾട്ടിറ്റ്യൂഡിൽ തന്നെ ഇവർ കാണാറുണ്ട്. ഇപ്പം കോട്ടയം ഡിസ്ട്രിക്ട് എടുത്തു കഴിഞ്ഞാൽ മുണ്ടക്കയം അല്ലെങ്കിൽ വാഗമണ്ണിലേക്ക് തീക്കോയി ഒക്കെ തൊട്ട് തന്നെ നമുക്ക് ഈ ഡാസിസ്പെർമയെ കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു പാലാ ഭാഗത്തും ഞാൻ ഇതിനെ കണ്ടിട്ടുണ്ട്. അപ്പം ഡാസിസ്പെർമ അത്രയും കോമൺ ആയിട്ട് അത്ര ലോ ഓൾട്ടിറ്റ്യൂഡിൽ വളരാൻ ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്പീഷീസ് ആണ്. ഇനി അടുത്ത ഇംപേഷ്യൻസ് ലെഷ്നോൾട്ടി. ഇംപേഷ്യൻസ് ലെഷ്നോൾട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ മൈക്രോസെപ്പാലെ വരികയാണ്. ഇവരുടെ ഒരു വൈറ്റ് കളർ, നല്ല ഭംഗിയുള്ള കളറാണ്. ചിലപ്പോൾ അവർക്ക് ഒരു വൈറ്റിൽ ഒരു പിങ്ക് റെഡിഷ് കളർ ഇങ്ങനെ ഇവിടെ വരാറുണ്ട്. അതുപോലെ ഇവരുടെ സ്പറിനൊരു യെല്ലോയിഷ് കളറാണ്. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഇംപേഷ്യൻസിന് അത്ര ഇഷ്ടമില്ലാത്തൊരു കളറാണെന്ന് തോന്നുന്നു യെല്ലോയിൽ ആരും തന്നെ അങ്ങനെ നിൽക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്പർ യെല്ലോയിഷ് ആയതുകൊണ്ട് നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പം ഉണ്ടാവും. യെല്ലോ കളറുകൾ വളരെ കുറവാണ് സൗത്ത് ഇന്ത്യൻ ഇംപേഷ്യൻസ് എടുക്കുക. അവർക്ക് വൈറ്റും പിങ്കും റെഡും ഒക്കെയാണ് ഒന്നും കൂടി കൂടുതൽ ഇഷ്ടം. അപ്പൊ ഇതാണ് ഇംപേഷ്യൻസ് ലെഷ്നോൾട്ടി. ഈ മൈക്രോസെപ്പാലയിലൊക്കെ വരുന്നത് കുറച്ചും കൂടി ഒരു ഹെർബിൽ നിന്ന് കുറച്ചുകൂടി ഒരു ഷ്രബ് ഫോമിലേക്ക് നമ്മുടെയൊക്കെ അത്രയും ഏകദേശം പൊക്കത്തിലൊക്കെ വളരുന്ന രീതിയിലുള്ള സ്പീഷീസുകളാണ് കൂടുതലും ഉള്ളത്. ലെഷ്നോൾട്ടിയും അങ്ങനെയൊക്കെ തന്നെയാണ്. കുറച്ച് വലിപ്പം വെക്കുന്ന സ്പീഷീസുകളാണ് ഇംപേഷ്യൻസ് ലെഷ്നോൾട്ടിയും. ഓക്കെ, അടുത്തതാണ് ഇംപേഷ്യൻസ് കസ്പിഡേറ്റ കേട്ടോ. ഈ കസ്പിഡേറ്റ നോക്കുമ്പോൾ സ്റ്റാൻഡേർഡ് നോക്കി എന്ത് വലുതാണെന്ന് നോക്കി. കസ്പിഡേറ്റ കണ്ട തിരിച്ചറിയാൻ എളുപ്പമാണ് അല്ലെ. സ്റ്റാൻഡേർഡ് അത്രയും വലുതാണ്. ശരിക്കും ഇതിനകത്ത് വിങ് പെറ്റൽ വളരെ ചെറുതായിപ്പോയി. അതെന്ത് പറ്റിയെന്ന് അറിയില്ല. അപ്പം കസ്പിഡേറ്റ അങ്ങനെ ഒരു പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലേ. കസ്പിഡേറ്റ വളരെയധികം മനോഹരിയായിട്ടാണ് ഇരിക്കുന്നത്. സ്റ്റാൻഡേർഡ് പെറ്റല് ഭയങ്കരമായിട്ട് വലുതാണ്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് കസ്പിഡേറ്റനെ ഫീൽഡിൽ തിരിച്ചറിയാൻ പറ്റും. ഓക്കെ,
അടുത്തത് അപ്പൊ ഇനിയും ഒരുപാടെണ്ണം ഉണ്ട്. പെൻഡുല അങ്ങനെ, അല്ലെങ്കിൽ ഒരുപാട് അങ്ങനത്തെ സ്പീഷീസുകളുണ്ട്. പക്ഷെ നമ്മളെല്ലാം ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അറിയാലോ. അപ്പൊ അടുത്തത് ഇംപേഷ്യൻസ് സെക്ഷൻ ടൊമൻഡോസയിലേക്കാണ് വരുന്നത്. ടൊമൻഡോസ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതിന്റെ 6 സ്പീഷീസ് ആണ് വരുന്നത്. ടൊമാറ്റോസ് നമ്മൾ പറഞ്ഞു അതിന്റെ ലീഫിലും അതിന്റെ സ്റ്റെമ്മിലും അതിന്റെ ഫ്ലോറൽ പാർട്സിലും ഒക്കെ ഭയങ്കര ഹെയർസ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജോർജിയേട്ടനൊക്കെ അഗസ്ത്യമലയിൽ നമ്മുടെ നടത്തത്തിന് പോയിരുന്നു. അന്നേരം എടുത്തേക്കുന്ന ഒരു ഫോട്ടോ, നമ്മുടെ ജോർജിയേട്ടൻ എടുത്തേക്കുന്ന ഒരു ഫോട്ടോയാണിത്. ഇംപേഷ്യൻസ് ഹെൻസ്ലോവിയാനയാണ് കേട്ടോ ഇത്. അപ്പം ഇതാണ് ഇംപേഷ്യൻസ് ഹെൻസ്ലോവിയാനയുടെ ഒരു ക്ലോസപ്പ്, ഒരു ഫ്ലവറിന്റെ ഫോട്ടോ. നമുക്കിവിടെ കണ്ടാൽ തന്നെ നമുക്ക് അറിയാം. ഇവിടെയൊക്കെ കണ്ടോ നല്ല ഹെയർസ് നമുക്ക് കാണാം. ഈ സ്പറിനൊക്കെ ഇവിടെ ഹെയർസ് നന്നായിട്ട് കാണാം. ഓക്കെ, നല്ല രീതിയിൽ ഹെയർ ഉള്ള ഒരു സ്പീഷീസ് ആണ്, നല്ല വലിപ്പമുള്ള ഒരു സ്പീഷീസ് ആണ്. മൂന്നാർ ഭാഗത്തും ഇത് കാണാറുണ്ട്. നമ്മുടെ മറയൂരിലേക്കൊക്കെ പോണ വഴി സൈഡിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്പീഷീസ് ആണ് കേട്ടോ. നമുക്ക് ഈസിലി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഇത് നമ്മൾ സെപ്റ്റംബർ മാസത്തൊക്കെ നമ്മൾ പോയിട്ട് ഇതിന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഇതിന് നല്ല വലിയ ഫ്രൂട്ടാണ് കേട്ടോ, നല്ല വലുപ്പമുള്ള ഫ്രൂട്ടാണ്. നമ്മൾ ശരിക്കും ക്ലോസ് ആയിട്ടൊന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാറ്റടിക്കുമ്പോൾ ഇതിന്റെ ഫ്രൂട്ട് പൊട്ടുന്ന ടപ്പേന്ന് പൊട്ടുന്ന ഒച്ച നമുക്ക് കേൾക്കാൻ പറ്റും. നല്ല രസമാണ്. വണ്ടിയൊന്നും അധികം പോവാത്തതുകൊണ്ട് നമുക്ക് നല്ലതായിട്ട് കേൾക്കാൻ പറ്റും. കാറ്റടിക്കുമ്പോൾ ഈ ഫ്രൂട്ട് പൊട്ടുന്ന ടപ്പേന്നുള്ള സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അത്രയ്ക്ക് വലുതുമാണ്, അത്രയ്ക്ക് പ്രഷറിലാണ് അത് പൊട്ടുന്നതെന്നുള്ളത്. നമ്മൾ തൊടുവൊന്നും വേണ്ട, കാറ്റടിച്ചിട്ട് പൊട്ടുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ ഒരു ഫ്രൂട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അത് ഇങ്ങനെ ഒടിച്ചെടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ അത് പൊട്ടിയിട്ട് 4 പാടും തെറിച്ച് പോകുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇംപേഷ്യൻസ് ഹെൻസ്ലോവിയാന അങ്ങനെ ഒരാളാണ്. വൈറ്റ് കളർ ടു പിങ്ക്, ഒരു ലൈറ്റ് പിങ്കിലേക്ക് ഇതിന്റെ ഫ്ലവർ പോവാറുണ്ട് കേട്ടോ. ഇനി അടുത്ത ഒന്നാണ് ഇംപേഷ്യൻസ് ഫ്രൂട്ടിക്കോസ. ഇംപേഷ്യൻസ് ഫ്രൂട്ടിക്കോസ ഈ പറഞ്ഞതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, നല്ല രീതിയിൽ ഹെയർസ് ഉള്ള, നീൽഗിരി ഭാഗത്തൊക്കെ കോമൺ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതുവരെ ഇവിടുന്ന് ഫ്രൂട്ടിക്കോസ അങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. മെയിനായിട്ട് നീൽഗിരി ഭാഗത്തൊക്കെയാണ്, തമിഴ്നാട് ആ ഒരു ഭാഗത്താണ് ഫ്രൂട്ടിക്കോസ വളരെയധികം. നമുക്കിവിടെ ഹെൻസ്ലോവിയാന കൂടുതലാണ്, അവിടെ ഫ്രൂട്ടിക്കോസയാണ് മെയിൻ ആയിട്ടും ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്പീഷീസ്. ഇതുപോലെ ഈ ഫോറസ്റ്റിന്റെ അല്ലെങ്കിൽ ഷോലയുടെ ഒക്കെ മാർജിനിൽ വഴി സൈഡിൽ തന്നെ നമുക്കിത് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് ഒടിക്കുമ്പോഴത്തേക്ക് ഒരു കറ പോലെ ഒരു സംഭവം കിട്ടും കേട്ടോ, ഒരു കറ പോലെ ഉണ്ട് ഇതിനെ ഒടിക്കുമ്പോഴത്തേക്ക്. പിന്നെ ഇതിന്റെ പെക്യുലിയർ ഒരു ഫ്ലവർ, ഒരു പെക്യുലിയർ ഒരു ക്യാരക്ടർ കാണിക്കുന്നുണ്ടല്ലേ, ഒരു ഷേപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇതിപ്പം വാടിയത് കൊണ്ട് ഇങ്ങനെ ആയിരിക്കുന്നതല്ല, ഇതിന്റെ ഫ്ലവർ ഷേപ്പ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ തന്നെയാണ് ഇതിന്റെ പെറ്റൽസ് ഒക്കെ ഇരിക്കുന്നത്. കുറച്ച് അടക്കം ഒതുക്കമുള്ള ആളാണെന്ന് തോന്നുന്നു. ഇനി അടുത്തതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരാളാണ് ഇംപേഷ്യസ് മൺട്രോണി എന്ന് പറഞ്ഞിട്ടുള്ള ഇയാൾ. ഭയങ്കര VIP ആണ്. നമുക്ക് അങ്ങനെ വഴി സൈഡിലോ ഷോലയിലോ ഒന്നും നമുക്ക് കണ്ടെത്താൻ പറ്റൂല. നമ്മൾ ഇതിനെ കാണണമെങ്കിൽ ഇതിനു വേണ്ടി നമ്മൾ പാലക്കാട് സിസ്പാറയിൽ പോകണം. പാലക്കാട് സൈലന്റ് വാലിയിൽ സിസ്പാറ ഘട്ടിൽ പോയാൽ മാത്രമേ നമുക്ക് ഈ ഇംപേഷ്യസ് മൺട്രോണിനെ കാണാൻ പറ്റുള്ളൂ. നമ്മൾ അത്രയും റിസ്ക് എടുത്ത് പോയാലും നഷ്ടമൊന്നുമില്ല, കാര്യം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ ആണ് അല്ലെ. ശരിക്കും രോമക്കുട്ടൻ എങ്ങനെയാണ് ടൊമൻഡോസയിൽ വന്നതെന്ന് നമ്മൾ ഇനി പ്രത്യേകിച്ച് ഒന്നും അറിയണ്ട. അത്രയ്ക്ക് എന്ത് ഹെയർസ് ആണെന്ന് നോക്കിയേ. അതുപോലെ അതിന്റെ സെപ്പലിലും അതിന്റെ സ്റ്റാൻഡേർഡിന്റെ മേളിൽ കണ്ടോ ഈ ഒരു ഭാഗം, ഇത് നമ്മൾ കീലെന്ന് പറയും. ഓക്കെ, ഈ ഒരു ഭാഗത്തും അതുപോലെ ഈ സ്പറിലും ഒക്കെ എന്ത് നല്ലതല്ലേ, നമുക്ക് ക്രിസ്മസ് അപ്പൂപ്പനെ പോലെ തോന്നുന്നു. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഇംപേഷ്യസ് മൺട്രോണി. ഓക്കെ, ഇതൊക്കെ കാണാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഇനി ഇതുപോലെ തന്നെ സ്പീഷീസുകൾ ഉണ്ട് കേട്ടോ. ഇംപേഷ്യസ് ജോണി എന്ന് പറഞ്ഞൊരു സ്പീഷീസ് നമുക്ക് സെക്ഷൻ ടൊമൻഡോസയിലുണ്ട്. അത് നമ്മുടെ പെട്ടിമുടിയിൽ മാത്രമേ കാണുള്ളൂ. അത് കുറെ വർഷങ്ങളായിട്ട് അത് ഇല്ലാണ്ടായി എന്ന് വിശ്വസിച്ചിരുന്നു. അതിനുശേഷമാണ് പിന്നെ അതിനെ വീണ്ടും പെട്ടിമുടിയിൽ നിന്ന് കണ്ടെത്തി. അപ്പൊ ഇപ്പം അവിടെ മാത്രമേ ഉള്ളൂ, ലോകത്ത് പെട്ടിമുടിയിൽ മാത്രമേ ഇംപേഷ്യസ് ജോണി ഉള്ളൂ. അപ്പൊ ഇംപേഷ്യസ് ജോണി പെട്ടിമുടിയിൽ എന്തെങ്കിലും അതിന് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഈ ലോകത്ത് എവിടെയും ഇല്ല. ഓക്കെ, അങ്ങനെ ഇംപേഷ്യസ് ജോണി അവിടെയുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാണെങ്കിൽ ഇംപേഷ്യൻസ് സെക്ഷൻ സബ് അമ്പലൈറ്റ് കേട്ടോ. 26 സ്പീഷീസ് ആണ് അവിടെ വരുന്നത്. അപ്പം സബ് അമ്പലൈറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ
ഇൻഫ്ലോറസെൻസ് നമ്മുടെ പൂങ്കുലയുടെ പ്രത്യേകത അനുസരിച്ചാണ്. അപ്പൊ അതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള അപ്പൊ കുറെ അധികം സ്പീഷീസുകൾ അതിലുണ്ട് കേട്ടോ. ഞാൻ വളരെ കുറച്ചെണ്ണമേ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അല്ലെങ്കിൽ പറയുന്നുള്ളൂ. ഇംപേഷ്യൻസ് കമ്പാനുലേറ്റ് ആണ് കേട്ടോ ഇത്. ഇംപേഷ്യൻസ് കമ്പാനുലേറ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റ് കളർ ബെൽ ഷേപ്പില് വൈറ്റ് കളറിൽ നല്ല പാച്ചസ് ഒക്കെ ആയിട്ട് വരുന്ന ഒരു സ്പീഷീസ് ആണ് ഇംപേഷ്യൻസ് കമ്പാനുലേറ്റ. പിന്നെ അടുത്തത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏറ്റവും ഒരു കുഞ്ഞൻ ബാൽസമാണ് ഇംപേഷ്യൻസ് ഗൗഗി എന്ന് പറയും. മൂന്നാറിലേക്കൊക്കെ പോകുന്ന വഴി സൈഡിൽ വാട്ടർ വെള്ളം ഇറ്റിറ്റ് വീഴുന്ന പാറയിൽ ഇങ്ങനെ കാണാൻ പറ്റും. നല്ല ഭംഗിയാണ്. ആള് തീരെ കുഞ്ഞനാണ്, പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള. അതുപോലെ തന്നെ ഇതിന്റെ ഈ കളറൊക്കെ നല്ല വൈറ്റിലേക്ക് പോവാറുണ്ട്, ഡാർക്ക് പിങ്കിലേക്ക് പോവാറുണ്ട്. ഈ കുത്തുകളൊക്കെ ഉണ്ടല്ലോ, ഈ പാച്ചസ് ഒക്കെ ചെറിയ രീതിയിൽ, ഇത് ചെറിയ കുത്തുകൾ മാത്രമായിരിക്കും, ചിലപ്പോൾ കുറെ കുത്തുകളായിരിക്കും. അങ്ങനെ കുറച്ച് ഡെക്കറേഷൻ ഒക്കെ തന്നെത്താൻ ചെയ്യുന്ന, മേക്കപ്പ് ഒക്കെ ഇത്തിരി ചെയ്യുന്ന ഒരാളാണ് ഇംപേഷ്യൻസ് ഗൗഗി എന്ന് പറയുന്നത്. ഓക്കെ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ചിലതിന് വളരെ വലുപ്പം കുറവായിട്ടുള്ളതും കാണാം, ചിലതിന് ഒരുപാട് സൈസ് വെക്കുന്ന രീതിയിലും കാണാം. ഇംപേഷ്യൻസ് ഗൗഗി നമുക്ക് മൂന്നാറൊക്കെ പോകുമ്പോഴും വളരെ കോമൺ ആയിട്ട് കാണാവുന്ന ഒരു സ്പീഷീസ് ആണ്. ഓക്കെ, അടുത്തതാണ് ഇംപേഷ്യൻസ് വെർട്ടിസിലേറ്റ്. കണ്ടോ, ആ ഫ്ലവറിന്റെ കളറൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പ്രത്യേകിച്ചും എന്താ പറയാ, ഈ പുഴ അല്ലെങ്കിൽ വെള്ളച്ചാട്ടത്തിനോടൊക്കെ ചേർന്ന് കാണാൻ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. മറ്റുള്ള ബാൽസത്തെ വെച്ച് നോക്കുമ്പോൾ മറ്റുള്ളവരൊക്കെ ഈ പറഞ്ഞതുപോലെ മഴയത്ത് വന്ന് മഴ തീരുമ്പോഴേക്കും പോകുന്ന രീതിയിലുള്ളൊരു സമയപരിമിതിയാണ് അവർക്കുള്ളത്. അവരുടെ ജീവിതചക്രം അങ്ങനെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. വെർട്ടിസിലേറ്റിനെ സംബന്ധിച്ച് പുള്ളിക്കാരൻ കുറച്ചും കൂടെ തണ്ടും തടിയൊക്കെ ഉള്ളതുകൊണ്ട്, ഈ തണ്ടിനൊക്കെ കുറച്ചും കൂടെ കട്ടിയൊക്കെ ഉള്ളത് കൊണ്ടും, ഈ പുഴയുടെ അടുത്ത് താമസിക്കുന്നു, വളരെ ക്ലോസ് ആയിട്ട് താമസിക്കുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം അവരെ നമുക്കൊരു ഫെബ്രുവരി മാർച്ചിലും നമുക്ക് ഫ്ലവറോട് കൂടിയൊക്കെ കിട്ടാറുണ്ട്. ബാക്കിയുള്ള സ്പീഷീസുകളെല്ലാം തന്നെ ഒരു സെപ്റ്റംബർ ഒക്ടോബറോട് കൂടി പൂത്ത് കായ്ച്ച് ഒക്ടോബർ പകുതിയോടുകൂടി പയ്യെ വിട പറഞ്ഞു പോകും. പിന്നെ അടുത്ത ഒരു വേനൽക്കാലം മുഴുവൻ അവര് തരണം ചെയ്ത് അടുത്ത ഒരു മൺസൂൺ, ഒരു മഴ വരാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യും. ഇവര് പക്ഷെ കുറച്ചും കൂടി ഒരു ഫെബ്രുവരി മാർച്ചിലും ഒക്കെ നമുക്ക് ഇവരെ ഫ്ലവറിങ് കണ്ടീഷനിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവർ കുറച്ചും കൂടി ചൂടിനെയും അല്ലെങ്കിൽ വരൾച്ചയും ഒക്കെ മുന്നോട്ട് തരണം ചെയ്ത് പോകാനായിട്ട് കഴിവുണ്ട്. കാര്യം അവർക്ക് അവരുടെ ആ ഒരു സ്റ്റെം ഒക്കെ കുറച്ചുകൂടെ കട്ടിയുള്ളത് കൊണ്ടായിരിക്കും അവർക്കത് പറ്റുന്നത്. ഓക്കെ, അടുത്തൊരു സെക്ഷനാണ് ഇംപേഷ്യൻസ് റെസിമോസ എന്ന് പറയുന്ന സെക്ഷൻ. റെസിമോസ സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് 6 സ്പീഷീസ് ആണ് അതിനകത്ത് വരുന്നത്. അതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരെണ്ണമാണ് ഇംപേഷ്യൻസ് മാക്കുലേറ്റ്. ഇപ്പൊ മുമ്പ് ഞാൻ റെസിമോസ എന്താന്ന്, റെസീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തണ്ട്, ആ തണ്ടിൽ ഇങ്ങനെ പൂങ്കുലയാണ്, താഴെ പൂക്കള്, മേളില് വിരിയാനുള്ള മൊട്ടുകള്. ഓക്കെ, അതാണ് നമ്മുടെ റെസിമോസ. സോറി, ഒരു മിനിറ്റ്, ലാപ്ടോപ്പ് ഒരു മിനിറ്റ്, ബാറ്ററി ലോ ആയിപ്പോയി. സോറി, ഞാൻ ചാർജിൽ ഇട്ടിരുന്നു, അത് പ്ലഗ് എങ്ങനെയോ ഒന്ന് മാറിപ്പോയിരുന്നു. ചാർജിലിടണം മാഡം, ഇത് നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതാണ്. പ്ലീസ്. ഇപ്പൊ ചെയ്യാം. സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, സ്ലൈഡ് വന്നിട്ടില്ല. ഇല്ല, കാണുന്നില്ല. ഓക്കെ, ഇത് കൊടുക്ക്, പ്രസന്റേഷൻ കൊടുക്ക്. കൊടുക്കാം. കമ്പ്യൂട്ടർ ഓഫായോ? ചാർജ് തീർന്നു പോയി, ഞാൻ ശ്രദ്ധിച്ചില്ല. അല്ല, ഓഫായോ എന്ന് ചോദിക്കുക. ഓഫായിട്ടുണ്ടാവില്ല എന്തായാലും. ഓഫായി പോയി, ഞാൻ വീണ്ടും ഓൺ ആക്കിട്ട് പ്രസന്റേഷൻ നിന്ന് പോയിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, സ്ലൈഡ് കാണാം, കണ്ടിന്യൂ ചെയ്തോ. വന്നു സ്ലൈഡ് വന്നു. മെഗക്കുലേറ്റ കാണുന്നുണ്ട്. ഓക്കെ ആണ് മാഡം, തുടങ്ങിക്കോളൂ. രേഷ്മ കണ്ടിന്യൂ ചെയ്തോളൂ. കാണാൻ പറ്റുന്നുണ്ടോ? കാണാം. ഓക്കെ ആണ്. സോറി കേട്ടോ, സോറി. അപ്പൊ സെക്ഷൻ റെസിമോസ. ഓക്കെ, അപ്പം
റെസിമോസയിൽ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇംപേഷ്യൻസ് മാക്കുലേറ്റിനെ പറ്റിയാണ്. അപ്പൊ ഇംപേഷ്യൻസ് മാക്കുലേറ്റയ്ക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ അതിന് മുന്നേ റെസിമോസ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി കണ്ട ഒരു വലിയ പൂങ്കുലയുണ്ട്, അതിൽ താഴെയുള്ള പൂക്കൾ, മേലിലേക്ക് പൂങ്കുലകൾ, അങ്ങനത്തെ രീതിയിൽ അതാണ് നമ്മൾ റെസീം എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഈ കൂട്ടത്തിൽപ്പെട്ട ചെടികളെല്ലാം കാണിക്കുന്നത്. അപ്പൊ ഇതാണ് ഈ ഇംപേഷ്യൻസ് മാക്കുലേറ്റിന് പ്രധാനമായിട്ടും നമുക്ക് ഈ ചതുപ്പ് നിലങ്ങളിലാണ് കൂടുതൽ കാണാൻ പറ്റുക കേട്ടോ. മാങ്കുളത്തേക്കൊക്കെ പോണ വഴിക്കും അല്ലെങ്കിൽ മൂന്നാർ തന്നെ പല ചതുപ്പ് നിലങ്ങളിൽ നമുക്ക് റോഡ് സൈഡിൽ തന്നെ കാണാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ഒരു ബാൽസമാണ് നമ്മുടെ ഇംപേഷ്യൻസ് മാക്കുലേറ്റ്. പിന്നെ നമ്മൾ ഇംപേഷ്യൻസിനോട് എത്ര അടുക്കുന്നോ അത്രയും നമ്മുടെ അട്ട കടിക്കാനുള്ള സാധ്യത കൂടുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഇംപേഷ്യൻസ് മാക്കുലേറ്റ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ തീർച്ചയായും നമുക്ക് 2-3 അട്ടയുടെ കടിയെങ്കിലും മിനിമം നമുക്ക് കിട്ടാറുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് ഇംപേഷ്യൻസ് മാക്കുലേറ്റ്. നമ്മുടെ അത്രയൊക്കെ പൊക്കം, ഒരാൾ പൊക്കമൊക്കെ വെക്കുന്ന ഒരു സ്പീഷീസ് ആണ്. ഈ റെസിമോസയിലും ഉള്ളവരും അങ്ങനെ തീരെ ഹെർബുകൾ അങ്ങനെ കുറവാണ് കേട്ടോ. കുറച്ച് തണ്ടിനൊക്കെ നല്ല കട്ടിയുള്ള തരത്തിലുള്ള സ്പീഷീസുകളാണ് ഇംപേഷ്യൻസ് മാക്കുലേറ്റ് അല്ലെങ്കിൽ റെസിമോസ സെക്ഷനിൽ വരുന്ന മെമ്പേഴ്സ്. ഒരു ഇച്ചിരി കട്ടിയുള്ള ഷ്രബ് ആയിട്ടുള്ള മെമ്പേഴ്സ് തന്നെയാണ്. ഓക്കെ, അടുത്തൊരു ബ്യൂട്ടിഫുൾ ഇംപേഷ്യൻസ് ആണ് ഇംപേഷ്യൻസ് തങ്കച്ചി എന്ന് പേര് കേട്ടോ. ഇംപേഷ്യൻസ് തങ്കച്ചി ഇതുപോലെ പുഴയുടെ സൈഡിലൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് കാണുന്നത്. ഇത് റോഡ് സൈഡിൽ കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മൾ ഇതിനു വേണ്ടി കുറച്ച് കാട്ടിലേക്കൊക്കെ ഒന്ന് ട്രക്ക് ചെയ്ത് കയറിയാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ ആണ് ഇതിനുള്ളത്. ഒരു പൗച്ച് പോലത്തെ ഒരു ലിപ്പും അത് കഴിഞ്ഞിട്ട് ഒരു സ്പറും ഒക്കെയാണ് ഉള്ളത്. നമ്മുടെ പെട്ടിമുടി ഭാഗത്തേക്ക് പോകുന്ന സ്ഥലത്തൊക്കെ ഇതിനെ കൂടുതലായിട്ട് കാണാറുണ്ട്. മാങ്കുളം ഭാഗത്തേക്ക്, ഇത് ഉള്ളിലോട്ട് കയറിയാൽ മാത്രമേ ഇതിനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നീട് അപ്പം ഇത്രയാണ് നമ്മുടെ സെക്ഷൻ റെസിമോസ പറഞ്ഞ് നമ്മുടെ സെക്ഷൻ ഇവിടെ കൊണ്ട് നമ്മൾ തീർക്കുകയാണ് കാര്യം. ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് 7 സെക്ഷൻ ഏകദേശം എന്തൊക്കെ വരുമെന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത കുറച്ച് റെയർ ആയിട്ടുള്ള VIP ആയിട്ടുള്ള കുറച്ച് ബാൽസത്തെ കാണിക്കുകയാണ്. ഇത് ഇംപേഷ്യൻസ് ഓറിക്കുലേറ്റ് ആണ് കേട്ടോ. ഓറിക്കുലേറ്റ് എന്ന് പറയുമ്പോൾ ചെവിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം ഈ നമ്മളുടെ ജോമി സാർ ഇതിനെ ചെഞ്ചെവിയൻ ബാൽസം എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെ വിളിക്കുന്നു. ചെഞ്ചെവിയൻ, അതായത് നമ്മുടെ ജംനാപ്യാരി ആടുണ്ടല്ലോ, ആടിന്റെ ചെവിയില്ലേ, അതുപോലെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ? അപ്പൊ സാർ അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ജംനാപ്യാരി ആടിന്റെ ചെവി പോലെ ഇങ്ങനെയുള്ള ഒരു ഭംഗിയുള്ള ഇംപേഷ്യൻസ് ആണ് ഇംപേഷ്യൻസ് ഓറിക്കുലേറ്റ. ഈ ഓറിക്കുലേറ്റെ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും അഗസ്ത്യമലയില് അതിരുമല എന്ന് പറഞ്ഞ പ്രദേശത്തേക്ക് പോയാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു ഓറിക്കുലേറ്റിനെ കാണാൻ പറ്റുകയുള്ളൂ. അത് ഇനിയുള്ളതാണ് ഇംപേഷ്യൻസ് മൂന്നാറൻസിസ് ആണ് കേട്ടോ. അടുത്തത് ഇംപേഷ്യൻസ് മൂന്നാറൻസിസ് ആണ്. പിന്നെ ഈ കാണുന്ന സെക്ഷൻ ആനുവയിൽ വരുന്ന ഈ ഒരു സ്പീഷീസ് ആണ് ഇംപേഷ്യൻസ് മൂന്നാറൻസിസ്. ഇതിന്റെ പ്രത്യേകത സൂക്ഷിച്ച് നോക്കിയാൽ ഇതിന്റെ അകത്തേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ 2 ഒരു വയലറ്റ് കുത്തുകൾ കണ്ടോ? ഈ 2 വയലറ്റ് കുത്തുകളാണ് ഇതിനെ ഇംപേഷ്യൻസ് മൂന്നാറൻസിസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഏറ്റവും അധികം അതിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യം. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് ഇംപേഷ്യൻസ് ഫീനേഷ്യ ആണ് കേട്ടോ. ഇത് ഇംപേഷ്യൻസ് ഫീനേഷ്യ എന്ന് പറഞ്ഞ സ്പീഷീസ് ആണ്. ഷോലകളിൽ കൂടുതലായിട്ട് കാണുന്ന, അതായത് ഇപ്പൊ നമ്മൾ റോഡ് സൈഡിലൊന്നും നമുക്ക് അങ്ങനെ അധികം കാണാൻ പറ്റത്തില്ല. ഷോലകളിൽ കാണുന്ന സ്പീഷീസ് ആണ് ഇംപേഷ്യൻസ് ഫീനേഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇംപേഷ്യൻസ് പ്ലാറ്റിഡിനെയാണ്. ഇംപേഷ്യൻസ് പ്ലാറ്റിഡിനെയും പൂങ്കുലകളായിട്ട് കിടക്കുന്ന ഭയങ്കര ഭംഗിയുള്ള ഒരു സ്പീഷീസ് ആണ്. ഇപ്പൊ ഈ ഫീനേഷ്യയും അതുപോലെ പ്ലാറ്റിഡിനെയും എന്നൊക്കെ പറയുന്നത് സെക്ഷൻ റെസിമോസയിൽ വരുന്ന കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ, ഒരു കുല വന്നിട്ട് ഏറ്റവും വലിയ ഫ്ലവർ താഴെ, അതുപോലെ തന്നെ ഏറ്റവും ചെറിയ ഫ്ലവർ അല്ലെങ്കിൽ പൂമൊട്ടുകൾ മേളിലും വരുന്ന രീതിയിൽ സെക്ഷൻ റെസിമോസയിലെ 2 മെമ്പേഴ്സ് ആണ്, ഷ്രബുകളാണ്. ഓക്കെ, അപ്പം മൂന്നാറൻസിസും അല്ലെങ്കിൽ ഓറിക്കുലേറ്റയും അല്ലെങ്കിൽ ഫീനേഷ്യ പ്ലാറ്റിഡിനെയും ഒക്കെ കാണണമെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി കാടിന്റെ ഉള്ളിലേക്ക് യാത്രകൾ ചെയ്യുന്ന വളരെ റെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ചയിൽ പെടാൻ കുറച്ച് റെയർ ആയിട്ടുള്ള ബാൽസംസ് ആണ് ഇവരെല്ലാം. ഇനി അടുത്തത് നമ്മൾ ഇംപേഷ്യൻസിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും അധികം നമ്മൾ കേൾക്കുന്ന ഏറ്റവും അധികം നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, മാസത്തില് ഒരു പ്രാവശ്യമെങ്കിലും പത്രത്തിൽ വരും ഇംപേഷ്യൻസിന്റെ ന്യൂ സ്പീഷീസ് വന്നു, ഇംപേഷ്യൻസിന്റെ ഇത്രയധികം സ്പീഷീസുകൾ പബ്ലിഷ് ആയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ നമ്മൾ കാണാറുണ്ട് അല്ലെ. അപ്പം നമുക്ക് സാധാരണക്കാരെ നമ്മൾ ചിന്തിക്കും, എന്താണ് ഈ ന്യൂ സ്പീഷീസ്, എങ്ങനെയാണ് ഇത് എത്തിയത്, അല്ലെ എങ്ങനെയാണ് ഇവർ കണ്ടെത്തിയത്, എന്താണ് ഇതിന്റെ പിന്നിലെ കാര്യങ്ങൾ എന്നൊക്കെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും അല്ലെ. നമ്മളിങ്ങനെ കുറെ പത്രവാർത്തകൾ കാണാറുണ്ട്. എനിക്ക് തോന്നുന്നത് മാസാമാസം എന്ന് പറഞ്ഞാലും ആഴ്ചകൾ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ നമ്മൾ ഇത് കാണാറുണ്ട് അല്ലെ. അപ്പൊ നമുക്കിതിനെ എങ്ങനെയാണ് ഒരു ന്യൂ സ്പീഷീസ് എത്തുക? എന്റെ കൺസെപ്റ്റ് ഞാൻ പറയാം. എല്ലാവർക്കും ആ ഒരു അഭിപ്രായം ആവണം എന്നില്ല. അപ്പം ഇത് ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ വെച്ചിരിക്കുന്നതാണ്. പ്ലാന്റ് A ഉണ്ട്, പ്ലാന്റ് B ഉണ്ട്. ഇത്
ന്യൂ സ്പീഷീസ് എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടി ഒരു എക്സാമ്പിൾ ആയിട്ട് വെറുതെ വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഒരു പ്ലാന്റ് എ ഉണ്ട് അല്ലെ, നിങ്ങൾക്ക് പ്ലാന്റ് എ കാണാം. പ്ലാന്റ് എ കാണുമ്പോഴത്തേക്ക് അത് ഒരു നമുക്ക് ചിന്തിക്കാം, 1980 ഒരു സയന്റിസ്റ്റ് കാട്ടിൽ പോകുന്ന സമയത്ത് ഒരു ചെടി കാണുന്നു. ഓക്കെ, പ്ലാന്റ് എനെ കണ്ടുമുട്ടുന്നു. ആ കണ്ടുമുട്ടുമ്പോൾ അദ്ദേഹം 3 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പ്ലാന്റ് എ അവിടുന്ന് എടുക്കും, അതിന്റെ ട്വിഗ്, അതിന്റെ ചെടി അവിടുന്ന് എടുക്കുന്നു. എടുത്തിട്ട് ഒന്ന് അദ്ദേഹം കൊണ്ടുപോയിട്ട് അതിനെപ്പറ്റി കൃത്യമായിട്ട് അതിന്റെ വിവരണം തയ്യാറാക്കും, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കും. പ്ലാന്റ് എ എങ്ങനെ ഇരിക്കുന്നു, അതിന്റെ ഫ്ലവർ എങ്ങനെ ഇരിക്കുന്നു, ആ ഫ്ലവറിന് എത്ര വലിപ്പമുണ്ട്, സ്റ്റാൻഡേർഡ് പെറ്റലിന് എത്ര വലിപ്പമുണ്ട്, അതിന്റെ സ്പർ എങ്ങനെ ഇരിക്കുന്നു, സ്പറിന് എത്ര വലിപ്പമുണ്ട്, ഇലകൾ എങ്ങനെ ഇരിക്കുന്നു, ഇലകൾക്ക് എത്ര വലിപ്പമുണ്ട്, അതിനെപ്പറ്റി അറിയാവുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം എഴുതി വെക്കും. രണ്ടാമത് അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ അത് വരച്ചു വെക്കും. കൃത്യമായിട്ട് നമ്മൾ നേരത്തെ കണ്ടതുപോലെ അദ്ദേഹം അത് വരച്ചു വെക്കുന്നു. മൂന്നാമത് ഒരു കാര്യം കൂടെ ചെയ്യും, ആ ഒരു സ്പെസിമെൻ ബാക്കിയുള്ളത് അദ്ദേഹം ഹെർബേറിയമായിട്ട് ഉണക്കി സൂക്ഷിക്കും. ഓക്കെ, അപ്പൊ 3 കാര്യങ്ങളാണ് ഒരു സ്പീഷീസ് കിട്ടുമ്പോൾ അദ്ദേഹം ചെയ്യുന്നത്. അതിന്റെ ഫുൾ വിവരണമായിട്ട് ഡിസ്ക്രിപ്ഷൻ അഥവാ വിവരണം എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അത് നല്ല രീതിയിൽ വരച്ച് കൃത്യമായിട്ടുള്ള വരച്ച് വെക്കുന്നു. അതുപോലെ തന്നെ ഹെർബേറിയം വെക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് 2026 ഇരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും പോയിട്ട് അല്ലെങ്കിൽ ഈ ചെടി തന്നെ കിട്ടണമെന്ന് പറയാൻ പറ്റില്ല അല്ലെ. അപ്പൊ ഈ ചെടി ഇദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന എടുത്ത് വായിച്ചാൽ ഈ ചെടിയെ പറ്റി കിട്ടും. ഇദ്ദേഹം വരച്ചു വെച്ചിരിക്കുന്നത് കണ്ടാൽ ഈ ചെടിയെ പറ്റി അറിയാൻ പറ്റും. ഇത് ഹെർബേറിയം അറിയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ ഇലയൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ പൂക്കളൊരു കുറച്ചൊക്കെ ഒന്ന് ചുരുങ്ങും, അല്ലെങ്കിൽ കുറച്ചൊക്കെ മോശമാവും. അപ്പൊ പൂക്കളുടെ ഘടനയൊന്നും നമുക്ക് ഹെർബേറിയം അഥവാ ഉണക്കി സൂക്ഷിക്കുന്നതിൽ നിന്ന് കിട്ടാൻ പറ്റത്തില്ല. അപ്പൊ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ സ്പീഷീസുകളെല്ലാം ഇതുവരെ കണ്ടെത്തിയതെല്ലാം ഇരിക്കുന്നത്. അപ്പം എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ 2026 ഞാൻ രേഷ്മ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു സ്പീഷീസിനെ കണ്ടുമുട്ടുകയാണ്, പ്ലാന്റ് ബി. പ്ലാന്റ് ബി നമ്മൾ കാട്ടി വെച്ച് കാണുമ്പോൾ തന്നെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നും ഇതാ പ്ലാന്റ് എ ആണോ. പക്ഷെ സൂക്ഷിച്ച് നോക്കുമ്പം അതിന്റെ സ്റ്റാൻഡേർഡിന് വ്യത്യാസമുണ്ട്, ലോബിങ് കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട്, അതിന്റെ ആ ഡിസൈന് വ്യത്യാസമുണ്ട്, അതിന്റെ സ്പറില് വ്യത്യാസമുണ്ട്, കുറച്ചധികം വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കും ഇതപ്പോ അതല്ലേ. ആ ചിന്തയിൽ നമ്മൾ ആ സ്പെസിമെൻ നമ്മൾ എടുക്കുന്നു. ആ സ്പെസിമെൻ എടുത്തിട്ട് നമ്മൾ വന്നിട്ട് എന്ത് ചെയ്യും, വർക്കൗട്ട് ചെയ്യുക അല്ലെ. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഡിസക്ട് ചെയ്ത് നമ്മൾ ഒരു വിവരണം തയ്യാറാക്കുകയാണ്. രേഷ്മ ഒരു വിവരണം തയ്യാറാക്കുകയാണ്. എന്താണ് കണ്ടത്, ഈ ചെടിക്ക് എത്ര വലുപ്പമുണ്ട്, നമ്മുടെ ലീഫിന് എത്ര വലുപ്പമുണ്ട്, ലീഫിന്റെ ഷേപ്പ് എന്താണ്, അല്ലെങ്കിൽ ഫ്ലവറിന്റെ ഷേപ്പ് എന്താണെന്ന് പറഞ്ഞ് രേഷ്മ ഒരു വിവരണം തയ്യാറാക്കുന്നു. ഇപ്പൊ വരയ്ക്കാൻ അറിയില്ലാത്ത ആളാണെങ്കിൽ നമ്മൾ ഫോട്ടോ എടുത്ത് വെക്കുന്നു, എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് ഫോട്ടോ എടുത്ത് വെക്കുന്നു. അതിനുശേഷം നമ്മൾ പ്ലാന്റ് എയുടെ ഡിസ്ക്രിപ്ഷൻ എടുത്തിട്ട് നോക്കുന്നു, പ്ലാന്റ് ബിയുമായിട്ട് എങ്ങനെയാണ് സാമ്യമുണ്ടോ, 100% സാമ്യമുണ്ടോ എന്ന് നോക്കുന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി പല അതിന്റെ മെയിൻ ആയിട്ട് ഇംപേഷ്യൻസിൽ മെയിൻ ആയിട്ട് വരുന്ന നമ്മളുടെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ലോബ്, അതിലെല്ലാം സ്പർ, ഇതിലെല്ലാം വ്യത്യാസമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നു. അങ്ങനെ മനസ്സിലാകുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് മനസ്സിലായി ഇതൊരു പുതിയതാകാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ ഉടനെ അങ്ങ് കയറി പബ്ലിഷ് ചെയ്യണം അല്ല. നമ്മളപ്പോ പ്ലാന്റ് ബി ബാക്കിയുള്ള കേരളത്തിലുള്ള മറ്റു ചെടികളുമായിട്ട് കമ്പയർ ചെയ്യും, ഇംപേഷ്യൻസിന്റെ മറ്റു ചെടികളുമായിട്ട് കമ്പയർ ചെയ്യും, ഇന്ത്യയിലുള്ള മറ്റു ചെടികളൊന്നും എടുത്ത് നോക്കും, ലോകത്ത് റിപ്പോർട്ട് ചെയ്തതെല്ലാം ഒന്ന് എടുത്ത് നോക്കും, ഏതെങ്കിലുമായിട്ട് സാമ്യം 100% വരുന്നുണ്ടോ, ഏതെങ്കിലും ആകുമോ എന്ന് നോക്കും. ആരുമായിട്ട് ഒരു സാമ്യവും ഇല്ല. ആകെ പ്ലാന്റ് എയുമായിട്ട് ചെറിയൊരു സാമ്യമുണ്ട്. ഉടനെ പബ്ലിഷ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എല്ലാവരും ഉടനെ പബ്ലിഷ് ചെയ്യാനുള്ള ത്വരയിലായിരിക്കും. പക്ഷെ ഉടനെ പബ്ലിഷ് ചെയ്യുന്നത് എത്തിക്സ് വെച്ച് നോക്കുമ്പോൾ എനിക്കത് ശരിയായിട്ട് തോന്നാറില്ല. കാര്യം ഈ ഇംപേഷ്യൻസിൽ അത് ആ ഒരു സ്ഥലത്ത് ജീവിക്കാൻ വേണ്ടി പല രീതിയിൽ അത് ചെറിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പൊ ഈ മാറ്റം വെറുതെ ഒരു കാലാവസ്ഥ കൊണ്ടുണ്ടായതാണോ, അല്ലെങ്കിൽ ചെറിയൊരു മ്യൂട്ടേഷൻ കൊണ്ടുണ്ടായതാണോ, എന്തെങ്കിലും ജനിതകമായിട്ടുള്ള എന്തെങ്കിലും ഒരു രോഗം കൊണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ചെറിയൊരു മാറ്റം കൊണ്ട് സംഭവിച്ചതാണോ, ഒരു ഓൾട്ടറേഷൻ കൊണ്ട് സംഭവിച്ചതാണോ എന്ന് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വെയിറ്റ് ചെയ്യണം. ഈ ഒരു പ്ലാന്റ് അടുത്തൊരു തലമുറ എങ്ങനെ ഉണ്ടാകുന്നു, ആ തലമുറയിൽ ഈ വ്യത്യാസമുണ്ടോ, ഈ ഒരു ക്യാരക്ടേഴ്സ് അവിടെ കാണിക്കുന്നുണ്ടോ, ഈ ചെടിയുടെ വിത്ത് വീണുണ്ടായ ആ മക്കള് ഇതുപോലെ തന്നെയുള്ള പൂക്കളാണോ ഉണ്ടാക്കുന്നത്, ഇതുപോലെ തന്നെ വ്യത്യാസം അവിടെ സ്റ്റേബിൾ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അങ്ങനെ സ്റ്റേബിൾ ആണ്, ആ തലമുറകളിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഈ ക്യാരക്ടേഴ്സ് ഒക്കെ സ്റ്റേബിൾ ആണ്, ഈ ക്യാരക്ടേഴ്സ് ഒക്കെ നമുക്ക് എടുക്കാമെന്ന് നമ്മൾ കരുതാം. എന്നിട്ട് നമുക്കൊരു ഇത് ന്യൂ സ്പീഷീസ് ആണെന്ന് ഉറപ്പിക്കാൻ പറ്റും. പക്ഷെ ഇപ്പൊ കാണുന്നൊരു ട്രെൻഡ്, നമ്മളൊരു ചെടി കണ്ടു, നമുക്ക് ടെൻഷൻ, നമ്മൾ ഇത് കണ്ടു, മറ്റാരെങ്കിലും കാണുന്നതിന് മുന്നേ ഇത് പബ്ലിഷ് ചെയ്യണം എന്നുള്ളൊരു ചിന്തയാ. ആരും ഇതിനെ ഒന്ന് അടുത്ത സ്റ്റേബിൾ ആകാനോ, അല്ലെങ്കിൽ അടുത്തൊരു തലമുറ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നോക്കാനോ, ഈ ക്യാരക്ടർ സ്റ്റേബിൾ ആണെന്ന് മനസ്സിലാക്കാനോ ഒന്നും
ശ്രമിക്കുന്നത് വളരെ കുറവ്. എന്ന് കരുതി എല്ലാവരും അങ്ങനെ ചെയ്യുന്നല്ല ഞാൻ പറഞ്ഞത്. കൂടുതൽ ആളുകളും അങ്ങനെയാണ് ചെയ്യുന്നത്. ക്യാരക്ടേഴ്സ് നോക്കുന്നു, ആ ക്യാരക്ടേഴ്സ് ചിലതൊക്കെ, പിന്നെ അതുപോലെ തന്നെ ലീഫിന്റെ ക്യാരക്ടേഴ്സ് ഒന്നും നമുക്ക് ഒരിക്കലും ഇതിനെ വലിയൊരു ക്യാരക്ടറായിട്ട് എടുക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് സെക്ഷൻ ആനിമയുടെ ഒക്കെ കേസിൽ പറ്റത്തില്ല. അത് വളരുന്ന രീതിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഹെയർ ഒക്കെ ആയാലും നാരുകൾ, രോമങ്ങൾ വളരുന്ന രീതി അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പൊ അതൊന്നും ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്തുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ന്യൂ സ്പീഷീസുകൾ കൂടുതൽ വരുന്നത്? അതിനുള്ള ഒരു ഒറ്റ ഉത്തരവും ഇത് തന്നെയാണ്. ഈ പത്രവാർത്തകൾ, അതായത് ഒരു ന്യൂ സ്പീഷീസ് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആഘോഷിക്കപ്പെടലുണ്ടല്ലോ. ഓരോ സ്പീഷീസുകൾ വരുമ്പോഴും അത് ചെയ്ത വ്യക്തികളെ നമ്മൾ ഭയങ്കരമായിട്ട് ആഘോഷമായിട്ട് അതിനെ ട്രീറ്റ് ചെയ്യും. നമ്മളും അറിയും, നമ്മളും ഒരു ടാക്സോണമിസ്റ്റിനെ നമ്മളും ഒരു പക്ഷേ വിലയിരുത്തുന്നത് നമ്പർ ഓഫ് സ്പീഷീസ് നോക്കിയിട്ടായിരിക്കും അല്ലെ. എത്ര പുതിയ ചെടി അവർ കണ്ടെത്തിയെന്ന് നോക്കിയിട്ട് തന്നെയല്ല നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, എന്റെ വ്യക്തിപരമായ അഭിപ്രായം കേട്ടോ, എത്ര പുതിയ ചെടി കണ്ടെത്തിയെന്നുള്ളതല്ല, കിട്ടുന്ന ചെടിയുടെ കറക്റ്റ് ഐഡന്റിഫിക്കേഷൻ എങ്ങനെ പറയുന്നു, അത് ഏത് ചെടിയാണ്, അത് പുതിയതാകാൻ യോഗ്യതയുള്ളതാണെങ്കിൽ തീർച്ചയായും പുതിയതാവണം. പക്ഷെ അത് ഇവിടെ ഉള്ള ഒരു ചെടി തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിനൊരു പുതിയ ചെടിയാകാൻ യോഗ്യതയില്ലെങ്കിൽ അത് ഇല്ല എന്ന് തന്നെ കണ്ടെത്തുന്നതും ഒരു നല്ല ടാക്സോണമിസ്റ്റിനെ കഴിയൂ. എനിക്ക് തോന്നുന്നത് ഒരു പുതിയ ചെടി കണ്ടെത്താൻ കഴിയുന്നതിനേക്കാൾ പാടാണ് ഉള്ള ഒരു ചെടി അത് തന്നെയാണെന്ന് ഉറപ്പിക്കാൻ. അല്ലെങ്കിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ, ചെറിയൊരു സ്ഥലത്ത് മാറി നിൽക്കുക, അല്ലെങ്കിൽ മരത്തിലുണ്ടാകുന്ന ചെടി നിലത്ത് വീണപ്പോൾ ഉണ്ടായ ഒരു മാറ്റമാണ്, അല്ലെങ്കിൽ മരത്തിലുണ്ടാകുന്ന ഡെൻഡ്രിക്കോളയൊക്കെ നിലത്ത് വീണ് കഴിയുമ്പോൾ അവരുടെ ചിലപ്പോൾ പൂക്കൾ കുറച്ചും കൂടി വലുപ്പം കുറയാം, അല്ലെങ്കിൽ അതിന്റെ ലീഫിനൊക്കെ കുറച്ച് വലുപ്പം കുറയാം. അപ്പൊ അതൊരു പുതിയതാന്ന് പറഞ്ഞ് നമ്മൾ എടുത്തുകൊണ്ട് പോയി പബ്ലിഷ് ചെയ്യുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അപ്പം ഈ കൊട്ടിഘോഷിക്കപ്പെടലുണ്ടല്ലോ, അതായത് പുതിയ ചെടികൾ കിട്ടുമ്പോൾ നമ്മുടെ സമീപനവും അങ്ങനെയാണ്. നമ്മൾ പുതിയ ചെടി കണ്ടെത്തുന്നവരെയാണ് നല്ല ടാക്സോണമിസ്റ്റുകൾ എന്ന് നമ്മൾ പറയുന്നത്. എന്ന് കരുതി നല്ല ടാക്സോണമിസ്റ്റുകൾ ഇല്ലെന്നോ, എന്ന് കരുതി നല്ല സ്പീഷീസുകൾ വരുന്നില്ലെന്നോ അർത്ഥമില്ല. നല്ല സ്പീഷീസുകൾ ഇതുപോലെ വെയിറ്റ് ചെയ്ത് നോക്കി നന്നായി പബ്ലിഷ് ചെയ്യുന്ന ഒരുപാടുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ ഇതുപോലെ പെട്ടെന്ന് പബ്ലിഷ് ചെയ്യുന്ന ഒരു രീതി പ്രത്യേകിച്ച് ഇംപേഷ്യൻസിനെ ടാർഗറ്റ് ചെയ്ത് കാണപ്പെടുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു വാർത്തകൾ നിറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് കൂടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇതുപോലെ തന്നെ പല പഠനങ്ങൾ നടത്തിയിട്ട് ഈ പബ്ലിഷ് ചെയ്ത് വന്നത് ന്യൂ സ്പീഷീസ് അല്ല എന്ന് തെളിയിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിക്കുന്നവർ കണ്ടെത്തുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു വാർത്ത ഇന്ന് വരെ നമ്മുടെ പത്രത്തിലോ നമ്മളോ അറിഞ്ഞിട്ടുണ്ടോ? അതായത് കഴിഞ്ഞ മാസം പബ്ലിഷ് ചെയ്ത ഇംപേഷ്യൻസ് സ്പീഷീസ് പുതിയതല്ല എന്ന് തെളിയിച്ചു, ഇന്ന ടാക്സോണമിസ്റ്റ് അത് തെളിയിച്ചു എന്നൊരു വാർത്ത ഒരിക്കലും വരാറുമില്ല. സാധാരണക്കാരിലേക്ക് ഒരിക്കലും എത്താറില്ല. റിസർച്ച് ഫീൽഡിൽ തന്നെ മെർജ് ആകുക എന്ന് അതിന് പറയും. അതായത് ഈ സ്പീഷീസ് പുതിയതല്ല, പഴയത് തന്നെയാണെന്ന് പറയുന്ന ആ ഒരു കണ്ടെത്തൽ ഒരിക്കലും ആരും അറിയാറില്ല. അപ്പം നമ്മളൊരു ന്യൂ സ്പീഷീസ് കണ്ടെത്തുമ്പോൾ അത് ആഘോഷിക്കപ്പെടുകയും നമ്മളുടെ സ്പീഷീസ് ഇല്ലാണ്ടാകുമ്പോൾ അത് ആരും അറിയാതെ പോവുകയും ചെയ്യുമ്പം നമുക്ക് പ്രത്യേകിച്ച് നാണക്കേടൊന്നും ഉണ്ടാകുന്നില്ല. കിട്ടുന്നത് അങ്ങ് പബ്ലിഷ് ചെയ്ത് വിടാം എന്നൊരു ആറ്റിറ്റ്യൂഡാണ് എനിക്കിതിന് തോന്നുന്നത്. എന്ന് കരുതി നന്നായി വർക്ക് ചെയ്യുന്ന, വളരെ എത്തിക്സ് ഉള്ള, ക്രെഡിബിലിറ്റി ഉള്ള ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ന്യൂ സ്പീഷീസിന്റെ ട്രെൻഡിനെ കുറിച്ച് പറഞ്ഞാണ്. പ്രത്യേകിച്ച് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇംപേഷ്യൻസിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുമ്പോഴാണ് ന്യൂ സ്പീഷീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കൃത്യമായി നോക്കുക. ഒരു ഹെർബിക്കോളയൊക്കെ ഉള്ള ഒരു കുന്നിൽ കയറി കഴിഞ്ഞാൽ ഒരു 10-20 കളർ വേരിയേഷൻ, ഒരു 10-20 സൈസ് വേരിയേഷൻ നമുക്ക് അവിടുന്ന് തന്നെ കിട്ടാം. അപ്പം നമ്മൾ പുസ്തകത്തിൽ വായിച്ച ഒരു അറിവുമായി മാത്രം ചെല്ലാതെ നമ്മൾ ഒരു സ്പീഷീസ് പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ അത് കാണാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോവുക. അതിനെപ്പോലെ വേറെയുള്ളവരെ കണ്ടോ, വ്യത്യസ്തത എന്ന് പറയാം, വേരിയേഷൻ എന്ന് പറയാം. ഈ വേരിയേഷൻ എന്ന് പറയുന്ന കണ്ടിന്യൂസ് ആണോ, അല്ലെങ്കിൽ ഈ വേരിയേഷൻ എന്ന് പറയുന്നത് എല്ലായിടത്തും കാണിക്കുന്നുണ്ടോ, എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ല സ്പീഷീസുകളെ, സ്ട്രോങ് ആയിട്ടുള്ള സ്പീഷീസുകളെ നമുക്ക് സൊസൈറ്റിയിലേക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് മെയിനായിട്ടും വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൺസർവേഷൻ ആണ് അല്ലെ. ഇപ്പൊ ഞാനിപ്പോ കൺസർവേഷനെ പറ്റി അങ്ങനെ ചിന്തിച്ചിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇംപേഷ്യൻസിനെ പറ്റി ഇപ്പൊ പഠിച്ച് ഇപ്പോഴാണ് എനിക്കൊരു ബേസ് കിട്ടിയത്, ഇപ്പോഴാണ് എനിക്കൊരു അടിത്തറ കിട്ടിയത്. ഇംപേഷ്യൻസിനെ പറ്റി ഇപ്പോഴും എനിക്കൊരു ബേസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പം ഇനി നമ്മൾ ഇപ്പൊ ഞാൻ അതിനെപ്പറ്റി പഠിച്ചു, ഇവരെങ്ങനെയാണ്, ഇനി നമ്മൾ ഇതിനെപ്പറ്റി കൺസേർവ് ചെയ്യണം അല്ലെ. ഇതിനെ സംരക്ഷിക്കേണ്ടതുണ്ട്. കാര്യം ഒന്നാമത് വളരെ ലോലമായിട്ടുള്ള ഒരു രീതിയാണ് നമ്മുടെ ഇംപേഷ്യൻസിനുള്ളത്. പ്രത്യേകിച്ച് അവര് ഒരു മഴയാണ്
ആശ്രയിച്ച് അല്ലെങ്കിൽ കാലാവസ്ഥയെ ആശ്രയിച്ചാണ് അവർ ജീവിക്കുന്നത്. ഒരു വേനൽ മഴ കാലം തെറ്റി വന്നാൽ അവരുടെ ആ ഒരു പോപ്പുലേഷൻ നശിച്ചു പോവാണ്. അതായത് ഇപ്പം എക്സാമ്പിൾ ഇപ്പൊ ഒരു ഏപ്രിലിൽ ഏപ്രിലിലെ വേനൽ മഴ 1-2 മഴ കൊണ്ട് നിൽക്കാതെ അതൊരു 2-3 ആഴ്ച അടുപ്പിച്ച് നല്ല മഴ കിട്ടുകയും അപ്പം നമ്മുടെ പാവ ഇംപേഷ്യൻസിന്റെ സീഡ് എന്തോർക്കും, മഴക്കാലമായി എന്ന് പറഞ്ഞ് എല്ലാരും കൂടി കിളുത്ത് വരും. കിളുത്ത് വന്നിട്ട് ഏപ്രിൽ 2 ആഴ്ചത്തെ മഴ കഴിയുമ്പോൾ മെയ്യിലെ അതികഠിനമായ ചൂടാണെങ്കിൽ ഈ കിളുത്ത് വന്ന എല്ലാ ഇംപേഷ്യൻസിന്റെ ചെടികളും അവിടെ കരിഞ്ഞില്ലാതാവുകയാണ്. പിന്നെ മഴക്കാലം വരുമ്പോൾ മുളയ്ക്കാൻ മാത്രം അവിടെ വളരെ കുറച്ച് ചെടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പം നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം ഇതിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. പിന്നെ മനുഷ്യർ ചെയ്യുന്ന അത്രയും ദ്രോഹം വേറെ ഒരു ജീവിയും ഈ പ്രകൃതിയോട് ചെയ്യാറില്ല. അപ്പം മനുഷ്യരെന്താണ്, നമ്മളിപ്പോ ടൂറിസം ഞാൻ എതിർത്ത് പറയല്ല, ടൂറിസം വേണം. പക്ഷെ ഈ ടൂറിസത്തിനും വേണ്ടി നമ്മൾ വഴിക്കൊക്കെ അങ്ങ് വീതി കൂട്ടും. പ്രത്യേകിച്ച് ഈ ഇംപേഷ്യൻസിലെ കുറെ പേര് ഇങ്ങനെ റോഡ് സൈഡിലെ ഇങ്ങനത്തെ മതിലുകളിലും ഇങ്ങനത്തെ പാറകളിലും ഒക്കെയാണ് കൂടുതലും നിൽക്കുന്നത്. നമ്മൾ ഇതുപോലെ കുട്ടിക്കാനത്തെ ഒരു സ്ഥലത്ത് ഇംപേഷ്യൻസ് ഗൗഗി കണ്ടു 2021. ഗൗഗി കണ്ടു, നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പൊ മൂന്നാറിലാണ് നമ്മൾ കൂടുതലും ഗൗഗി കണ്ടേക്കുന്നത്. കുട്ടിക്കാനത്ത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയി. അടുത്ത സീസൺ വന്നപ്പോൾ നമ്മളിത് വീണ്ടും അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി പോകുമ്പോൾ കാണുന്നത് ആ ഒരു പാറ, അത് നിന്ന ആ പാറയുടെ ഭാഗം മൊത്തം മണ്ണുമാന്തി കൊണ്ട് മാറ്റി അരിഞ്ഞ് പെറുക്കി, അങ്ങനെ പാറയുടെ ഒരു ലേശ ഭാഗമേ പിന്നെ അവിടെ നിൽക്കുള്ളൂ. ആ ഗൗഗിയുടെ ഒരു അംശം പോലും അവിടെ എങ്ങും കാണാനില്ല. പിന്നീട് നമുക്ക് അവിടെ എങ്ങും ഇതുവരെ ആ ഒരു ഗൗഗിനെ കിട്ടിയുമില്ല. ചിലപ്പോൾ ആ മലയുടെ ഏതെങ്കിലും അറ്റത്ത് ഒരു പക്ഷേ ആ ഗൗഗി ഉണ്ടെങ്കിൽ ഒരു 10-15 വർഷം കൊണ്ട് പാവം ഇങ്ങ് താഴെ എത്തുമായിരിക്കാം, മേ ബി, നമുക്കറിയില്ല. അപ്പൊ അങ്ങനെ നമ്മൾ കണ്ട കാര്യം ഇത്, കാണാത്ത എത്രയോ വഴികൾ വീതി കൂട്ടിയപ്പോ എത്രയോ ചെടികൾ നശിച്ചു പോയിട്ടുണ്ടാവാം. അപ്പൊ അത് നമുക്കറിയില്ല. അപ്പൊ നമ്മുടെ ടൂറിസവും നമ്മുടെ വികസനവും എല്ലാം വേണം. പക്ഷേ നമ്മൾ കുറച്ചും കൂടി നമ്മൾ ഈ പ്രകൃതിയെയും കൂടെ കൂട്ടി, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പാവം കുറെ ജീവികൾ കൂടെ ഉണ്ടെന്നുള്ളൊരു പരിഗണന കൊടുത്ത് ഒരു കൺസർവേഷൻ രീതിയിലും കൂടെ നമ്മളുടെ വികസനങ്ങൾ കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോ തീർച്ചയായും ഇനിയുള്ള സ്റ്റഡീസ്, ഇംപേഷ്യൻസിന്റെ ടാക്സോണമി ഒരുപാട് എല്ലാവരും പഠിക്കുന്നുണ്ട്. അതിന്റെ കൺസർവേഷനും കൂടി, എങ്ങനെ അതിനെ സംരക്ഷിക്കാം എന്നും കൂടി പഠിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും താങ്ക്സ്. രേഷ്മ, നല്ല ക്ലാസ് ആയിരുന്നു. ഇനി നമുക്ക് ചർച്ചയ്ക്ക് വേണ്ടി സമയം മാറ്റിവെക്കാം. രേഷ്മ, എനിക്ക് ചോദിച്ചോളൂ. ചോദിച്ചോളൂ സാർ. ഈ പ്രത്യേകിച്ച് ഇംപേഷ്യൻസ് എന്ന് പറയുന്ന ഇതൊരു ഹൈലി പോളിമോർഫിക് ആയിട്ടുള്ള ഒരു ജീനസ് ആണ്. അപ്പൊ ഇതിനകത്ത് പുതിയ സ്പീഷീസുകൾ റീസെന്റ് ആയിട്ട് വരുന്നത് കാണുമ്പോഴത്തേനും എനിക്ക് തോന്നാറുള്ളത്, ഈ പുതിയ സ്പീഷീസ് ആൾ പബ്ലിഷ് ചെയ്തോട്ടോ, അത് നമ്മൾ ആരും കുറ്റമൊന്നും പറയുന്നില്ല. കാരണം പണ്ട് ഒട്ടോകുൻസ് എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ ബോട്ടണിസ്റ്റ് ഉണ്ടായിരുന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒട്ടോകുൻസ് 30,000-ൽ കൂടുതൽ ന്യൂ പോപ്പുലേഷൻസ് ഉണ്ടാക്കി. അദ്ദേഹത്തിന്റെ ഐഡിയ എന്താന്ന് ചോദിച്ചാൽ, കാൾ ലിനേസിനെ കടത്തിവിട്ടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ചെയ്തത്. അവസാനം അടുത്തൊരു കോൺഗ്രസ് ഒരു കാര്യം തീരുമാനിച്ചു, കഴിഞ്ഞ 50 വർഷമായിട്ട് വന്നിരിക്കുന്ന എല്ലാ സ്പീഷീസുകളെയും നല്ലൈഫ് ചെയ്യാം എന്ന് പറഞ്ഞ പോലെ ഒരു സ്പീഷീസിന്റെ ഈ അസ്തിത്വം എന്ന് പറയുന്നത്, അത് ഇപ്പൊ രേഷ്മ പ്രസന്റേഷൻ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഈ ജീനസിനെ കുറിച്ച് നല്ല ആധികാരികമായിട്ട് പഠിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പൊ ഈ രേഷ്മ കാണുന്ന പോലെ ഇപ്പോൾ 7-8 ഈ സെക്ഷൻസ് ഒന്നുമല്ല, അതിൽ കൂടുതൽ സെക്ഷൻസ് ഇത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം കുറച്ചുകൂടെ നാരോ ഡൗൺ ചെയ്ത് ഈ വർക്ക് ചെയ്യുമ്പോഴത്തേനും, അത് മാത്രമല്ല ചില സ്പീഷീസുകളൊക്കെ നിങ്ങൾ പറഞ്ഞ പോലെ ഈ ഹൈലി പോളിമോർഫിക് ആയിട്ടുള്ള ചില സ്പീഷീസുകളുണ്ടല്ലോ. അതായത് നമുക്ക് പ്രത്യേകിച്ചും ഇപ്പം ഈ സോണറില്ല ഇംപേഷ്യൻസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് സ്പീഷീസുകൾ ഒന്നിച്ച് ഒരു പർട്ടിക്കുലർ ജിയോഗ്രാഫിക്കൽ റീജിയനിൽ നിൽക്കുകയാണ്. അപ്പൊ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പ്രത്യേകിച്ച് എഫീമറൽസ് ആയിട്ടുള്ള സ്പീഷീസ്, അതായത് ആനിമൽസ് ആയിട്ടുള്ള സ്പീഷീസുകൾ, അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു ബയോളജിക്കൽ ക്ലോക്ക് അതിനുണ്ട്. അപ്പോൾ പക്ഷേ കാലാവസ്ഥ മാറിയപ്പോഴത്തേനും ഇയർ റൗണ്ട് ആയിട്ട് ഇതിന് വെള്ളവും വളവും കിട്ടിയപ്പോഴത്തേനും പ്ലാന്റിന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പൊ എൻ്റെ വീട്ടിൽ ഇപ്പൊ 4 ആളുകളേ ഉള്ളൂ. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ ഞാനൊരു 10 പേരെ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഞാൻ കൂടുതൽ ഫുഡ് ഉണ്ടാക്കുന്നു. അപ്പോൾ എക്സ്ട്രാ വരുന്ന ഫുഡുകൾ നമ്മൾ കളയില്ലല്ലോ, എടുത്ത് ഫ്രിഡ്ജ് വെക്കും. എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഈ 1 വർഷം കൊണ്ട് അല്ലെങ്കിൽ 6 മാസം കൊണ്ട് ലൈഫ് സൈക്കിളിൽ തീരേണ്ട പ്ലാന്റ് 1 വർഷത്തിൽ കൂടുതലേക്ക് നീണ്ടു നിൽക്കുമ്പോഴത്തേനും അത് ഈ എക്സസ് ആയിട്ടുള്ള ഈ ഫോട്ടോസിന്തസിസ് നടത്തി എക്സസ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റുകൾ വെക്കാൻ വേണ്ടി സംവിധാനമില്ല. അങ്ങനെ വരുമ്പോഴത്തേനും പുതിയ ട്യൂബേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു.
ഇങ്ങനെയുള്ള പിന്നെ അപ്പൊ പിന്നെ പുതിയ ട്യൂബർ ആകുമ്പോഴത്തേനും അതുവരെ ട്യൂബർ എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഈ സ്പീഷീസിനകത്ത് ഇല്ല. അപ്പോൾ ട്യൂബർ കണ്ട് അത് പുതിയ സ്പീഷീസായി മാറും. ട്യൂബർ റോസ അതൊരു സ്പീഷീസ് ആകുന്നു. അതൊരു രീതി. രണ്ടാമതൊരു എന്ന് വെച്ചാൽ ഒരേ ക്രോമസോം നമ്പറും ഉള്ള സ്പീഷീസുകൾ പിന്നെ ഹൈബ്രിഡൈസ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. നാച്ചുറൽ ഹൈബ്രിഡ്സ് നമ്മളതിനെ നോട്ടോ സ്പീഷീസ്. ഈ നോട്ടോ സ്പീഷീസുകളെയാണ് ഇത് മിക്കവാറും F1 നോക്കുമ്പോഴത്തേനും ആ സാധനം എന്ന് പറയുന്നത് പിന്നെ ഈ ഈ രണ്ട് പേരൻസിന്റെയും അതല്ലെങ്കിൽ അലൈഡ് സ്പീഷീസുകളുടെ രണ്ടെണ്ണത്തിന്റെ ക്യാരക്ടർ കാണിക്കും. പക്ഷെങ്കിൽ ദേശം പറഞ്ഞ പോലെ ഈ ഒരു സീസൺ കഴിഞ്ഞ അടുത്ത വർഷം നോക്കുമ്പോഴത്തേനും ഇത് കാണുന്നത് കാരണം F1 കട്ടുപോവാണ്. ഈ സമയത്താണ് ഫോർച്ചുനേറ്റ്ലി നമ്മൾ കളക്ട് ചെയ്ത് എന്നെ പുതിയ സ്പീഷീസായി ഡിസ്ക്രൈബ് ചെയ്തത്. അപ്പോൾ പലപ്പോഴും പുതിയതായിട്ട് ന്യൂലി ഇവോൾവ് ആയിട്ടുള്ള പല സ്പീഷീസുകളും പിന്നീട് വന്ന ആളുകൾ പിന്നെ റീസെന്റ് കളക്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പിന്നെ സ്റ്റഡി നടത്തി. ഏതാണ്ട് ഒരു 250ഓളം പുതിയ സ്പീഷീസുകൾ കഴിഞ്ഞ കുറെ നാളുകൾക്ക് ഇടയ്ക്ക് വന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്ത് പകുതി കൂടുതലും ഈ ഒരു തരത്തിൽ നമുക്ക് പുതിയ സ്പീഷീസായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ കാണുന്നില്ല. ഇത് നമ്മളിപ്പോൾ പിന്നെ വ്യക്തികളെ അധിക്ഷേപിക്കാൻ വേണ്ടി പറയുന്നില്ല. ശരിക്കും സ്പീഷീസുകൾ എന്ന് പറയുന്നത് രേഷ്മ പഠിക്കുന്നതാണ് കറക്റ്റ്. അതായത് ഒരു സ്പീഷീസിനെ കുറിച്ച് പഠിച്ചാൽ അതിന് മാക്സിമം എത്രത്തോളം വേരിയേഷൻ ഉണ്ട്, അതിന് ഓൾട്ടർനേറ്റീവ് വേരിയേഷൻ എന്താണ്, ഫിനോടൈപ്പിക് പ്ലാസ്റ്റിസിറ്റി ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പം ഐ എം ഷുവർ ദാറ്റ് യു വിൽ ബി സക്സസ്ഫുൾ ഇൻ ഈ ഒരു നല്ലൊരു മോണോഗ്രാഫായിട്ട് വരട്ടെ. നമ്മുടെ ഫാസ്റ്റ് സാറിനെ കടത്തി വിട്ടുന്ന ഒരു നല്ല മോണോഗ്രാഫ് വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓൾ ദ ബെസ്റ്റ്. ഗുഡ് വർക്ക്. താങ്ക് യു സർ. ശ്രമിക്കാം. കടത്തി വെട്ടണ്ട. ഭാസ്കർ സാറിന്റെ ഒരു പകുതിയെങ്കിലും എത്തിയാൽ മതി. എക്സ്ക്യൂസ് മീ, കാരണം എന്താന്ന് വെച്ചാൽ ക്യാൻ ഐ സ്പീക്ക്? ഇപ്പൊ സാറിന് അങ്ങനെ എന്ന് പറഞ്ഞാല് ഇപ്പം സാറ് അവസാന സമയമായപ്പോഴത്തേക്കുമാണ് ഇതിലേക്ക് പിന്നെ അങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് സാറിന്റെ പേഴ്സണലി എനിക്കറിയാം. അപ്പൊ അതുകൊണ്ടാണ്. പക്ഷേ പിന്നെ അപ്പം സാറിന് പിന്നെ കിട്ടാത്ത ഒത്തിരി അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ ഈ ചെറിയ ഏജിൽ തന്നെ നിങ്ങൾ ഈ ഒരു ടോപ്പിക് എടുക്കുന്നു. അത് നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ. അതാണ്. ഓക്കെ, ദിസ് ഈസ് പ്രൊഫഷണൽ ജലസി. ഐ ഷുഡ് ടോക്ക് ലൈക്ക് ദാറ്റ് കേട്ടോ. അങ്ങനെ തന്നെ പറഞ്ഞിട്ട് എൻ്റെ പേര് പ്രസാദ് എന്നാണ്. ഞാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസറാണ്. ഞാൻ എൻ്റെ PhD ചെയ്തത് ഈ പറഞ്ഞ ഇംപേഷ്യൻസിലാണ്. ഈ മാഡം പറഞ്ഞതിനകത്തെ കാര്യങ്ങളെ പറ്റിയിട്ട് യാതൊരു ധാരണയില്ലാതെ ചിലർ പറഞ്ഞത് കേൾക്കുമ്പോൾ എനിക്ക് നാണം തോന്നുന്നുണ്ട് മിസ്റ്റർ. ഇപ്പോൾ കുറച്ചു മുമ്പ് പറഞ്ഞ ആളെ പറ്റിയിട്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഫീൽഡിൽ പോകാതെ ചുമ്മാ കൂടുതലൊന്നും പറയുന്നില്ല. ഏതായാലും കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സർ. ഓക്കെ. എനിക്കത് കേട്ടപ്പോഴത്തേന് ഇത്തിരി വിഷമം തോന്നിപ്പോയി മിസ്റ്റർ ഇദ്ദേഹത്തോട് പറഞ്ഞ്. എന്നോട് ഞാൻ അങ്ങനെ പറയാൻ പാടില്ലാത്തായിരുന്നെന്ന് തോന്നുന്നു. ഓക്കെ. എന്നാലും മാഡം പറഞ്ഞതിനകത്ത് പല സ്പീഷീസും എനിക്ക് ആ പല സ്പീഷീസിനെയും നേരിട്ട് എൻ്റെ കണ്ണുകൊണ്ട് കണ്ട് നല്ലതായിട്ട് അറിവുള്ള ഒരു ആളാണ് ഞാൻ. ഈ പറഞ്ഞ കുറച്ചു മുമ്പേ പറഞ്ഞ ആൾ ഏതോ പിന്നെ ലാബ് സ്പെസിമെനെ പറ്റിയിട്ടാണെന്ന് തോന്നുന്നു പറഞ്ഞത്. അങ്ങനെയല്ല പറയേണ്ടത്. ഈ സ്പീഷീസിനെ പറ്റിയിട്ട് പറയേണ്ടത് മാഡം പറഞ്ഞ പോലെ തന്നെയാണ് പറയേണ്ടത്. ഇനി ഇതിനേക്കാൾ കൂടുതൽ ഭാസ്കർ സാറിൻ്റെ കാലഘട്ടത്തിന് ശേഷം നാളെ ഒരാൾ ഇങ്ങനെ പറയാനുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്ക് അത്രയും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു. മാഡത്തിനെ ഞാൻ അങ്ങേയറ്റം റെസ്പെക്ട് ചെയ്യുന്നു. യു ഹാവ് ഡൺ എ ഗ്രേറ്റ് തിങ് ആൻഡ് യു ആർ എ ഗുഡ് നാരേറ്റർ ടു കേട്ടോ. എല്ലാത്തിനെയും പിന്നെ സ്ത്രീയോട് ഉപമിക്കുന്നു എന്ന് പറയുന്ന പോലെ അത്രയും സുന്ദരമായിട്ടുള്ള ചെടിയാണത്. ഇതിന് ഇത്രയും സുന്ദരമായിട്ടുള്ളൊരു ചെടി, അതിൻ്റെ എത്ര എണ്ണം ഇപ്പോൾ പൊയ്ക്കഴിഞ്ഞു എന്നുള്ളത് ഞാൻ പറയാം. ഇംപേഷ്യൻസ് ട്രാവൻകൂറിനെ പറ്റിയിട്ടൊന്നും മാഡം പറഞ്ഞില്ല, അകത്തോട്ടേ ഉള്ളൂ. പിന്നെ കുറച്ച് പേരൊക്കെ ഇത് ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. കേൾക്കുന്നുണ്ട് സർ. അതിനകത്ത് പ്ലാറ്റിഡിന എന്ന് പറഞ്ഞതിന് ഇനി ഞാൻ പറയുന്നത് ശരിയാണോ അല്ലോ എന്ന് നിങ്ങൾ തന്നെ ചുമ്മാ ഒന്ന് നോക്കിക്കോളൂ. ബാർണസ് എന്ന് പറയുന്ന അദ്ദേഹം 1932 ഈ നമ്മുടെ ഇതില്ലേ മൂന്നാർ ഗ്യാപ്പ് റോഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, അവിടെ മൂന്നാർ ഗ്യാപ്പ് റോഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാമെന്ന് തോന്നുന്നു. ഈ കേൾക്കുന്ന മറ്റേ മുമ്പേ പറഞ്ഞ ആൾക്കും ഹൈപ്പോത്തറ്റിക്കൽ ഫെലോസിനും എല്ലാവർക്കും മനസ്സിലാവും തോന്നുന്നു. അവിടെ വന്ന് നിന്നിട്ട് വേണം ചിന്തിക്കാൻ എവിടെയാണ് നമ്മൾ ഈ കെമിക്കൽ ലാബിനകത്ത് കെമിസ്ട്രി പറയുന്നവരല്ല ഒരു ജീവിയുടെ കാര്യം പറയേണ്ടത്. മൂന്നാർ ഗ്യാപ്പ് റോഡ് മനസ്സിലാക്കണം എന്താണ് ആ സ്ഥലം എന്നുള്ളത്. അത് ഈ ബാർണസ് ഡിസ്ക്രൈബ് ചെയ്ത് 1932 അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്ത പ്ലാന്റ്സിനകത്തുള്ളതിൽ കുറേ എണ്ണം ഉണ്ടായിരുന്നു, കുറേ ഇംപേഷ്യൻസ് ഉണ്ടായിരുന്നു. പ്ലാറ്റിയേഡിന് അതിനകത്തൊന്നാണ്. ഇന്ന് പ്ലാറ്റിയേഡിന് അവിടെ ഇല്ല. നോക്കിയോ, ഇന്ന് പോയി നോക്കിയോ. പക്ഷെ അവിടുന്ന് ഞാൻ പിന്നെ പറഞ്ഞ മാഡം കുറച്ചു മുമ്പേ പറഞ്ഞല്ലോ ചിലതൊക്കെ എങ്ങനെയെങ്കിലും നമ്മൾ ഇതിനെ റീക്രിയേറ്റ് ചെയ്യണമെന്നൊക്കെ.
അങ്ങനെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഓൾട്ടിറ്റ്യൂഡില്ലേ, ആ നമ്മൾ ഇതിനെപ്പറ്റി വേറെ രീതിയിൽ സ്റ്റഡി ചെയ്തിരുന്ന ഓൾട്ടിറ്റ്യൂഡിനൽ പ്രോബ്ലം ആണെന്ന്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടികളെല്ലാം പോകുമ്പോൾ ഉണ്ടാകുന്ന വെഹിക്കുലർ പറയുക ലെഡ് ഉൾപ്പെടെയുള്ള ഈ സാധനമില്ലേ, പൊല്യൂഷൻ കൊണ്ട് ഈ ഇംപേഷ്യൻസിന് തരളിതമാണല്ലോ അവർ. ഇംപേഷ്യൻസ് എന്നുള്ള വാക്കിന് അർത്ഥം തന്നെ എന്താണ്, എന്തിനാണ് അതിനങ്ങനെ ഏതോ ഒരു മനുഷ്യൻ ആ പേരങ്ങനെ ഇട്ടത്? അവർ ഇംപേഷ്യൻ്റ് ആണ്, അവർക്കൊന്നും താങ്ങാനൊന്നും പറ്റത്തൊന്നുമില്ല. അതുകൊണ്ട് അതുങ്ങൾ അവിടെ വിട്ടു പോകുന്നു എന്നുള്ളതാണ്. അവിടെ ബാർണസിൻ്റെ ടൈപ്പ് സസ്പെൻ നിങ്ങൾ ഇന്നും BSI പോയി നോക്കിക്കോളൂ, കോയമ്പത്തൂർ. അതെല്ലാം എവിടെ നിന്നാണ്? മൂന്നാർ ഗ്യാപ്പ് റോഡിൽ നിന്നാണ്. 13 സ്പെസിമെൻ ഉണ്ട് ഏകദേശം. അപ്പം അതിനകത്ത് ഇപ്പം അതിൽ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം അങ്ങനെ അവിടെ ഉണ്ടെങ്കിലേ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ പിന്നെ ഇതൊന്നും കാണാൻ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇംപേഷ്യൻസ് ആയത് കാരണം ഇതൊന്നും കാണാതിരിക്കുക എന്നുള്ളതാണ് മാഡം പറഞ്ഞതിനകത്ത് വേറൊരു രീതിയിൽ ഞാൻ തുറന്നു പറയുന്നത്. മറ്റേ അദ്ദേഹം കുറച്ച് മുമ്പ് പറഞ്ഞത് ശരി, ഇതൊക്കെ ഇങ്ങനെയാണ്, പ്രകൃതിയുടെ ഒരു നിയമമാണ്. പിന്നെ എവല്യൂഷൻ എന്നുള്ളതിനകത്ത് ഇതിങ്ങളിങ്ങനെ നശിച്ചു പോകുക എന്ന് പറഞ്ഞാൽ പറയാം. എക്സ്റ്റിങ്ഷൻ ഈസ് എ ലോ ഓഫ് നേച്ചർ എന്ന് വേറെ രീതിയിൽ പറയാം. ഈ വെട്ടസ്ലേറ്റൊക്കെ ഇല്ലേ, ഇംപേഷ്യൻ വെട്ടസ്ലേറ്റ്, അത് പോയി 99% പോയിട്ടുണ്ട്. ഞാനതിനു വേണ്ടി ഒത്തിരി ശ്രമിച്ചതാണ് അതിനെ രക്ഷപ്പെടുത്താൻ. ആ മരത്തിൽ നിൽക്കുന്ന വെട്ടസ്ലേറ്റൊക്കെ ഞാൻ എത്രമാത്രം അങ്ങോട്ട് മറ്റേത് ഇടമലക്കുടിയിലേക്ക് പോകുന്ന വഴിക്കല്ലേ മാഡം നോക്കിയോ, അത് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആയിരുന്നു അന്ന്. ഇന്ന് അതുണ്ടോ? സാർ അത് വെർട്ടിസിലേറ്റ് അല്ല, വയലേഷനാണ്. സോറി തെറ്റിപ്പോയി. വയലേഷൻ ഉണ്ടോന്ന് നോക്കിയോളൂ. ഉണ്ടോ? ഒരു വളവ് കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ള നീളത്തുള്ള വഴിയിലുള്ള മരങ്ങളിലല്ലേ മാടവും കണ്ടിട്ടുള്ളത്. ഇനിയൊന്ന് പോയി നോക്കിയാൽ മരം തന്നെ അവിടെ ഇല്ല. ഉണ്ടോന്ന് നോക്കിയോളൂ. അതങ്ങനെ ഒരു കാര്യം. പിന്നെ പ്ലാറ്റിനയും ബാക്കിയെല്ലാം നല്ല ഇത് തന്നെയാണ്. പക്ഷെ എന്തായാലും ഇംപേഷ്യൻസിനെ പറ്റിയിട്ട് മാഡം പറഞ്ഞ ഒരു വലിയ കാര്യമാണ്. നാളെയുള്ള കാര്യത്ത് ക്ലൈമറ്റ് ചേഞ്ചിനേക്കാളും ഉപരി മൈക്രോ ക്ലൈമറ്റ് ഇമ്പാക്ട്സ് അത് ശ്രദ്ധയിൽപ്പെടാനായിട്ട് ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഐ അപ്രീഷിയേറ്റ് ദിസ് മാഡം ലൈക്ക് എനിത്തിങ്. വലിയൊരു സ്റ്റഡിയാണ് മാഡം ഇത്. ഈ പ്രസൻറ്റേഷൻ ഞാൻ പേഴ്സണലി എനിക്ക് നമ്പറൊന്നും അറിയത്തില്ല. രതീഷ് വൈലപ്പാടൻ എൻ്റെ ഒരു സുഹൃത്താണ്, അദ്ദേഹത്തിന് ഏത് നമ്പർ വാങ്ങിച്ചോട്ടെ എനിക്ക് പ്രസൻറ്റേഷൻ ഒന്ന് അയച്ചു തരണം. ഭാവിയിലും ഈ നമുക്ക് ഞാൻ ഈ പറയുന്ന ഞാൻ കൺക്ലൂഡ് ചെയ്യാം പച്ചയ്ക്ക് തന്നെ, ഈ ചെടികളൊന്നും തന്നെ മിക്കവാറും ഗോയിങ് ടു എക്സ്റ്റിങ്ഷൻ ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ചിലരെങ്കിലും രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കാം എന്നുള്ളൊരു ചെറിയ പ്രാർത്ഥനയോടെ എല്ലാ നല്ല രീതിയിലും മാഡം ടച്ച്ഡ് എവറി നോക്ക് ആൻഡ് കോർണർ ഓഫ് ദിസ് പ്ലാന്റ്. ഭയങ്കര സന്തോഷം. ഒത്തിരി കാലമായി കണ്ടിട്ടിരിക്കുന്ന ഒരു നല്ല പ്രസന്റേഷൻ. താങ്ക് യു. താങ്ക് യു സർ. ഹലോ, രാജേഷ് സാർ എൻ്റെ പേര് രാജേഷാണ്. എനിക്ക് ഇതിന്റെ this thing balsam, is it from this Gondwana origin, and any fossil record says extends to what? ജെ വിൽസന്റെ ഒരു സ്റ്റഡിയിൽ പറയുന്നത് ഇതുപോലെ ഗോഡ്വാന ഒറിജിൻ ആണ്, ആഫ്രിക്കൻ മഡഗാസ്കർ ആ ഒരു റീജിയനിലാണ് ഇത് ഒറിജിൻ ചെയ്തതെന്നും ഒക്കെയാണ് പേപ്പേഴ്സിൽ പറയുന്നത്. ഒരുപാട് അതിന് തെളിവുകൾ അങ്ങനെ ഇല്ല. ആകെ നമുക്ക് പറയാൻ പറ്റുന്നത് കൂടുതൽ ഡൈവേഴ്സിറ്റി കാണുന്നത് ഈ ഇന്ത്യ, ചൈന ഈ ഒരു ഭാഗങ്ങളിലായതുകൊണ്ട് ആ ഒരു പറച്ചില് കറക്റ്റ് ആവാമെന്ന് ചിന്തിക്കാൻ മാത്രമേ നമുക്ക് എന്റെ അറിവിന്റെ പരിമിതിയിൽ നിന്ന് പറ്റുന്നുള്ളൂ. ഓക്കെ, താങ്ക് യു. അത് ഇൻഡോ ചൈനീസ് റീജിയനിലാണ് കൂടുതൽ എൻഡമിസ് ഉണ്ടെന്നാണ് ഈ പല ഇന്റർനെറ്റ് സോഴ്സുകളും പറയുന്നത്. ഞാനിത് ഇങ്ങനെ ഇത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. എനിക്ക് 2 കാര്യം. ഒന്ന്, ഞാൻ ഈ പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരാളല്ല. ഞാൻ വഴിവെക്കൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. ഞാനൊരു മത്സ്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ഇതിനകത്ത് കയറിയതിന്റെ ഒറ്റ കാരണം, പക്ഷെ എനിക്ക് വളരെ ഭംഗിയായിട്ട് തോന്നി. ഞാൻ ഫുള്ളായിട്ട് അത് അലാം വെച്ചിട്ട് കയറിയ ആളാണ്. ഞാൻ ഈ ക്ലാസ്സിൽ ആദ്യമായിട്ട് കയറുന്നത്. 2 കാര്യങ്ങളാണ് ഞാൻ. ഒന്ന്, എനിക്ക് മത്സ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരാളുടെ പേരിൽ ഇംപേഷ്യൻസ് അറിയുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് എന്തെങ്കിലും പറയുമോ എന്ന് അറിയാനാണ് കയറിയത്. ഇപ്പൊ ഇംപേഷ്യൻസ് ഡെനിസോണി എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ഉണ്ട്, നീൽഗിരീസിലോ മറ്റോ ഉള്ളതാണ്. 2002 റീഡിസ്കവറി നടന്നിട്ടുണ്ട്. അദ്ദേഹം മത്സ്യവുമായി ബന്ധപ്പെട്ട ഒരാളായതുകൊണ്ട് എന്തെങ്കിലും അറിയുമോ? രണ്ടാമത് ജർഡോണിയാണ്. ജർഡോണിയും എനിക്ക് വളരെ പ്രിയപ്പെട്ട തോമസ് കാവൻഹിൽ ജർഡന്റെ പേരിലാണ് അത് അറിയപ്പെടുന്നത്. മറ്റേത് വില്യം ഡെനിസൺ ആണ്.
അദ്ദേഹം മദ്രാസ് ഗവർണറായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ കൂടി അറിയാം, കൂട്ടത്തിൽ അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, രേഷ്മ പറഞ്ഞിരുന്ന സ്പീഷീസിന്റെ ഒരു കാര്യമുണ്ടല്ലോ, കൂടുതൽ സ്പീഷീസ് കണ്ടുപിടിക്കുന്നു. ഈ നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയുടെ ഒരു കാലം വന്നതിന് ശേഷം, ജൈവവൈവിധ്യം സംസാരിക്കാൻ തുടങ്ങിയതിന് ശേഷം ഈ സ്പീഷീസിന്റെ ലംബേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇല്ലാണ്ടായിപ്പോയി. അതിന് പകരം സ്പ്ലിറ്റേഴ്സ് ആണ് കൂടുതൽ ഇപ്പോൾ നമ്മൾ റൂൾ ചെയ്യുന്നത്. ഈ ഗവേഷണമൊക്കെ റൂൾ ചെയ്യുന്നത് ഇപ്പോൾ കൂടുതൽ സ്പീഷീസുകളെ ഉണ്ടാക്കുന്ന ആളുകളാണ്. അതിപ്പോ ജനറ്റിക് സ്റ്റഡീസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് പുതിയ സ്പീഷീസുകൾ ഉണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ശരിയായിരിക്കും. എവരി സ്പീഷീസ് ഈസ് എ ഹൈപ്പോത്തസിസ്. രേഷ്മ പറഞ്ഞതിൽ വലിയ കാര്യമുണ്ട്. എല്ലാ സ്പീഷീസുകൾ എന്ന് പറയുന്നത് നമ്മൾ ഈ ടാക്സോണമിസ്റ്റുകളെ പൊതുവെ കളിയാക്കുന്നത്, ബോട്ടണി ചെയ്യുന്നവരായാലും സുവോളജി ചെയ്യുന്നവരായാലും കളിയാക്കുന്നത് എന്താണ്, നിങ്ങളുടെ ഹൈപ്പോത്തസിസ് ഇല്ല, നിങ്ങൾ റിസർച്ച് ചെയ്യുന്നില്ല എന്ന് പേരുകൾ പറഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ എല്ലാവരും കളിയാക്കുന്നത്. പക്ഷെ അവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ സ്പീഷീസ് നെയിമും ഓരോ ഹൈപ്പോത്തസിസ് ആണ്. നാളെ മറ്റൊരാൾ വന്ന് അത് ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കും. അതിനെയാണല്ലോ റിസർച്ച് എന്ന് പറയുക. ഒരു എക്സിസ്റ്റിംഗ് ഹൈപ്പോത്തസിസിനെ പ്രൂവ് ഓർ ഡിസ്പ്രൂവ്, അതാണ് ഹൈപ്പോത്തസിസ്, അതാണ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് ഇംപേഷ്യൻസ് വയലേഷ്യ എന്ന് പറയുന്ന സാധനം അതൊരു പ്രൊപ്പോസൽ മാത്രമാണ്, ഒരു ഹൈപ്പോത്തസിസ് മാത്രമാണ്. നാളെ അത് വന്നിട്ട് അത് വയലേഷ്യ അല്ല, മറ്റൊരു സ്പീഷീസ് ആണെന്ന് പറയുന്നിടത്താണ് ആ ഗവേഷണം നിലനിൽക്കുന്നത്. അപ്പൊ ഈ രേഷ്മയുടെ ഈ അന്വേഷണം അങ്ങനെയാണ് നമ്മൾ ഡിഫെൻഡ് ചെയ്യേണ്ടതെന്ന് കൂടി പറയുകയാണ് രേഷ്മ. അതായത് ഈ നമ്മൾ ഹൈപ്പോത്തസിസ് ഒന്നും ഇല്ലാത്തവരാണ്, നമ്മൾ വെറുതെ ഇങ്ങനെ കുറച്ച് പേരുകൾ പറഞ്ഞു പോകുന്നവരാണെന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ അതിന്റെ ഒരു നല്ല സൂചന കൂടിയാണ്. പുതിയ സ്പീഷീസുകൾ ഉണ്ടാകുന്നതിൽ എനിക്കും അതൃപ്തിയുണ്ട്. ഈ സ്പ്ലിറ്റേഴ്സ് ഇങ്ങനെ റൂൾ ചെയ്യുന്നത് കാരണം കൊണ്ടേ ചിലപ്പോൾ പലതും ഞാൻ ഇപ്പൊ എല്ലാ ക്ലാസ്സുകളിൽ സംസാരിക്കാൻ ഇടയ്ക്ക് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അവരോട് പറയുന്നത് ദയവായി പ്രാദേശിക നാമങ്ങൾ ഉപയോഗിക്കൂ. കാരണം ഈ ഫിഡലിറ്റി, വിശ്വാസ്യത, ലിനേഴ്സ് പറഞ്ഞത് അതാണ്. ഞാൻ ശാസ്ത്രനാമം പ്രപ്പോസ് ചെയ്യുന്നത് ഒരു സസ്യത്തിന്റെ കുറിച്ചുള്ള പേര് ആധികാരികമായി നിലനിൽക്കാനാണ്. ഒന്ന് ഓർമ്മയിൽ സൂക്ഷിക്കാനും, രണ്ട് ഫിഡലിറ്റി, വിശ്വാസ്യത നിലനിർത്താനും വേണ്ടിയിട്ടാണ് ഞാൻ പേര് പ്രപ്പോസ് ചെയ്തതെന്നാണ് പറയുന്നത്. പക്ഷെ ഈ ശാസ്ത്രനാമത്തിന്റെ പിറകിൽ ബോട്ടണിയിലൊക്കെ വളരെ ഭീകരമാണ്. ഒരു 40 പേജെങ്കിലും വേണം ഒരു സ്പീഷീസിന്റെ സിനോനിംസും സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള സിനോനിംസ് മർജ് ചെയ്തു എന്നാണോ നിങ്ങൾ പറയുന്നത്? ഞങ്ങൾ സുവോളജിക്കാർ സിനോനിംസ് എന്നാണ് പറയുക. നിങ്ങളും അങ്ങനെ തന്നെയാവും പറയുണ്ടാവുക. 40-50 പേരുകളാണ് വരുന്നത്. അതിന്റെ അർത്ഥം ഇറ്റ് ലൂസ് ഇറ്റ്സ് ഫിഡലിറ്റി, അതിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടുകൊണ്ട്, വിശ്വാസ്യത ഉണ്ടാവാൻ പോകുന്നില്ല, അത് വേറൊരു കാര്യം. ശാസ്ത്രജ്ഞന്മാരിങ്ങനെ വരികയാണല്ലോ. പക്ഷെ അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു പുതിയ സ്പീഷീസുകൾ ഇങ്ങനെ വളരെ വല്ലാതെ വർദ്ധിക്കുന്നത് കൊണ്ട് കുറച്ചു കാലം കഴിഞ്ഞത് വീണ്ടും സിനോണിമൈസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ചെറിയ അവസരങ്ങളിലൊക്കെ ചെറിയ ക്ലാസ്സുകളൊക്കെ കിട്ടുമ്പോൾ അവരോട് പറയാറുള്ളത് യു റിലേ ഓൺ വെർണാക്കുലർ നെയിംസ്. സോ ഇപ്പൊ അങ്ങനെ പറയേണ്ടി വന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് രശ്മിയും പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും ക്ലാസ് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, എനിക്ക് ഉപകാരപ്പെട്ടു. ഞാനൊരു ജന്തുശാസ്ത്രം പഠിച്ച ഒരാളാണെങ്കിൽ കൂടി. താങ്ക് യു രശ്മ. ഷാജി, താങ്ക് യു. ബാലകൃഷ്ണ സാറേ, താങ്ക് യു. ഓക്കെ, നന്നായി. മറ്റ് ചോദ്യങ്ങൾ ഏതെങ്കിലും? ചോദ്യം സാറേ. മാഡം, ഇംപേഷ്യൻസ് മൺറോണിയ എന്ന് പറഞ്ഞ സ്പീഷീസിനെ കുറിച്ച് കൂടുതൽ പറയാം. കാര്യം മാഡം അതിനകത്ത് ഇട്ടിരുന്ന ഒരു ഫോട്ടോ ഞാൻ യാദൃശികമായിട്ട് സീസ്ഫാറെ അടുത്ത് വെച്ചെടുത്ത ഫോട്ടോയാണ്. മാഡം തന്നെയാണ്, ഞാനിപ്പോൾ നോക്കി, ഐനാച്ചുറൽസ് മാഡം തന്നെയാണ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയാനൊരു താല്പര്യം. അതിനെക്കുറിച്ച് കൂടുതൽ അങ്ങനെ ഒരുപാട് പറയാൻ എനിക്കറിയില്ല. കാര്യം ഞാനത് വർക്കൗട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഞാനും ഫോട്ടോ കണ്ടിട്ടുള്ള ഒരു പരിചയം എനിക്കും ഉള്ളൂ. എനിക്ക് കാണണം എന്ന് ആഗ്രഹമുള്ള ഒരു സ്പെസിമൻ ആണ്. സെക്ഷൻ ടൊമൻഡോസയിലാണ് അത് വരുന്നത്. അതായത് രോമങ്ങൾ അല്ലെങ്കിൽ ഹെയർസ് കൂടുതലുള്ള സ്പീഷീസുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്ന സെക്ഷനാണ് ടൊമൻഡോസയിൽ. ടൊമൻഡോസയിൽ വരുന്ന ഒരു സ്പീഷീസ് ആണ് ഇംപേഷ്യൻസ് മൺറോണി എന്ന് പറയുന്നത്. പിന്നീട് താങ്കൾ എന്താണ് അതിനെപ്പറ്റി അറിയാൻ, അത് നിൽക്കുന്ന രീതിയാണോ, എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ല, അത് റയറാണോ? ഞാനിപ്പം ഐനാച്ചുറലിസ്റ്റ് നോക്കിയപ്പോൾ വേറെ ആരും എന്റെ ഫോട്ടോ ഇട്ടിട്ടില്ല. അത് ഈ പറഞ്ഞതുപോലെ വളരെ ചെറിയൊരു ലൊക്കേഷനിൽ, അത് വളരെ ഒരു നാരോ എൻഡമിക് എന്ന് നമുക്ക് പറയാം. അതായത് ഒരു പർട്ടിക്കുലർ സ്ഥലത്തേക്ക് മാത്രം ഒതുങ്ങിയാണ് അത് നിൽക്കുന്നത്. അത് പുറത്തേക്ക് അങ്ങനെ പോകുന്നില്ല. അപ്പം ഈ സിസ്പാര ഗട്ടിൽ ആ ഒരു റീജിയനിലേക്ക് എല്ലാവർക്കും ഒരു ആക്സസ് ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അത് കണ്ടെത്താനും എല്ലാം വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അധികം ഐനാച്ചുറലിസ്റ്റിലൊന്നും അത് വരാത്തത്. ഓക്കെ, താങ്ക് യു. ഞാൻ ജസ്റ്റ് അവിടെ ഇങ്ങനെ നടന്ന് കയറി ചെന്ന ഒരു സ്ട്രീമിന്റെ സൈഡിൽ നിന്നു ചുവന്ന കളർ ആയതാണ് ജസ്റ്റ് മൊബൈലിൽ ഫോട്ടോ എടുത്തേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ഒരൊറ്റ ചോദ്യം കൂടി, ഒറ്റ വാക്കിലേ ചോദിക്കുന്നുള്ളൂ. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഈ പറയുന്ന ഏറ്റവും ആദ്യം ബാധിക്കുന്ന സസ്യലോകത്തെ ഏറ്റവും ആദ്യം ബാധിക്കുന്ന സസ്യങ്ങൾ ഇവരായിരിക്കുമോ? എനിക്കറിയില്ല, അതുകൊണ്ട് ചോദിക്കുകയാണ്.
എന്റെ അറിവ് വെച്ച് എന്റെ പരിമിതമായ എനിക്ക് ഇംപേഷ്യൻസിൽ മാത്രമേ ഇപ്പൊ വന്ന് ഇത്തിരിയെങ്കിലും എന്തെങ്കിലും അറിയൂ. അപ്പൊ എന്റെ ഒരു അറിവ് വെച്ച് എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. കാര്യം മഴ വരാൻ വേണ്ടി കാത്തിരിക്കുന്ന വിത്തുകളാണ്. മഴ പെയ്തെങ്കിൽ മാത്രമേ അത് മുളയ്ക്കുകയുള്ളൂ. ഈ മഴയുടെ കാലം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ഇവരുടെ ഫുൾ താളം തെറ്റും. ആ മൺസൂൺ തീരുന്നതിന് മുൻപേ അവർക്ക് പൂക്കണം, കായ്ക്കണം, കായ് മൂക്കണം, ആ സീഡ് തിരിച്ച് മണ്ണിലേക്ക് വീഴ്ത്തണം. അതിനുശേഷം വീണ്ടും ഒരു കാത്തിരിപ്പാണ്. അപ്പം പർട്ടിക്കുലർ ആ ഒരു മഴ കാലാവസ്ഥ എല്ലാത്തിനും റിലേറ്റ് ചെയ്ത്, അപ്പോൾ വേനലൊന്ന് കൂടിയാൽ, വേനൽ അല്ലെങ്കിൽ മഴയൊന്ന് കുറഞ്ഞാൽ, അല്ലെങ്കിൽ വേനൽ മഴ കൂടുതൽ ശക്തിപ്പെട്ടിട്ട് പിന്നെ വരൾച്ച വന്നാലൊക്കെ ഇവയെ ബാധിക്കും. ആദ്യം ബാധിക്കുന്ന ഇവരെ ആയിരിക്കും. അത് ഞാൻ വേറൊരു സ്പീഷീസിനെ പറ്റി പഠിക്കാത്തത് കൊണ്ട് എനിക്ക് അറിയുന്നത് വെച്ചിട്ട് ഇവരെ നന്നായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ കാലാവസ്ഥാ വ്യതിയാനം മനസ്സിലാക്കാനും തീർച്ചയായും നമുക്ക് ഇവരെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ ഒരു മഴയുമായിട്ട് അധികം ബന്ധം ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു തെക്കൻ പശ്ചിമഘട്ടത്തിലേക്ക് ഇവർ കൂടുതൽ ഡൈവേഴ്സിറ്റി കാണിക്കുന്നതും. കാര്യം മഴ നമ്മളുടെ ക്ലൈമറ്റ് ആണ് ഇവർക്ക് ഏറ്റവും അധികം. കാര്യം മഴ നന്നായിട്ട് കിട്ടുന്നുണ്ട്, വേനൽ കുറവാണ്. അങ്ങനെ അതുകൊണ്ടാണ് അവർ ഇങ്ങോട്ട് നല്ലൊരു ഡൈവേഴ്സിറ്റി കാണിച്ചത്. പക്ഷെ ഇപ്പം മാറുന്ന കാലാവസ്ഥയിൽ ഇനി ഇവരെന്താണ് ഇവരുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് അറിയില്ല. വെയിറ്റ് ചെയ്യാം. താങ്ക് യു. മാഡം ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട്, ഇപ്പം മാഡം ഈ കാലാവസ്ഥയുടെ കാര്യം പറഞ്ഞു. ആക്ച്വലി ഇതൊക്കെ നമ്മളല്ലേ ഈ ഇന്റർപ്രിട്ടേഷൻ എല്ലാം നടത്തുന്നത്. ഇതൊക്കെ കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ള ജീവജാലങ്ങളല്ലേ. ഒരു ചെറിയൊരു സീസൺ, ഒരു 100 വർഷം, നമുക്കിപ്പോൾ ഒരു 126 വർഷത്തെ മഴയുടെ ഡേറ്റേ ഉള്ളൂ. പക്ഷെ ഈ ഒരു ഡേറ്റ വെച്ചിട്ട് നമ്മളിപ്പം വലിയ വേരിയേഷൻ ഒന്നും വരുന്നില്ല. ഇപ്പം ഈ തോതിൽ മാത്രം ചെറിയ റെപ്രസെന്റേഷനിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ടെന്നാണ് ഇപ്പൊ ചെറിയ പഠനങ്ങൾ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു ചെറിയ മാറ്റങ്ങൾ ഈ സ്പീഷീസിനെ ഇല്ലാതാക്കും നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? അല്ല, എന്റെ ഒരു കൺസേൺ ഞാൻ ചോദിച്ചതേ ഉള്ളൂ. കാര്യം ഇതൊക്കെ ഇതിന്റെ അപ്പുറം കടന്നു വന്നിട്ടുള്ള സ്പീഷീസാണ്. ഓക്കെ, മനുഷ്യനായിട്ട് വെട്ടി ഇല്ലാതാക്കി അല്ലെങ്കിൽ കാട് കത്തിച്ച് അങ്ങനൊക്കെ കളഞ്ഞാൽ ഓക്കെ. അല്ലാതെ ഈ ഒരു ക്ലൈമാറ്റിക് ചെറിയ ചെറിയ ഷിഫ്റ്റ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു സ്പീഷീസ് ഇല്ലാതാകുമെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ നമുക്ക് ഇതിനെക്കുറിച്ച് ഒട്ടും കൺസേൺഡ് ആയിട്ട് അല്ലാത്തവരോട് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ അത് കുറേ കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പൊ അത് നമ്മൾ മരം വെച്ച് പിടിപ്പിക്കുന്നതാണ് ആഗോള താപനത്തിന് ഉത്തരവെന്നൊക്കെ പറയുന്ന പോലെ. കാര്യം നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഓക്സിജൻ കിട്ടുന്ന കടലിൽ നിന്നാണ്. അപ്പൊ അങ്ങനെ ഒരു സാധാരണക്കാരനൊക്കെ പറയാൻ പറ്റും. പക്ഷെ ആക്ച്വലി ഈ പറയുന്നത് ക്ലൈമാറ്റിക് ചെറിയ ഷിഫ്റ്റ് ഒക്കെ ഉടനെ ഒരു സ്പീഷീസിനെ ഇല്ലാതാക്കുമെന്ന് മാഡം വിശ്വസിക്കുന്നു? എന്തായാലും ഇവല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ എത്ര കൺസർവേഷൻ പറഞ്ഞാലും എല്ലാ ജീവികളും ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഇല്ലാതാവുന്ന തന്നെയാണ് ഇവല്യൂഷൻ, അല്ലെ? ദിനോസറൊക്കെ പോയതുപോലെ എല്ലാം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് ഇല്ലാണ്ടായി തന്നെ പോകും. നമ്മൾ എത്ര കൺസർവേഷൻ പറഞ്ഞാലും അതിന്റെ സമയമാകുമ്പോൾ അത് പോകുമെന്നാണ് ഇവല്യൂഷൻ. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞാല് നമ്മൾ അങ്ങനെയുള്ള പോകുന്ന പോട്ടെ നമുക്ക് കരുതി നോക്കിയിരിക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ നമ്മൾ പഠിക്കുന്ന, നമ്മളിപ്പം 5 വർഷമായിട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുമ്പം മഴയെ അത് വല്ലാതെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മഴയുടെ ഏറ്റക്കുറിച്ചിലുകൾ, ഇപ്പൊ നമുക്ക് മഴ പെയ്യുമ്പോൾ ഒരു കുട എടുത്ത് ഇറങ്ങാം. പക്ഷെ ഇവര് മഴ പെയ്യുമ്പോഴും അല്ലെങ്കിൽ മഴ കുറയുമ്പോഴും ഒക്കെ ഇവരുടെ പോപ്പുലേഷനിലെ എണ്ണത്തിലൊക്കെ നമ്മൾ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. മൊത്തം ഇല്ലാണ്ടായി പോകുമെന്നോ അല്ലെങ്കിൽ ഒരു ചെടി പോലും അവശേഷിക്കാതെ പോകുമെന്നോ അല്ല, പക്ഷെ ഒരു കുറവ് വരുന്നുണ്ട്. അതായത് ഞാൻ ആ ഒരു എക്സാമ്പിൾ പറഞ്ഞതുപോലെ ഒരു പ്രാവശ്യം വേനൽ മഴ, ഈ പറഞ്ഞ ഏപ്രിലിലെ മഴ നന്നായിട്ട് പെയ്തു. കഴിഞ്ഞതിന് മുന്നത്തെ വർഷമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നന്നായിട്ട് 2 ആഴ്ചയോളം അല്ലെങ്കിൽ ഒരാഴ്ചയോളം നല്ല രീതിയിൽ മഴ പെയ്തു, നന്നായി തണുത്തു. അപ്പോ ഈ സീഡുകളെല്ലാം മുളച്ചു ആക്ച്വലി. പക്ഷെങ്കിൽ പിന്നീട് വന്നത് അതികഠിനമായിട്ടുള്ള ചൂടാണ് വന്നത്. മെയ് മാസം നല്ല ചൂട് വന്നിട്ട് ആ ഓഗസ്റ്റ് സെപ്റ്റംബർ നമ്മൾ പോകുമ്പോൾ വാഗമണ്ണാണ് നമുക്ക് ഏറ്റവും അടുത്ത് പോകാനുള്ളപ്പോൾ. അപ്പൊ അവിടത്തേക്ക് ഈ സ്പീഷീസുകളുടെ എണ്ണം, സാധാരണ ഒരു പാറയിൽ മൊത്തം കാണുന്ന സാധനത്തിന്റെ എണ്ണം വളരെ കുറഞ്ഞു, വളരെ ആയിട്ടാണ് നിന്നത്. അപ്പൊ ആ ഒരു ഒറ്റ പോയിന്റിൽ നിന്ന് നമുക്കറിയാം ഈ കാലാവസ്ഥയുടെ വ്യതിയാനം ഇതിനെ ബാധിക്കും എന്നുള്ള ഉറപ്പാണ്. ഇനി എത്രത്തോളം ബാധിക്കപ്പെടും എന്നുള്ളത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് നമുക്ക് പറയാം. അവർക്ക് അതിനെ തരണം ചെയ്യാൻ സാധിക്കട്ടെ, അവർ നശിച്ചു പോകാതിരിക്കട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. കാലാവസ്ഥയെ അവർ തരണം ചെയ്ത് വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാര്യം എനിക്ക് അവരെ എന്നും കണ്ടോണ്ടിരിക്കുന്നതാണ് ഇഷ്ടം. അതല്ല പ്രശാന്ത്, അവിടെ ഒരു ഇതുണ്ട്. പ്രശാന്ത് ഡിഫെൻഡ് ചെയ്യേണ്ടത് അങ്ങനെ എനിക്ക് തോന്നുന്നത്. അതായത് എവല്യൂഷൻ നടന്നുകൊണ്ടും ഈ 5 വംശനാശങ്ങൾ നടന്നത് തമ്മിൽ 100 ദശലക്ഷം വർഷത്തിന് മേലെ പഴക്കമുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ ഓക്സിജന്റെ അളവ് 21% ഇപ്പം ആയിരുന്നത് പണ്ട് 39%. അതുകൊണ്ടാണ് കടലിൽ നിന്ന് മത്സ്യങ്ങൾ ഇങ്ങോട്ട് കയറിയത്. അത് വേറൊരു കാര്യം. അതും കൂടാതെ വേറൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ ഭൂമിയുടെ ചൂട്, പ്രശാന്ത് പറയുന്നത് ശരിയാണ്, ഭൂമിയുടെ ചൂട് കൂടുകയും തണുക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം അതല്ല.
പണ്ട് 1 ദശലക്ഷം വർഷം കൊണ്ടാണ് 1 ഡിഗ്രി ടെമ്പറേച്ചർ വർദ്ധിക്കുന്നതെങ്കിൽ ഇപ്പൊ ആന്ത്രോപ്പോസീൻ എന്ന് പറയുന്ന ഈ കാലത്ത് മനുഷ്യന്റെ ഫോസിൽ ഫ്യൂവൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് മൂലം 1 ഡിഗ്രി ടെമ്പറേച്ചർ വർദ്ധിക്കാൻ 100 വർഷം പോലും വേണ്ട എന്നിരിക്കുന്നു. മനസ്സിലായ? ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ക്രിട്ടിക്കൽ ഫാക്ടറാണ്, മറ്റെല്ലാ ഫാക്ടറുകളെയും നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമായതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിലെ താപത്തിന്റെ വർധനവ് പെട്ടെന്ന് തന്നെ നമുക്ക് റിഫ്ലക്ട് ചെയ്യും. കേരളത്തിൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഉത്തരാർദ്ധഗോളത്തിൽ മഴ കൂടുതലാണ് ലഭിക്കുക, പക്ഷെ അത് അനുകൂലമല്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മൺസൂണിന്റെ റെഗുലാരിറ്റി കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 2016 മഴ പെയ്തതേയില്ല. 2019 18 മഴ അതിവൃഷ്ടി ഉണ്ടായെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മൺസൂൺസ് 1896 മുതൽ നമുക്ക് കേരളത്തിൽ നോർത്ത് കേരളയിലും സൗത്തേൺ കേരളയിലും മഴ പെയ്ത ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. ആകെ 2 വർഷം മാത്രമാണ്, ഞാനത് ക്ലാസ്സിൽ കാണിച്ചത് പ്രശാന്ത് കണ്ടിട്ടുണ്ടാവും. 2 വർഷം മാത്രമാണ് കാലവർഷം വൈകി വന്നതും 1 വർഷം നേരത്തെ വന്നതും. നോക്കൂ, ഇവിടെ ഒന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല. പ്രശ്നം ഉണ്ടാകുന്നത് എപ്പോഴും റെഗുലാരിറ്റി നഷ്ടപ്പെടുമ്പോഴാണ്. അതായത് 1-ാം തീയതി മഴ പെയ്തു, പിന്നെ 2 ദിവസത്തേക്ക് മഴ പെയ്തില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന മീനുകളെയാണ്. എനിക്കത് കൃത്യമായിട്ട് അറിയാം. അവരുടെ ബ്രീഡിംഗ് സൈക്കിൾ കംപ്ലീറ്റ് തകർന്നു. അതാണ് നമ്മുടെ പ്രശ്നം. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് പെട്ടെന്നൊരു സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റ് ആവുമെന്ന് രേഷ്മ പറയുന്നില്ല, ഒരാളും പറയൂല. പക്ഷേ വരുന്ന കാലഘട്ടങ്ങളിൽ അവർക്ക് നന്നായി അഡാപ്റ്റേഷണൽ ഫെസിലിറ്റി ഇല്ല എന്ന് വെച്ചാല് തോറ്റുപോകും പ്രശാന്ത്, തോറ്റുപോകും. കറക്റ്റ് ആണ് സാർ, അഗ്രി ചെയ്യണം. ഞാൻ ചോദിച്ചതേ ഉള്ളൂ. നല്ല ചോദ്യം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഡിസ്കഷൻ ആയിരുന്നു. രേഷ്മ പറഞ്ഞു. ഷാജി സാർ പറഞ്ഞ പോലെ തന്നെ ഷാജി ചേട്ടന്റെ പ്രസാദാണേ. മനസ്സിലായി. അല്ല, നമ്മുടെ ഡോക്ടർ അരുൺ സക്രയുടെ ജ്യേഷ്ഠൻ ഡോക്ടർ അനിൽ സക്രേ സാറ് ശരിക്കും പറഞ്ഞാൽ ഷാജി അറിയായിരിക്കും, ഒരു വർക്ക് ചെയ്യണ്ട. അതായത് കുറച്ചു മുമ്പ് ആരൊക്കെ പറഞ്ഞു, ഇവര് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഒറിജിൻ ഇവിടെ അല്ല, ഇൻവേഷൻസ് ഇവിടെ അല്ല ഒറിജിനേറ്റ് ചെയ്യുന്ന പറയുന്നത്, ആഫ്രിക്കൻ ആ ഒരു ഇതിൽ നിന്നാണ്. അവിടെ ഉണ്ടായിരുന്ന കാലത്ത് ഇവര് എന്താ പറയുന്നത്, അങ്ങനെ ഇവോൾവ് ചെയ്ത ഒരു സ്പീഷീസ് ആണ്. അപ്പൊ അവിടെ നിന്ന് അവർ വരുമ്പോഴത്തേക്കിന് അവര് ചേട്ടൻ പറഞ്ഞ പോലെ ആംഫിബിയസിനൊപ്പം തന്നെ ഉയർന്നു വന്ന ഒരു സസ്യവർഗമാണ് ഈ പറഞ്ഞ ഇംബേഷ്യൻസ് എന്നാണ് ഡോക്ടർ അനിൽ സക്രേ സാറിന്റെ കൺസെപ്റ്റിലുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവിശ്വസിക്കേണ്ട കാര്യമൊന്നും ഇല്ലതാനും. ശരിക്കും അങ്ങനല്ല. കാരണം തവളയും ഇതുമെല്ലാം ഈ പറഞ്ഞ പോലെ ഇത് പച്ചക്ക് പറഞ്ഞാൽ അങ്ങ് കരക്കോട്ട് വളരുന്ന ചെടി. ഹെൻസോൾവാനിയ മാത്രമേ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ നല്ല കരക്കങ്ങ് വളരുന്നത്. ബാക്കിയുള്ളവരെല്ലാം മിക്കവാറും ആ തീരത്തിലും ആ തണുപ്പിലൊക്കെ നിൽക്കുന്നവന്മാരാണ്, പാവങ്ങളാണ്. എന്താണേലും ഉള്ള സത്യം പറയാം, ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് കണ്ടുപഠിച്ചത് ഞാൻ എല്ലാവരോടും കൂടെ ആയിട്ട് പറയാണ്. എൻ്റെ PhD തീസിസ് 2013 ഞാനിങ്ങനെ അവിടെ പോയിട്ട് എടുത്തുകൊണ്ടിരുന്ന റേഡിക്സ് എടുത്തുകൊണ്ടിരിക്കുമ്പം ഉണ്ടായിരുന്ന ആ പ്ലാന്റ് ഒന്നും ഞാൻ ഇവിടുന്ന് പോരുമ്പോഴത്തേക്കിന് ഇല്ലാണ്ടായിപ്പോയി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ ആ തീസിസ് സബ്മിറ്റ് ചെയ്യാനുള്ള സാഹചര്യം വരുമ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് ഇവരുടെ ഒരു ശവശരീരത്തിലാണല്ലോ ഞാനിത് വെക്കേണ്ടതെന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു ഡെസ്പായിട്ടുള്ള ഒരു സത്യമാണ്. അതുകൊണ്ട് മാഡം പറഞ്ഞതിനകത്ത് യാഥാർത്ഥ്യം ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവർ ശരിക്കും പരിസ്ഥിതിയുടെ എന്താ പറയുക ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് തന്നെ നമ്മൾ കരുതേണ്ടതുമാണ് എന്നാണ് എനിക്ക് ഒരു ചിന്തിക്കാൻ ഉള്ളത്. ഈ കളനാശിനിയും മറ്റുമൊക്കെ അടിക്കുന്ന കാരണം ഒത്തിരി എണ്ണം പോകുന്നുണ്ട്, വളരെയധികം. കാരണം ഇവരെയൊന്നും ആരും മൈൻഡ് ശ്രദ്ധിക്കുന്നില്ല, ഇവരുടെ പ്രത്യേകത ഒന്നും. പ്രസാദ്, സോറി, നമുക്ക് ഇത് അവസാനിപ്പിക്കേണ്ടതുണ്ട്, സമയത്തിന്റെ ഒരു പരിമിതിയുണ്ട്. അപ്പൊ നമുക്ക് ഈ സാറേ ഒരു ചെറിയൊരു പോയിന്റ് ആഡ് ചെയ്തോട്ടെ, ഒരു 30 seconds ബേസിലാണ്. മാഡം, താങ്ക് യു സോ മച്ച്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആയിരുന്നു, വളരെ ക്ലിയർ ആയിരുന്നു, ക്രിസ്റ്റൽ ആയിരുന്നു. അതിനോടൊപ്പം തന്നെ ഇന്ന് പ്രസാദ് സാറിന്റെ ഇന്റർവെൻഷനും അതിന് വാല്യൂ ആഡ് ചെയ്യാണ് ചെയ്തത്. അദ്ദേഹവും ഇതുപോലെ തന്നെ ചൈനീസ് ഈ ബാൾസം ഇംപീഷ്യൻസിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണ്. ഒരുപക്ഷെ ഫോറസ്റ്റ് ഓഫീസേഴ്സിൽ ഏറ്റവും ഒരു അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയതും അതുപോലെ തന്നെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ ഇന്റർവെൻഷനും ഡിസ്കഷൻസും ഒക്കെ കൂടെ കുറെ വളരെയധികം വാല്യൂബിൾ ആയിട്ടുണ്ടെന്ന്. വാഗമണ്ണാണ് ഞാൻ ഈ ബാൾസത്തിനൊക്കെ കണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ഒറ്റ സ്പീഷീസിനെ കാണാൻ പറ്റിയിട്ടുള്ളൂ. ഇനിയിപ്പോ ഈ പ്രസന്റേഷൻ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഐ കീപ് മൈ ഐസ് ആൻഡ് ഇയേഴ്സ് ഓപ്പൺ ഫോർ ഇംപേഷ്യൻസ് അറ്റ് വാഗമൺ ഓൾസോ. താങ്ക് യു സോ മച്ച് മാഡം. ഞാൻ ജൂണിക്കാരുടെ ഒരു സുഹൃത്തും കൂടെയാണ്. താങ്ക് യു ബേസിൽ. നമുക്ക് ചാറ്റിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നമ്മുടെ എപ്പിഫൈറ്റിക് വാട്സപ്പിന്റെ സീഡ് ഡിസ്പേഴ്സലിനെ കുറിച്ച് ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് ഈ വെബിനാർ
അവസാനിപ്പിക്കേണ്ടതുണ്ട് സമയത്ത്. എനിക്കിത് കാണുന്നില്ല കേട്ടോ. ഈ ഈ ഇതിൽ ബാൾസൺസ് ചോദിച്ചിരിക്കുന്നത് മുകളിൽ താഴോട്ടേക്കരെ എങ്ങനെ പോരും എന്നുള്ള വലിയ ക്വസ്റ്റ്യൻ ആണ്. അവരെല്ലാം മുകളിലല്ലേ നിൽക്കുന്നത്, താഴോട്ട് പോകുന്ന തീരുകയില്ല എന്നുള്ള ചോദ്യം നിൽക്കുന്നുണ്ട്. രേഷ്മ ചോദ്യം കണ്ടോ? അതെങ്ങനെയാണ്? അതായത് do their seeds also behave in the same manner of bursting? So won't many of the seeds fall on ground? How they do continue to flourish on trees? അതാണ് ചോദ്യം. തീർച്ചയായും ഓരോ ചെടികൾക്കും അവര് നിൽക്കുന്ന ആ ഒരു അവരുടെ ഒരു കംഫർട്ട് സോൺ ഉണ്ടല്ലോ, അതിൽ ജീവിക്കാൻ തക്കവണ്ണം ഒരു അഡാപ്റ്റേഷൻസ് അവർക്കുണ്ട്, തീർച്ചയായും ഉണ്ട്. അപ്പൊ എപ്പിഫൈറ്റ്സിന് അവർക്ക് ആ രീതിയിൽ ഒരു അഡാപ്റ്റേഷൻസ് ഉണ്ട്. അവരുടെ സീഡ് ഡിസ്പേഴ്സൽ ഒക്കെ അത് നല്ല രീതിയിൽ ബേസ്റ്റ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അത് തൊട്ടടുത്ത ട്രീയിലെ മോസിൽ പറ്റിപ്പിടിക്കുന്ന രീതിയിൽ ഒരു അഡാപ്റ്റേഷൻ അവർക്കുണ്ട്, സീഡിനും ഉണ്ട്. താങ്ക് യു. ഓക്കെ ഓക്കെ VC നമുക്ക് മെല്ലെ മാഡം അത് നടക്കൂ. സമയം ഒരുപാടാവുന്നു. VC മാഷെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. VC മാഷെ Conclude. VC Master Balakrishna sir. Conclude. ഇതിലിടപെട്ട് സംസാരിച്ച ഷാജി, പ്രശാന്ത് നാരായണൻ, പ്രസാദ് തുടങ്ങിയവർ വളരെ വിലപ്പെട്ട ഒരു അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. നന്ദി. നമുക്ക് ഇത് അവസാനിപ്പിക്കേണ്ട ഒരു സമയമായിരിക്കുന്നു. 9:30 വരെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഔപചാരികമായി നന്ദി പറയുന്നതായിരിക്കും. അഖില ഔപചാരികമായി നന്ദി പറയുന്നത്. ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ്. ഓക്കെ. അപ്പൊ നമ്മളുടെ വർക്ക് വിത്ത് വിസിയുടെ 36ാമത്തെ വെബിനാർ ആയിട്ടുള്ള മനമയക്കും കാശത്തുമ്പകൾ എന്ന വിഷയത്തില് നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായിട്ടുള്ള നമ്മുടെ രേഷ്മ വളരെ കൃത്യതയോടെയും വ്യക്തതയോടെയും നമുക്ക് വളരെ അനായാസം മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മളുടെ ഈ ഒരു ടോപ്പിക് അവതരിപ്പിച്ചതിന് എന്റെയും അതുപോലെ തന്നെ വർക്ക് വിത്ത് വിസിയുടെ ഗ്രൂപ്പിന്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും പ്രത്യേകം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വളരെ ഗംഭീരമായിട്ട് വളരെ ലളിതമായിട്ട് പശ്ചിമഘട്ടത്തിന്റെ വളരെ അതിനൂതന വൈവിധ്യങ്ങളിലൂടെ നമ്മളെ ഒരു രീതിയിൽ പറഞ്ഞ നമ്മൾ നേരിട്ട് കണ്ടതുപോലെ തന്നെ കൊണ്ടുപോകാൻ രേഷ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഏതൊരു വെബിനാറിന്റെയും വിജയം എന്ന് പറയുന്നത് അതിനകത്ത് പങ്കെടുക്കുന്ന ആളുകളാണ്. അപ്പൊ ഈ വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും വർക്ക് വിത്ത് വിസി ഗ്രൂപ്പിന്റെ പേരിലുള്ള പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. തുടർന്നുള്ള വെബിനാറുകളിലും ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ വർക്ക് വിത്ത് വിസിയുടെ ഓരോ വെബിനാറുകളും മുന്നോട്ട് നടത്തുന്നത് നമ്മളുടെ പ്രിയപ്പെട്ട VC മാഷ്, അരുൺ രാജ്, സ്നേഹ ടീച്ചർ, രേഷ്മ, അതുപോലെ ലതിക ടീച്ചർ, മറ്റെല്ലാ അംഗങ്ങളുടെ കൂട്ടായ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്. അവർക്കുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. സോ ഇത്രയും സമയം നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒന്നുകൂടെ നന്ദി അറിയിക്കണം. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. അപ്പൊ എല്ലാവർക്കും നന്ദി, ശുഭരാത്രി. താങ്ക് യു. ഈ ഒരു പ്രസന്റേഷൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കോപ്പി യൂട്യൂബിൽ അവൈലബിൾ ആവും. ഓക്കെ, നമ്മുടെ വെബിനാർ അവസാനിച്ചതായി അറിയിക്കുന്നു. എല്ലാവർക്കും ഒന്നുകൂടി നന്ദി. ഗുഡ് നൈറ്റ്, ശുഭരാത്രി.